Okay, so good evening. Let's start. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എത്തിക്സിന്റെ സെക്ഷൻ എയിലുള്ള മോറൽ ഫിലോസഫേഴ്സ് എന്ന് പറയുന്ന ഒരു ആസ്പെക്ട്സ് ആണ് നമ്മൾ ഇന്ന് കവർ ചെയ്യാൻ പോകുന്നത്. ഈ മോറൽ ഫിലോസഫേഴ്സിന്റെ ആസ്പെക്ട്സിൽ പല രീതിയിലാണ് നമുക്ക് ആദ്യം ക്വസ്റ്റ്യൻസിന്റെ ഒരു എങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻസിന്റെ പാറ്റേൺ നോക്കാം. അപ്പൊ ക്വസ്റ്റ്യൻസ് വരുന്ന രീതി നോക്കുകയാണെന്നുണ്ടെങ്കിൽ പല ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് മോറൽ ഫിലോസഫേഴ്സിന്റെ ഭാഗത്ത് നിന്ന് പൊതുവെ വരിക. ഇപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ഏറ്റവും കൂടുതൽ വരുന്ന ഒരു ഏരിയ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ തിങ്കേഴ്സിന്റെ ഫിലോസഫിക്കൽ ആസ്പെക്ട്സിൽ കോഡ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് വരും. ഓക്കെ, ഈ കോഡ് ബേസ്ഡ് ക്വസ്റ്റ്യൻസിൽ രണ്ട് രീതിയിലായിരിക്കും ക്വസ്റ്റ്യൻ സ്ട്രക്ചർ ചെയ്തിട്ടുണ്ടാവുക. ഫസ്റ്റ് നിങ്ങളോട് ചോദിക്കും വാട്ട് ഡു യു മീൻ ബൈ ദിസ് പർട്ടിക്കുലർ കോട്ട്. ഓക്കെ, ബൈ ദിസ് കോട്ട് എന്നുള്ളത് പറഞ്ഞിട്ട് ഒരു കോട്ട് തന്നിട്ടുണ്ടാവും. ഒരു മോറൽ ഫിലോസഫറിന്റെ ഒരു തിങ്കറിന്റെ കോട്ട് ആയിരിക്കും തന്നിട്ടുണ്ടാവുക. സോ വാട്ട് ഡു യു മീൻ ബൈ ദിസ് പർട്ടിക്കുലർ കോട്ട് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തിട്ടുണ്ടാവും, കുറച്ച് കോട്ട്സ് നിങ്ങളിൽ തന്നിട്ടുണ്ടാവും. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തരുന്ന വേറൊരു ടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ട് ഡു യു അണ്ടർസ്റ്റാൻഡ് ബൈ ദ കോട്ട് ഇൻ ദി പ്രസന്റ് കോണ്ടെക്സ്റ്റ്. സോ പ്രസന്റ് കോണ്ടെക്സ്റ്റിൽ എന്താണ് ഈ കോട്ടിന്റെ റെലവൻസ്, സോ വാട്ട് യു അണ്ടർസ്റ്റാൻഡ് വിത്ത് റെസ്പെക്ട് ഈ കോട്ടിന്റെ പ്രസന്റ് റെലവൻസ് എന്താ എന്ന രീതിയിൽ ക്വസ്റ്റ്യൻസ് വരാം. സോ ഇതാണ് കോമൺ ആയിട്ട് ഇങ്ങനത്തെ എല്ലാ വർഷവും ഒരു 3 ക്വസ്റ്റ്യൻസ് ഈ ഇതിൽ നിന്നുണ്ടാവും. 3 മുതൽ 5 വരെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചിട്ടുണ്ട്. അതായത് മിനിമം 30 മാർക്ക് എന്തായാലും ഫിലോസഫേഴ്സിന്റെ ഭാഗത്തു നിന്നായിരിക്കും ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടാവുക. മിനിമം 30 മാർക്ക്. ഓക്കെ, അപ്പൊ അതിൽ കൂടിയാലേ ഉണ്ടാവുള്ളൂ. മിനിമം എന്തായാലും നിങ്ങൾക്ക് 30 ക്വസ്റ്റ്യൻസ് എന്തായാലും 30 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് എന്തായാലും എല്ലാ വർഷവും എന്ത് ചെയ്തിട്ടുണ്ട്, കൺസിസ്റ്റന്റ് ആയിട്ട് തന്നെ ചോദിച്ചിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ ആസ്പെക്ട് ഓഫ് ക്വസ്റ്റ്യൻസ് എവിടെയാണ് വരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിന്റെ ആപ്ലിക്കേഷൻ എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഏത് ക്വസ്റ്റ്യന്റെയും ഏത് സെക്ഷൻ അതിന്റെ ക്വസ്റ്റ്യൻ ആയിക്കോട്ടെ, അതുപോലെ തന്നെ ബി ആയിട്ടുള്ള കേസ് സ്റ്റഡിന്റെ ക്വസ്റ്റ്യൻ ആണെങ്കിലും ഏത് ആസ്പെക്ട്സിലാണ് എന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിന്റെ ഈ ഫിലോസഫേഴ്സിന്റെ കാര്യങ്ങൾ വെച്ച് നിങ്ങൾക്ക് ഇൻട്രൊഡക്ഷൻസ് സ്റ്റാർട്ട് ചെയ്യാം, അതുപോലെ തന്നെ കൺക്ലൂഷൻസ് എഴുതാം. പിന്നെ അതേപോലെ തന്നെ ഇവരുടെ വ്യൂ പോയിന്റ്, പല എത്തിക്കൽ വ്യൂ പോയിന്റ് ബോഡി പാർട്ടിലും എഴുതാൻ പറ്റും. ഓക്കെ, സോ ഈ കണ്ടന്റ് ഇവിടെ വാട്ടെവർ നമ്മൾ പഠിക്കുന്ന കണ്ടന്റ്, അതായത് നമ്മൾ ഇന്ന് പഠിക്കുന്ന എത്തിക്സ് ക്രിയേറ്റ് ചെയ്യുന്നത്, അതിന്റെ ഒരു നോർമേറ്റീവ് ടൈപ്പ് ഓഫ് എത്തിക്സ് ക്രിയേറ്റ് ചെയ്യുന്നത് ഈ ഫിലോസഫേഴ്സ് ആണ്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് എഴുതി കഴിഞ്ഞു കഴിഞ്ഞാലും, നമ്മൾ ഏത് കൺക്ലൂഷൻ എഴുതി കഴിഞ്ഞു കഴിഞ്ഞാലും, ഏത് ക്വസ്റ്റിന്റെ ഇൻട്രൊഡക്ഷൻ എഴുതി കഴിഞ്ഞാലും, ഇനി കേസ് സ്റ്റഡീസിൽ നമുക്ക് ചില സമയത്ത് നമ്മൾ എടുക്കുന്ന ഒരു ഡിസിഷൻ അതിനെ നമുക്ക് സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പലപ്പോഴും നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, ഫിലോസഫേഴ്സിനെ കോട്ട് ചെയ്യേണ്ടി വരും. അപ്പൊ ഈ ഒരു സിറ്റുവേഷനിലെല്ലാം നമുക്ക് എന്ത് ചെയ്യാം, ഈ പഠിക്കുന്ന സാധനങ്ങൾ ഉപയോഗിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഒരു പർട്ടിക്കുലർ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസിൽ നിങ്ങൾക്ക് ഒരു 30 മാർക്കിന് ഇത് മാത്രമായിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരും. പക്ഷെ അത് മാറ്റിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ള 220 മാർക്കിന്റെ ക്വസ്റ്റ്യൻസിലും നിങ്ങൾക്ക് ഒരു ഫിലോസഫേഴ്സിന്റെ തോട്ട് പോയിന്റ് എല്ലാ ക്വസ്റ്റ്യൻസിലും നിങ്ങൾക്ക് എഴുതാൻ പറ്റും. അത് എഴുതുന്ന എപ്പോഴും നല്ലതായിരിക്കും. അത് ഉപയോഗിക്കുന്ന രീതിയിലാണ് നിങ്ങൾ പഠിക്കേണ്ടത്. കണ്ടന്റിന് എന്ത് ചെയ്യുക, ഉപയോഗിച്ച് പഠിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. ഓക്കെ, സോ അത് നമുക്ക് ഈ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ടെസ്റ്റ് എഴുതുന്ന സമയത്ത്, നിങ്ങൾക്ക് ഈ കൺക്ലൂഷൻ ഒക്കെ എഴുതുന്ന സമയത്ത് നമ്മളിങ്ങനെ ഓരോന്ന് പറഞ്ഞു തരാറില്ല. ഇതിനകത്ത് നമുക്ക് യൂട്ടിലിറ്റേറിയൻ പെർസ്പെക്ടീവ്സ് എഴുതാം. ആ രീതിയിലൊക്കെ ഇതൊക്കെ എന്താണ് ഫിലോസഫേഴ്സിന്റെ ആംഗിൾ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അപ്പം ഇവിടെ മോറൽ ഫിലോസഫേഴ്സിനെ നമുക്ക് ആക്ച്വലി രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ഒന്ന് വെസ്റ്റേൺ തിങ്കേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ ഇന്ത്യൻ ഫിലോസഫിക്കൽ തിങ്കേഴ്സ് ഉണ്ട്. ഓക്കെ, സോ ഇന്ത്യൻ ഫിലോസഫിക്കൽ തിങ്കേഴ്സിനെക്കാട്ടും വെസ്റ്റേൺ തിങ്കേഴ്സ് ആണ് പ്രൊമിനന്റ് ആയിട്ട് ഒരു യൂണിവേഴ്സൽ വാല്യൂസ് എന്ന് പറയുന്ന സിസ്റ്റത്തിലേക്ക് വന്നത്. പക്ഷെ പലപ്പോഴും നമുക്ക് കാണാൻ പറ്റും വെസ്റ്റേൺ തിങ്കേഴ്സിന്റെ അതേ പാറ്റേൺ ഓഫ് തിങ്കിങ് തന്നെയാണ് ഇന്ത്യൻ ഫിലോസഫേഴ്സിനുള്ളത്. ഇവർ പറയുന്ന അതേ സാധനം തന്നെയായിരിക്കും ഇവരും പറഞ്ഞിട്ടുണ്ടാവുക. ഏകദേശം ഒരു ടൈം പീരീഡിൽ വരെ നമുക്കിത് കാണാൻ പറ്റും. ഓക്കെ, സോ ഈ ഒരു രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യാൻ നോക്കുക, നിങ്ങൾക്ക് രണ്ടും നിങ്ങൾക്ക് കണക്ട് ചെയ്ത് പഠിക്കാൻ പറ്റും. ഇന്ന് നമ്മൾ മേജറായിട്ട് കവർ ചെയ്യാൻ പോകുന്നത് വെസ്റ്റേൺ തിങ്കേഴ്സ് ആണ്. ഇന്ത്യൻ ഫിലോസഫേഴ്സ് നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത സെഷനിൽ കവർ ചെയ്യാം. ഓക്കെ, സോ ഇനിഷ്യലി നമുക്ക് ബിഗിൻ ചെയ്യുന്നതിന് മുമ്പ് തന്നെ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു തിങ്കേഴ്സ് പെർസ്പെക്റ്റീവ് അല്ലെങ്കിൽ തിങ്കിങ്ങിന്റെ കാര്യത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ എന്തുകൊണ്ടാണ് നോർമേറ്റീവ് എത്തിക്സിന്റെ ഇമ്പോർട്ടന്റ് എന്താണ്? നോർമേറ്റീവ് എത്തിക്സ് എന്ന് പറയുന്നതാണ് ഈ തിങ്കേഴ്സിന്റെ ആസ്പെക്ട്സ് വരുന്ന എത്തിക്സ് പാർട്ട് കേട്ടോ. ഇതിന്റെ ഇമ്പോർട്ടൻസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പറഞ്ഞു എത്തിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹ്യൂമൻസിന്റെ റൈറ്റ്സും റോങ്ങും അല്ലെ, ഹ്യൂമൻസ് എന്ത് ചെയ്യുന്നു, അവരുടെ ബിഹേവിയറിൽ റൈറ്റ്സും റോങ്ങും ചൂസ് ചെയ്യുന്നതിനാണ് എത്തിക്സ് നമ്മൾ പറഞ്ഞു. പക്ഷെ ഇത് എന്തിന്റെ അടിസ്ഥാനത്തിൽ ജഡ്ജ് ചെയ്യണം, എന്തിന്റെ പേരിലാണ് ഒരു റൈറ്റ് എങ്ങനെയാണ് റോങ് എങ്ങനെയാണെന്ന് എങ്ങനെ ജഡ്ജ് ചെയ്യണം എന്നാണ് ആക്ച്വലി ഫിലോസഫേഴ്സ് പറയുന്നത്. അപ്പൊ ഇന്ന് നമ്മൾ കാണുന്ന പല റൈറ്റും റോങ്ങും, ഇത് റൈറ്റ് ആണ് റോങ് ആണ് എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യുന്നത്, സിറ്റുവേഷൻസിനനുസരിച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡിസൈഡ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ എന്ത് ഫാക്ടർ, എന്ത് സ്കെയിൽ വെച്ചിട്ടാണ് നമ്മളൊരു ആക്ഷനെ അളക്കുന്നത്? ഫോർ എക്സാമ്പിൾ, മോഷണം എന്ന് പറയുന്നത് നമ്മൾ പറയുന്നു, ഒരാൾ മോഷ്ടിക്കുക എന്ന് പറയുന്നത് റോങ് ആണെന്ന് പറയുന്നു. സോ ഇവിടെ എന്ത് സ്കെയിലാണ് നിങ്ങൾ ഉപയോഗിച്ചിട്ടുള്ളത്? എന്തുകൊണ്ടാണ് ഇത് മോഷണം ഒരു മോശമായിട്ടുള്ള ഒരു കാര്യമാണെന്ന് പറയുന്നത് എന്നുള്ളത് ഫിലോസഫേഴ്സിന്റെ ആംഗിൾ ആണ്. ഇവിടെ നമുക്ക് പറയാം വെർച്യു എത്തിക്സ് പ്രകാരം മോഷണം എന്ന് പറയുന്നത് എന്താണ്, റോങ് ആണെന്ന് പറയാം. അതേപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ തിരിച്ചും വേണം പറയാം. ഇപ്പൊ ഞാൻ മോഷ്ടിച്ചു, ഞാൻ വളരെ പാവപ്പെട്ട ഒരു വീട്ടിലെ ആളാണ്, അല്ലെങ്കിൽ ഞാൻ ഫോർ എക്സാമ്പിൾ റോബിൻ ഹുഡ്,
ഞാൻ മോഷ്ടിച്ചിട്ട് കുറെ പൈസ കുറെ ആളുകൾക്ക് കൊടുക്കുന്നു. നിങ്ങൾ മറ്റേ ഇത് സിനിമ കണ്ടിട്ടുണ്ടാവും, ഈ സീരീസ് കോവിഡ് സമയത്ത് ഇറങ്ങിയ സീരീസ് കണ്ടിട്ടുണ്ടാവില്ല, മറ്റേ കുറെ എന്തെയ്യുന്നു മണീസ്റ്റിൽ എന്ത് ചെയ്യുന്നു, കുറെ പൈസ എടുത്തിട്ട് ഇവര് പാവങ്ങൾക്ക് കുറെ കൊടുക്കുന്നു. അപ്പൊ നോക്കി നോക്കിയേ, ഇവര് മോഷ്ടിക്കുന്നതുകൊണ്ട് പാവങ്ങൾക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട്. അപ്പൊ വേണമെങ്കിൽ നമുക്ക് പറയാം അവർ ചെയ്തതാണ് ശരിയെന്നും വേണമെങ്കിൽ വാദിക്കാൻ പറ്റും. അപ്പൊ എന്ത് സ്കെയിലിലാണ് നിങ്ങൾ ജഡ്ജ്മെന്റ് എടുക്കുന്നത് എന്നുള്ളതാണ് ബേസിക്കലി ഫിലോസഫേഴ്സ് നോർമറ്റീവ് എത്തിക്സിന്റെ അണ്ടറിൽ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഇപ്പൊ നിങ്ങൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നോർമറ്റീവ് എത്തിക്സ് ആണ് ഈ ഫിലോസഫേഴ്സിന്റെ. എന്തിനാണ് വൈ ഷുഡ് സംബഡി ലൈക്ക്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ആളുകൾ റെസ്പെക്ട് ചെയ്യേണ്ടത്, എന്തുകൊണ്ടാണ് സ്റ്റീലിംഗ് റോങ് ആവുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇവിടെ പഠിക്കുന്നത്. അപ്ലൈഡ് എത്തിക്സിൽ നമ്മൾ പഠിക്കുന്നത് ഈ എത്തിക്കൽ പ്രിൻസിപ്പിൾസിനെ ഓരോ ഫീൽഡിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ അപ്ലൈഡ് എത്തിക്സ്. ഇപ്പം ഇതേ എത്തിക്കൽ സ്റ്റാൻഡേർഡ് നമ്മൾ ബയോളജിയിൽ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ അതിനെ ബയോ എത്തിക്സ് എന്ന് വിളിക്കുന്നു, അല്ലെങ്കിൽ ബിസിനസ്സിൽ എത്തിക്കുമ്പോൾ അപ്ലൈ ചെയ്യുമ്പോൾ അത് ബിസിനസ് എത്തിക്സ് എന്ന് വിളിക്കുന്നു. അപ്പൊ നമ്മൾ എവിടെ അപ്ലൈ ചെയ്യുന്നു അതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യുന്നു, എത്തിക്സിനെ നമുക്ക് ആ രീതിയിൽ ക്ലാസിഫൈ ചെയ്യാം. രണ്ടാമത് വരുന്നതാണ് പിന്നെ നമുക്ക് ഡിസ്ക്രിപ്റ്റീവ് എത്തിക്സ് എന്ന് പറയുന്നത്. ഡിസ്ക്രിപ്റ്റീവ് എത്തിക്സ് എന്ന് പറയുന്നത് എങ്ങനെയാണ് ആളുകൾ എന്ത് ചെയ്യുന്നത്, ആ ഒരു കമ്പാരിറ്റീവ് അനാലിസിസ് വെച്ചിട്ട് ആളുകൾ റിയാലിറ്റിയിൽ എങ്ങനെയാണ് എത്തിക്സ് ഉള്ളിലെടുക്കുന്നത് എന്നുള്ളതാണ്. പിന്നെ മെറ്റ എത്തിക്സ് ഉണ്ട്. മെറ്റ എത്തിക്സ് ഈസ് ബേസിക്കലി ഡിസ്കഷൻ ഓൺ മെറ്റ സെൻസ് ആണ്. അതായത് എന്താണ് റോങ്, എന്താണ് റൈറ്റ് എന്നുള്ളതാണ് ഇവർ ഡിസ്കസ് ചെയ്യുന്നത്. ഈ റൈറ്റ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ റൈറ്റ് ആണോ, യഥാർത്ഥത്തിൽ റോങ് ആണോ, അങ്ങനെയുള്ള ഒരു മെറ്റാഫിസിക്കൽ ഒരു ഡിസ്കഷൻ ആണ് മെറ്റ എത്തിക്സിൽ വരിക. സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നോർമറ്റീവ് എത്തിക്സിന്റെ അണ്ടറിലാണ്. ഇവിടെ കുറെ ഫിലോസഫിക്കൽ ഉണ്ട്. അപ്പൊ ഈ ഓരോ ഫിലോസഫീസും അതിന്റെ ബേസും ആ തിങ്കേഴ്സ് എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്, അവരുടെ ഇമ്പോർട്ടന്റ് ഫിലോസഫീസ് ആണ് നമ്മൾ പറയുന്നത്. ഇവർ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നമ്മൾ എപ്പോഴും എന്ത് ചെയ്യും, എക്സാമിന്റെ ഡിമാൻഡിനനുസരിച്ച് മാത്രം ലിമിറ്റ് ചെയ്യും. അപ്പൊ നിങ്ങൾക്ക് ആവശ്യമുള്ളത് മാത്രമേ നമ്മളിവിടെ തരുന്നുള്ളൂ. അതായത് ഇപ്പൊ അരിസ്റ്റോട്ടിലൊക്കെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഒരു പൊളിറ്റിക്കൽ ഫിലോസഫി അല്ലെങ്കിൽ പൊളിറ്റിക്കൽ സയൻസിന്റെ തന്നെ പിതാവാണ് അരിസ്റ്റോട്ടിൽ. അപ്പം പൊളിറ്റിക്കൽ ഫിലോസഫിയിൽ ഒരുപാട് കാര്യം പറഞ്ഞു. പക്ഷെ എത്തിക്സ് എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ എഴുതാൻ എന്തൊക്കെ വേണം എന്നുള്ള കാര്യങ്ങളായിരിക്കും നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വെർച്വൽ എത്തിക്സ് ആണ്. ഓക്കെ, വെർച്വൽ എത്തിക്സ് എന്ന് പറയുന്നത് ബേസിക്കലി വെർച്വൽ എത്തിക്സിന്റെ സ്കൂൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് സോക്രട്ടീസ് മുതലാണ്. സോക്രട്ടീസ്, അരിസ്റ്റോട്ടിൽ, പ്ലേറ്റോ, അരിസ്റ്റോട്ടിൽ. ഓക്കെ, സോക്രട്ടീസ് കഴിഞ്ഞിട്ട് പ്ലേറ്റോ ആണ് വരെ, പ്ലേറ്റോ കഴിഞ്ഞിട്ടാണ് അരിസ്റ്റോട്ടിൽ കേട്ടോ. സോ സോക്രട്ടീസിന്റെ ബേസിക്കലി സ്റ്റുഡന്റ് ആണ് പ്ലേറ്റോ. പ്ലേറ്റോന്റെ സ്റ്റുഡന്റ് ആണ് ആക്ച്വലി എന്ത് പറയുന്നത്, അരിസ്റ്റോട്ടിൽ എന്ന് പറയുന്നത്. ഓക്കെ, സോ സോക്രട്ടീസിന്റെ കോൺട്രിബ്യൂഷൻ അല്ലെങ്കിൽ അരിസ്റ്റോട്ടിന്റെ കോൺട്രിബ്യൂഷൻ അതുപോലെ പ്ലേറ്റോന്റെ കോൺട്രിബ്യൂഷൻ എങ്ങനെയാണ് ഈ പറയുന്ന വെർച്വൽ എത്തിക്സിൽ വന്നതെന്നുള്ളതാണ് ഇനിഷ്യലി നമ്മൾ നോക്കാൻ പോകുന്നത്. സോ വെർച്വൽ എത്തിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി എന്താണെന്ന് നമുക്ക് ജസ്റ്റ് പറയാം. ഇത് ബേസിക്കലി വെർച്വൽ എത്തിക്സിൽ ഫോക്കസ് ചെയ്യുന്നത് ക്യാരക്ടർ ഓഫ് ദ പേഴ്സൺ ആണ്. അതായത് ഒരാളുടെ ക്യാരക്ടർ എന്താണോ ആ ക്യാരക്ടർ വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, വെർച്വൽ എത്തിക്സിൽ കാര്യങ്ങൾ ജഡ്ജ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, ഓണസ്റ്റി എന്ന് പറയുന്ന ഒരു വെർച്വൽ ആണ് അല്ലെ. ഓണസ്റ്റി എന്ന് പറയുന്ന ഒരാളുടെ ക്യാരക്ടറാണ്, ഞാൻ സത്യം മാത്രം പറയുന്നു. ഇത് ഓണസ്റ്റി എന്ന് പറയുന്ന ഒരു വെർച്വൽ ആണ്. അപ്പൊ വെർച്വൽ എത്തിക്സ് പ്രകാരം എന്ത് പറയുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഏത് സിറ്റുവേഷനിലും സത്യം മാത്രമേ പറയാൻ പാടുള്ളൂ. ഫോർ എക്സാമ്പിൾ എന്ത് ചെയ്യുന്നു, ഇപ്പൊ ഒരാളെ കുറെ പേര് എന്ത് ചെയ്യുന്നു, കുറെ ആളുകൾ ഇങ്ങനെ ഓടിപ്പിക്കാന്ന് ചോദിക്കുക, തല്ലാൻ വേണ്ടി ഓടിക്കുക, മൊബിലിറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാൻ ഇവിടെ ചായ പിടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇയാൾ എന്ത് ചെയ്തു, എന്റെ പുറകെ കൂടെ ഓടി ഇതിൽ കൂടെ പോയി. അപ്പൊ ഇവർ വന്ന് എന്നോട് ചോദിച്ചു, ഇവരെ കണ്ടോന്ന് ചോദിച്ചു. കണ്ടോന്ന് ചോദിക്കുമ്പോൾ വെർച്വൽ എത്തിക്സ് പ്രകാരം എനിക്ക് നുണ പറയാനേ പറ്റില്ല. വെർച്വൽ എത്തിക്സ് പ്രകാരം ഞാൻ എന്ത് ചെയ്യണം, ഇയാൾ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് എനിക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യും, ഞാൻ ഇപ്പൊ ഇയാൾ ഇത് പറയും അയാൾ ഈ വഴിയല്ല ഓടിയത്, വേറെ സ്ഥലത്ത് കൂടെ ഓടിയെന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെയായിരിക്കും നമ്മൾ എല്ലാവരും പറയുക അയാളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ വെർച്വൽ എത്തിക്സ് പ്രകാരം അതും എന്താണ്, ഡിസോണസ്റ്റ് ആണ്. കാരണം അവിടെ വെർച്വൽ എന്താണ്, ഹോണസ്റ്റി എന്നുള്ളതാണ്. അപ്പൊ ഹോണസ്റ്റി എന്ന് പറയുന്ന എത്തിക്സ് എന്താവാൻ പാടില്ല, ഒഴിവാകാൻ പാടില്ല. സോ ഇതാണ് വെർച്വൽ എത്തിക്സ്. ഒരു ക്യാരക്ടർ വെച്ചിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, ജഡ്ജ് ചെയ്യുന്നത്. അപ്പം എന്താണോ ഹ്യൂമൻസിന്റെ ക്യാരക്ടർ, ആ വെർച്യൂസ് എന്ത് ചെയ്യണം, നമ്മൾ എപ്പോഴും നിലനിർത്തി പോകണം എന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ വെർച്വൽ എത്തിക്സ് എന്നുള്ളത് പറയുന്നത്. അപ്പം ഈ വെർച്വൽ എത്തിക്സിൽ ബേസിക്കലി നമ്മൾ എന്താണ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ വാട്ട് കൈൻഡ് ഓഫ് പേഴ്സൺ ഐ ഷുഡ് ബി എന്നുള്ളതിനേക്കാണ് നമ്മൾ കൂടുതൽ നോക്കുന്നത്. അല്ലാതെ വാട്ട് ഷുഡ് ഐ ഡു, ഞാൻ ചെയ്യുന്നതിനെക്കാട്ടും കൂടുതൽ എന്താണ് ഞാൻ എങ്ങനെയുള്ള ഒരാളായി മാറണം എന്നുള്ളതിനെ പറ്റിയാണ് വെർച്വൽ എത്തിക്സ് കൂടുതൽ പറയുന്നത്. നമുക്ക് ആ വെർച്വൽ എത്തിക്സ് എന്താണെന്ന് കുറച്ചുകൂടി പറയുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് മനസ്സിലാവും. അതെങ്ങനെ വന്ന് നമുക്ക് പറയാം. ആദ്യത്തെ ഫസ്റ്റ് തിങ്കർ എന്ന് പറയുന്നത് സോക്രട്ടീസ് ആണ്. സോക്രട്ടീസ് നിങ്ങൾക്ക് അറിയാം ഗ്രീക്ക് ഫിലോസഫർ ആണ്. സോക്രട്ടീസ് ഏതൻസിലാണ് ജനിച്ചിട്ടുള്ളത്, ഫൗണ്ടർ ഓഫ് വെസ്റ്റേൺ ഫിലോസഫി. അല്ലെങ്കിൽ വെസ്റ്റേൺ ഫിലോസഫിന്റെ ഒരു ഒറിജിൻ എന്ന് പറയുന്നത് സോക്രട്ടീസ് വെച്ചിട്ടാണ് തുടങ്ങുന്നത്. ഈ സോക്രട്ടീസ് BC ടൈമിൽ നിങ്ങൾക്ക് ഈ ടൈം പീരീഡ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതേ ഏകദേശം ടൈം പീരീഡൊക്കെ തന്നെയാണ് എന്ത് വന്നിട്ടുള്ളത്, ബുദ്ധ ജനിച്ചിട്ടുള്ളത്, അതുപോലെ തന്നെ ജൈനിസം വരുന്നത് അതേ ടൈം പീരീഡിൽ തന്നെയാണ് ആരും വരുന്നത്. സോക്രട്ടീസിന്റെ ഇതിന്റെ അതേ പാരലായിട്ട് നമുക്ക് എവിടെ കാണാൻ പറ്റും, ഈ ഗ്രീക്കില് സോക്രട്ടീസിനെ കാണാൻ പറ്റും. സോ സോക്രട്ടീസ് ബേസിക്കലി സോക്രട്ടീസിന്റെ ഐഡിയ എന്ന് പറഞ്ഞത് വെർച്വൽ എത്തിക്സിലാണ് സോക്രട്ടീസ് ഇനിഷ്യലി ചെയ്യുന്നത്. ഇതിനെ കംപ്ലീറ്റ്ലി സ്റ്റേബിലൈസ് ചെയ്യുന്നത് പിന്നെ പ്ലേറ്റോയും അതുപോലെ തന്നെ അരിസ്റ്റോട്ടിലും ആണ്. അപ്പൊ വെർച്വൽ എത്തിക്സ് ആണ് പുള്ളി പറയുന്നത്. പുള്ളി പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് എത്തിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ലൈഫ് എന്നുള്ളതിന് ഇമ്പോർട്ടൻസ് ഇല്ല. നമ്മൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ട എവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്ട് ഈസ് ഗുഡ് ലൈഫ് എന്നുള്ളതാണ്. അപ്പം
വാട്ട് കോൺസ്റ്റിറ്റ്യൂട്ട് എ ഗുഡ് ലൈഫ്, ഒരു നല്ല ജീവിതം അല്ലെങ്കിൽ ഒരു ഗുഡ് ലൈഫ് എന്താണെന്നുള്ളതായിരിക്കണം നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. അതിൽ സോക്രട്ടീസിനെ നമുക്ക് എപ്പോഴും കോട്ട് ചെയ്ത് എത്താൻ പറ്റുന്നതാണ്. സോക്രട്ടീസ് എപ്പോഴും ഫോക്കസ് ചെയ്യുന്നത് നോളജിലാണ്. ഓക്കെ, ഒരു നോളജ്ഫുൾ ആയിട്ടുള്ള ഒരു ലൈഫാണ് എന്തെന്ന് പറയുന്നത് ഒരു ഗുഡ് ലൈഫ് എന്ന് പറയുന്നത്. അപ്പൊ നോളജുമായി റിലേറ്റ് ചെയ്യുന്ന ഏത് ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ സംഭവം എന്ത് ചെയ്യാൻ പറ്റും, അവിടെ എഴുതി വെക്കാൻ പറ്റും. സോ ഒബ്ജക്റ്റീവ് ഓഫ് ദ ലൈഫ് അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റീവ് ഓഫ് ലൈഫ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഗുഡ് ലൈഫ് ലീഡ് ചെയ്യുക എന്നുള്ളതാണ്. ഇനി എന്താണ് ഗുഡ് ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നോളജ് ബേസ്ഡ് ആയിട്ടുള്ള ലൈഫ് ആയിരിക്കണം. അതുകൊണ്ടാണ് സോക്രട്ടീസിന്റെ വളരെ ഫേമസ് കോട്ടാണ്, അത് UPSC തന്നെ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റൻ ആണ്, ആൻഡ് അൺഎക്സാമിൻഡ് ലൈഫ് ഈസ് നോട്ട് വർത്ത് ലിവിങ്. സോക്രട്ടീസ് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ ലൈഫിനെ തന്നെ ചോദ്യം ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ ജീവിതം ജീവിക്കുന്ന എന്താണ് അർത്ഥമില്ല, അത് ഒരു നോട്ട് വർത്ത് ലിവിങ് ലൈഫാണ്, അതിനകത്ത് നിങ്ങൾ ജീവിക്കാതിരിക്കുന്നതാണ് എന്റെ അർത്ഥം എന്ന് പറയുന്നത്. അതായത് എന്ത് ചെയ്യണം, സെൽഫ് ക്വസ്റ്റ്യനിങ് ആയിരിക്കണം, നിങ്ങൾ നിങ്ങളുടെ ലൈഫിനെ തന്നെ എന്ത് ചെയ്യണം, ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ടിരിക്കണം. ഇത് essay ആയിട്ടും അതേപോലെ തന്നെ എത്തിക്സിലും പല സമയത്ത് UPSC ചോദിച്ചിട്ടുള്ള കോട്ടാണ്, വളരെ ഫേമസ് ആയിട്ടുള്ള കോട്ടാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. ഓക്കെ, അപ്പൊ വെർച്വൽ എത്തിക്സിന്റെ ഒരു ബിലീഫ് ഐഡിയ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിക്കലി വെർച്വൽ എത്തിക്സ് എപ്പോഴും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് നോളജിലാണ്. അതായത് നോളജ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ആളുകൾ എന്തായിരിക്കും, നല്ല ആക്ഷൻസിലേക്ക് എത്തും എന്നുള്ളതാണ് വെർച്വൽ എത്തിക്സ് പറയുന്നത്. സോ ഫസ്റ്റ് എന്ത് ചെയ്യണം, പീപ്പിൾ ഷുഡ് ഹാവ് എ ട്രൂ നോളജ്. ഫ്രം ട്രൂ നോളജ് ആളുകൾ എന്ത് ചെയ്യും, വെർച്വസ് ലൈഫിലേക്ക് വെർച്വസ് ആക്ഷനിലേക്ക് അത് പോകും എന്നുള്ളതാണ് നോളജ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം ഇവിടെ എന്തുകൊണ്ടായിരിക്കും അപ്പൊ ആളുകൾ റോങ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഫോർ എക്സാമ്പിൾ ഈ സംബഡി ഈസ് ഡൂയിങ് സംതിങ് അൺഎത്തിക്കൽ ആയിട്ടുള്ള ഒരു സാധനം ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അയാൾ എന്തുകൊണ്ടായിരിക്കും ചെയ്യുന്നത്, അയാൾക്ക് അവിടെ ലാക്ക് ഓഫ് നോളജ് അല്ലെങ്കിൽ ഇഗ്നോറൻസ് കൊണ്ടാണ്. ഇഗ്നോറൻസ് ആണ് ആളുകളുടെ ഏറ്റവും വലിയ പ്രോബ്ലം എന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ ഒരാളെ എത്തിക്കൽ ആക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി, ഇഗ്നോറൻസ് മാറ്റിയാൽ മതി. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഒരു കേസ് സ്റ്റഡി എഴുതുന്ന സമയത്ത് നിങ്ങൾ ആലോചിച്ച് നോക്കിക്കേ, ഒരു കേസ് സ്റ്റഡി എഴുതുന്ന സമയത്ത് ഇഫ് ദർ ഇസ് എ കമ്മ്യൂണൽ ക്ലാഷ് ബിറ്റ്വീൻ രണ്ട് കമ്മ്യൂണിറ്റി, രണ്ട് റിലീജിയസ് ഗ്രൂപ്പ് തമ്മിൽ ഒരു കമ്മ്യൂണൽ ക്ലാഷ് ഉണ്ടാവുന്ന സമയത്ത് ഇവിടെ നിങ്ങൾക്ക് എന്ത് ഉപയോഗിക്കാൻ പറ്റും, ഇവിടെ ഈ ഒരു പ്രിൻസിപ്പിൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇഗ്നോറൻസ് ഓഫ് നോളജ് കാരണമാണ് ഇവിടെ കമ്മ്യൂണൽ ക്ലാഷ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ആസ് ആൻ SP വാട്ട് ഷുഡ് ഐ ഡു, ഐ വിൽ കമ്മ്യൂണിക്കേറ്റ്. ആ നോളജ് ഫംഗ്ഷനെ ഞാൻ അവിടെ എന്ത് ചെയ്യും, ആളുകൾക്ക് നോളജ് കൊടുക്കും. ആസ് പെർ ദ സോക്രട്ടീസ് സെഡ് ദാറ്റ് എന്ത് ചെയ്യാൻ പറ്റില്ല, നോളജ് ഇല്ലാത്തത് കൊണ്ടാണ് ആളുകൾ വെർച്വസ് ആവാത്തത് എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാം. ഇങ്ങനെയാണ് നിങ്ങൾ എന്ത് ചെയ്യുക, പല സ്ഥലങ്ങളിലും നിങ്ങൾ എന്ത് ചെയ്യുന്നു, നിങ്ങൾ പഠിച്ച സാധനങ്ങൾ യൂസ് ചെയ്യുക. അല്ലാതെ ഇത് അതേപോലെ തിയറി സോക്രട്ടീസ് എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞാൽ എഴുതി വെക്കലല്ല. ഈ കോൺസെപ്റ്റുകൾ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ ആൻസേഴ്സിലേക്ക് സോക്രട്ടീസിനെ കോട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് എഴുതി വെക്കാൻ പറ്റും എന്നുള്ളതാണ്. സോ ഇവിടെ ആളുകൾ റോങ് ചെയ്യാൻ കാരണം അവർ സ്വയം വിൽഫുൾ ആയിട്ട് ചെയ്യുന്നതല്ല, അവർ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതല്ല. ആസ് പെർ സോക്രട്ടീസ്, സോക്രട്ടീസിനെ സംബന്ധിച്ചോളം ആളുകൾ തെറ്റ് ചെയ്യാൻ കാരണം അവർക്ക് അറിവില്ലായ്മ കൊണ്ടാണ്, ഇഗ്നോറൻസ് കൊണ്ടാണ്. അതുകൊണ്ട് എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വന്തം ആളുകൾ എന്ത് ചെയ്യണം, ക്വസ്റ്റ്യൻസ് ചെയ്യണം എന്നുള്ളതാണ്. അപ്പൊ എന്തുകൊണ്ടാണ് അത് അങ്ങനെ ചെയ്യണം എന്ന് പറയാൻ കാരണം എന്ന് വെച്ചാൽ സോക്രട്ടീസിന്റെ ടൈം നോക്കി കഴിഞ്ഞാൽ മതി. സോക്രട്ടീസ് ആയിരിക്കുന്ന സമയത്ത് ഗ്രീക്കില് ഭയങ്കര മൊണാർക്കിയൽ റൂൾ ഭയങ്കര സ്ട്രോങ്ങും അത് ഭയങ്കര സെൻട്രലൈസ്ഡും അതുപോലെ തന്നെ എന്ത് ചെയ്യാനുണ്ടായിരുന്നില്ല, ക്വസ്റ്റ്യൻ ചെയ്യാനുള്ള അതോറിറ്റി ഉണ്ടായിരുന്നില്ല. അപ്പൊ സോക്രട്ടീസിനെ ശരിക്കും ജയിലിൽ അടയ്ക്കുന്നത് യങ്സ്റ്റേഴ്സിന്റെ മൈൻഡിനെ കറപ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ടാണ്. കാരണം യങ്സ്റ്റേഴ്സിനോട് സോക്രട്ടീസ് പറയുന്നത് നിങ്ങൾ ചിന്തിക്കാനാണ് പറയുന്നത്. അപ്പൊ നിങ്ങൾ ചിന്തിക്കാൻ എന്ന് പറഞ്ഞു എന്ന് പറയുന്നത് എന്താണ്, അതായത് ഇപ്പോൾ ഉള്ള സിസ്റ്റത്തിനെതിരെ ക്വസ്റ്റ്യൻ ചെയ്തു തുടങ്ങണം എന്നുള്ളതാണ് പറയുന്നത്. അതിനർത്ഥം നിങ്ങൾ യങ്സ്റ്റേഴ്സിന്റെ മൈൻഡിനെ കറപ്റ്റ് ചെയ്തു എന്നുള്ളത് പറഞ്ഞിട്ടാണ് സോക്രട്ടീസിനെ കൊല്ലുന്നത്. ഓക്കെ, വിഷം കൊടുത്തിട്ടാണ് സോക്രട്ടീസിനെ കൊല്ലുന്നത്. അപ്പൊ ബേസിക്കലി കോൺസെൻസ് ഓഫ് ലോ എന്ന് പറയുന്ന ഐഡിയ, സോക്രട്ടീസിന്റെ ലോയുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഐഡിയ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സോക്രട്ടീസ് ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിലും ആളുകൾ എന്ത് ചെയ്യണം, ഇവിടെ ലോയും, ഇവിടെ നിങ്ങൾക്ക് നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നില്ലേ, ലോയും അതേപോലെ തന്നെ എത്തിക്സും തമ്മിൽ കോൺഫ്ലിക്റ്റ് ആവുന്ന സമയം അപ്പൊ എന്ത് ചെയ്യണം, ഒരു സിവിൽ സർവന്റ് എന്ന് ചോദിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സോക്രട്ടീസിനെ കോട്ട് ചെയ്ത് നിങ്ങൾക്ക് പറയാൻ പറ്റും. ഹി എംഫസൈസ് ദാറ്റ് ഇൻഡിവിജ്വൽ മസ്റ്റ് ഫോളോ ഇന്നർ മോറൽ കോമ്പസ്. എന്ത് ചെയ്യണം, അതായിരിക്കണം ഫോക്കസ് ചെയ്യേണ്ടത്. അല്ലാതെ എന്ത് ചെയ്യണ്ട, ബൈൻഡ്ലി ഒബേ ദി അൺജസ്റ്റ് ലോ. അൺജസ്റ്റ് ലോ അൺജസ്റ്റ് ആണ് എന്നുണ്ടെങ്കിൽ അത് ബ്ലൈൻഡ് ആയിട്ട് എന്ത് ചെയ്യേണ്ട കാര്യമില്ല, നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട കാര്യമില്ല. നമ്മൾ എന്ത് ചെയ്താൽ മതി, അത് കൃത്യമായിട്ട് നമ്മുടെ ഇന്നർ മോറൽ എത്തിക്സിനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് എന്നുള്ളത് ആര് പറഞ്ഞിട്ടുണ്ട്, സോക്രട്ടീസ് പറഞ്ഞിട്ടുണ്ട്. സോ ആ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമായിരുന്നു, ആ ആൻസറിന് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇന്റർപ്രറ്റ് ചെയ്യാം. ഇനി ട്രൂ മൊറാലിറ്റി കംസ് ഫ്രം ദ റീസൺ ആൻഡ് കോൺസെപ്റ്റ്സ് നോട്ട് എക്സ്റ്റേണൽ അതോറിറ്റി. നമ്മുടെ ഉള്ളിലുള്ള റീസണിൽ നിന്നാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, മൊറാലിറ്റി ആക്ച്വലി ജനിക്കുന്നത് എന്നുള്ളതാണ് സോക്രട്ടീസ് പറയുന്നത്. അതേപോലെ തന്നെ പബ്ലിക് ഡ്യൂട്ടിയുടെ സമയത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് മൊറാലിറ്റി, ജസ്റ്റിസ് ആൻഡ് മോറൽ കണ്ടക്ട് ആർ ഹയസ്റ്റ് ഡ്യൂട്ടീസ് ഓഫ് മാൻ എന്നാണ് സോക്രട്ടീസ് പറഞ്ഞത്. ആളുകൾ എന്ത് ചെയ്യണം, മോറൽ കണ്ടക്ട്, എത്തിക്കൽ, വെർച്യൂസിന്റെ തുടക്കമാണ് കേട്ടോ, വെർച്യൂ എത്തിക്സിന്റെ തുടക്കമാണ് സോക്രട്ടീസ്. വെർച്യൂ എത്തിക്സ് കംപ്ലീറ്റ്ലി വന്നിട്ടില്ല, പക്ഷെ പുള്ളി എന്ത് ചെയ്യുന്നത്, നോളജ് മാത്രമാണ് എന്ത് ചെയ്യുന്നത്, വെർച്യൂ ആയിട്ട് ആര് ഐഡന്റിഫൈ ചെയ്തിട്ടുള്ളൂ, സോക്രട്ടീസ് ഐഡന്റിഫൈ ചെയ്തിട്ടുള്ളൂ. അപ്പൊ നോളജ് ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ് എന്നുള്ളതാണ് സോക്രട്ടീസ് പറയുന്നത്. സോ ഹി ഹെൽഡ് ദാറ്റ് ഗുഡ് ലൈഫ് ഈസ് വൺ ഓഫ് ദി ദാറ്റ് സ്ട്രൈവ് ഫോർ ജസ്റ്റിസ്, ട്രൂത്ത്, കോമൺ ഗുഡ്. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു, കോമൺ ഗുഡിനും ജസ്റ്റിസ്, ട്രൂത്ത്, അതുപോലെ പേഴ്സണൽ കോസ്റ്റ് എന്താണ് ഇത് പ്രൊട്ടക്ട് ചെയ്യുന്നതാണ് വെർച്വസ് ലൈഫ്.
അല്ലെങ്കിൽ എന്താണ് ഗുഡ് ലൈഫ് എന്ന് പറയുന്നത്? ഗുഡ് ലൈഫ്. ഇപ്പൊ നമ്മൾ ഫസ്റ്റ് ഭാഗം ഒരു ക്വസ്റ്റൻ ഉണ്ടായിരുന്നില്ലേ, ആദ്യത്തെ ദിവസത്തെ ക്വസ്റ്റൻ ഉണ്ടായിരുന്നു, ഫസ്റ്റ് പാർട്ടിന് എന്തായിരുന്നു? ഹൗ എത്തിക് പ്രൊമോട്ട് ഗുഡ് ലൈഫ് എന്നായിരുന്നു ആദ്യത്തെ ക്വസ്റ്റ്യൻ. അത് UPSC PYQ ക്വസ്റ്റൻ ആണ്. നിങ്ങൾക്ക് ഇവിടുത്തെ ആൻസർ കണ്ടില്ലേ? ഇതേ ആസ്പെക്ട്സ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സോക്രട്ടീസിനെ കോട്ട് ചെയ്തിട്ട് അവിടെ ആൻസറിലേക്ക് ചെയ്യാൻ പറ്റുന്നുള്ളതാണ്. സോ സോക്രട്ടീസിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആസ്പെക്ട്സ്, ഈ ഓൾവേസ് വാണ്ടഡ് ടു ക്വസ്റ്റ്യൻ ഹിംസെൽഫ്. ഓരോരുത്തരുടെ സെൽഫ് ആക്ഷൻസ് എന്ത് ചെയ്തോണ്ടിരിക്കണം, സെൽഫ് ഇന്റർപ്രിട്ടേഷൻ ചെയ്യണം എന്നുള്ളതാണ്. ഇപ്പൊ നേരത്തെ ഞാൻ ഓൾറെഡി പറഞ്ഞു, അൺഎക്സാമിൻഡ് ലൈഫ് ഈസ് നോട്ട് വർത്ത് ലിവിംഗ് എന്നുള്ളത്. സോ സെൽഫ് ഇൻട്രോസ്പെക്ഷനിലാണ് സോക്രട്ടീസ് എന്ത് ചെയ്തത്, കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. ഓൺ ആക്ഷൻസ് ആൻഡ് മോട്ടീവ്സ് എന്ത് ചെയ്യുക, ചെയ്തുകൊണ്ടിരിക്കുക. ഇയാൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇയാൾ ഈ യങ്സ്റ്റേഴ്സിനോട് തിങ്ക് ചെയ്യാൻ പറഞ്ഞ സമയത്ത് കോർട്ടിൽ കൊണ്ടുപോയ സമയത്ത് ഇദ്ദേഹത്തിന്റെ വിചാരണ, ബേസിക്കലി ഇത് ഒന്നും റിട്ടേൺ ഡോക്യുമെന്റ് ഇല്ല. ഈ റിട്ടേൺ ഡോക്യുമെന്റ് ഇതെല്ലാം എഴുതിയിരിക്കുന്നത് പുള്ളിന്റെ അന്നത്തെ സ്റ്റുഡൻസ് ആണ്, പ്ലാറ്റോ. അപ്പൊ പ്ലേറ്റോ ആണ് എന്ത് ചെയ്യുന്നത്, പിന്നീട് ഇതെല്ലാം ഇതിനെപ്പറ്റി വിശദീകരിക്കുന്നത്. അതല്ല സോക്രട്ടീസിന്റെ സമയത്ത് സോക്രട്ടീസ് എഴുതിയതായിട്ടുള്ള യാതൊരു എവിഡൻസും കാര്യങ്ങളും നമ്മളിൽ ഇല്ല. അപ്പം അതുകൊണ്ട് തന്നെ വളരെ കുറച്ച് നോളജ് നമുക്ക് സോക്രട്ടീസിനെ പറ്റി ഉള്ളൂ കേട്ടോ. അപ്പൊ സോക്രട്ടീസിനെ ആക്ച്വലി കോർട്ടിൽ കൊണ്ടുപോയിട്ട് കോർട്ടിൽ എന്ത് ചെയ്യുന്നു, കോർട്ടിൽ വിധി പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, നിങ്ങൾ യങ്സ്റ്റേഴ്സിന്റെ മൈൻഡ് കറപ്റ്റ് ചെയ്തതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യാം, ക്യാപിറ്റൽ പണിഷ്മെന്റ് ആണ്, കൊല്ലാനാണ് തീരുമാനം. അപ്പൊ ഇവർക്ക് എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, സോക്രട്ടീസിന് വേണമെന്നുണ്ടെങ്കിൽ മാപ്പ് പറഞ്ഞിട്ട് ഇതിൽ നിന്ന് ഒഴിവാകാം. മാപ്പ് പറയാൻ പറഞ്ഞു. സോക്രട്ടീസ് പറഞ്ഞു, ഞാൻ മാപ്പ് പറയില്ല, എന്താണോ ശിക്ഷ ആ ശിക്ഷ ഞാൻ ഏറ്റെടുക്കും. ഇവിടെ വലിയൊരു ഇമ്പോർട്ടന്റ് ഫാക്ടർ എന്താണെന്നുള്ളത്, ഈവൻ ദ ലോ അൺജസ്റ്റ് ആയിരുന്നെങ്കിലും സോക്രട്ടീസ് എന്ത് ചെയ്തിട്ടില്ല, ലോ വയലേറ്റ് ചെയ്യാൻ വേണ്ടി നിന്നിട്ടില്ല. ആ ലോയിലേക്ക് സോക്രട്ടീസിന് വേണമെങ്കിൽ അവിടുന്ന് രക്ഷപ്പെട്ടു പോയായിരുന്നു. പക്ഷെ സോക്രട്ടീസ് എന്ത് ചെയ്തു, അത് കംപ്ലീറ്റ്ലി അത് തന്നെ നിന്നിട്ട് ആ ലോ എന്താണോ ആ ലോ ബൈൻഡിങ് ആയിട്ട് എടുക്കുക കൂടിയാണ് സോക്രട്ടീസ് ഇവിടെ ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പൊ ഈവൻ ലോ അൺജസ്റ്റിസ് ആയിട്ടും ലോ ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സോക്രട്ടീസ് എന്ത് ചെയ്തിട്ടില്ല, മുന്നോട്ട് പോയിട്ടില്ല. അപ്പം ഇത് ബേസിക്കലി സോക്രട്ടീസ് എന്ത് ചെയ്യുന്നുണ്ട്, സ്റ്റേറ്റിൽ ഇയാള് ഡെമോക്രസീനെ ഒന്നും സപ്പോർട്ട് ചെയ്യുന്നൊന്നുമില്ല കേട്ടോ. കാരണം എന്താ വെച്ചാൽ അന്ന് മൊണാർക്കാണ്, ഇനീഷ്യൽ തോട്ടാണ്, ഡെമോക്രസീനെ ഒന്നും സപ്പോർട്ട് ചെയ്യാനായിട്ടില്ല. പിന്നീട് അങ്ങോട്ടാണ് ഡെമോക്രാറ്റിക് പ്രിൻസിപ്പിൾസ് ഒക്കെ വരുന്നത്. അപ്പൊ ഇനിഷ്യലി ഡെമോക്രസി ഇല്ല, മൊണാർക്ക് തന്നെ മതി. പക്ഷെ എന്ത് ചെയ്യാൻ പാടില്ല, മൊണാർക്ക് റിലീജിയസ് ആവാൻ പാടില്ല. മൊണാർക്കും ഗോഡും തമ്മിൽ എന്ത് ചെയ്യണം, ഡിറ്റാച്ച് ചെയ്യണം എന്നുള്ള ഐഡിയാസ് ഒക്കെ സോക്രട്ടീസ് ഇനിഷ്യലി പറയുന്നുണ്ട്. സോ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് എത്തിക്സിന് ഇവിടെ വേണ്ട എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈവൻ എന്താണ് അൺഎക്സാമിൻഡ് ലൈഫ്സ് വെർത്ത് ലിവിംഗ് അല്ല. അതുപോലെ തന്നെ എന്ത് ചെയ്യണം, നോളജ് ആണ് ഏറ്റവും വലിയ വെർച്യു. ആ നോളജ് ഇല്ലാത്തതാണ്, ഇഗ്നോറൻസ് ആണ് ആളുകളെ റോങ്ങിലേക്ക് നയിക്കുന്നത്. സോ ഇഗ്നോറൻസ് മാറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആളുകൾ വെർച്യൂസ് ആവും. അപ്പൊ റൈറ്റ് ക്യാരക്ടറിലായിരിക്കണം ഒരാളുടെ ഫോക്കസ് ചെയ്യേണ്ടത്. ഈവൻ എന്ത് ചെയ്യണം, അൺജസ്റ്റ് ലോ ആണെങ്കിൽ മോറൽ കോമ്പസ് ആണ് ഫോക്കസ് ചെയ്യേണ്ടതെന്ന് സോക്രട്ടീസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും സോക്രട്ടീസ് വരെ എന്താണ് ചെയ്തിട്ടുള്ളത്, ആ ലോ ഫോളോ ചെയ്യാണ് ചെയ്തിട്ടുള്ളത്. ഇപ്പൊ നമുക്ക് ഇതിനകത്ത് എക്സാമ്പിൾസ് നോക്കുവാണെങ്കിൽ, ഇൻഡിവിജ്വൽ ലെവലിൽ നിങ്ങൾ നോക്കുവാണെങ്കിൽ, ട്രൂ നോളജ് ഈസ് ദ ബേസിസ് ഓഫ് എത്തിക്കൽ ലൈഫ് എന്നുള്ളത്. ഒരു ഗുഡ് ലൈഫ് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ നോളജ് കൃത്യമായിരിക്കണം. അതിന്റെ കുറവാണ് ശരിക്കും നമ്മൾ ഗുഡ് ലൈഫ് ഇല്ലാത്തത്. നിങ്ങൾ നോക്കിക്കേ, ഇന്നത്തെ സൊസൈറ്റിയിലുള്ള സൂപ്പർസ്റ്റിഷൻ, അല്ലെങ്കിൽ ഫ്യൂഡൽ മൈൻഡ് സെറ്റ്, ഫേക്ക് ന്യൂസ്, മിസ് ഇൻഫർമേഷൻ, അല്ലെങ്കിൽ പ്രാക്ടീസസ് ലൈക്ക് മ്യൂട്ടിലേഷൻസ്, ഫേക്ക് ന്യൂസ്, ഇതൊക്കെ എന്താണ്, ബേസിക്കലി നമുക്ക് ലാക്ക് ഓഫ് നോളജിന്റെ ഭാഗമായിട്ട് നമുക്ക് എന്ത് ചെയ്യുന്നതാണ്, നമുക്ക് അറിവില്ലായ്മന്റെ ഭാഗമായിട്ട് നമ്മൾ ചെയ്യുന്നതാണ്. അപ്പൊ ഈ നോളജ് ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ ഇവിടെ എന്ത് ചെയ്യാം, നമ്മൾ ബെറ്റർ ആയേനെ എന്നുള്ളതാണ് സോക്രട്ടീസ് പറയുന്നത്. അപ്പം അല്ലെങ്കിൽ സൊസൈറ്റി ലെവലിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇന്ത്യ ടുഡേ റാങ്ക്സ് 122 and 180 ഇൻ ദ ഫ്രീഡം ഓഫ് പ്രസ് ഇൻഡെക്സ്. അതിന്റെ അർത്ഥം എന്താണ്, നമ്മൾ തന്നെ എക്സാമിൻ ചെയ്യുന്നില്ല എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. അത് ഫ്രീഡം ഇൻഡെക്സിൽ, പ്രസ് ഫ്രീഡം ഇൻഡെക്സിൽ താഴോട്ട് വരുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, നമ്മളെ തന്നെ സൊസൈറ്റിനെ എക്സാമിൻ ചെയ്യുന്നില്ല. വിച്ച് വിൽ ലീഡ് ടു ഇഗ്നോറൻസ്. ഇഗ്നോറൻസ് ആയ സൊസൈറ്റിയിൽ എന്തായിരിക്കില്ല, എത്തിക്സ് ഉണ്ടാവില്ല, എത്തിക്കലായിരിക്കില്ല. അത് മാറണം, ഇഗ്നോറൻസ് മാറണം എന്നുള്ളതാണ് സോക്രട്ടീസ് പറയുന്നത്. നെക്സ്റ്റ് പ്ലേറ്റോ ആണ്. പ്ലേറ്റോന്റെ നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആസ്പെക്ട്സ് എന്ന് പറയുന്നത്, പ്ലേറ്റോ ആസ് ഐ ഓൾറെഡി ടോൾഡ് സോക്രട്ടീസിന്റെ സ്റ്റുഡന്റ് ആണ്, അതുപോലെ തന്നെ ടീച്ചർ ഓഫ് അരിസ്റ്റോട്ടിൽ ആണ്. അതാണ് പ്ലേറ്റോന്റെ ഇമ്പോർട്ടൻസ്. പ്ലേറ്റോ ആണ് സോക്രട്ടീസിന്റെ ലൈഫിൽ കുറെ കാര്യങ്ങൾ പറയുന്നത്. ഈ പൊളിറ്റിക്കൽ ഫിലോസഫിന്റെ ഫാദർ എന്നറിയപ്പെടുന്നത് പ്ലേറ്റോനെയാണ്, പൊളിറ്റിക്കൽ ഫിലോസഫി ഓഫ് എന്ന് പറയുന്നത്. സോ ഒരു ഇലാബറേറ്റീവ് വ്യക്തമായുള്ള ഒരു തിങ്കിങ് ഒക്കെ വരുന്നത് പ്ലേറ്റോന്റെ സമയം കൊണ്ടാണ്. സോ പ്ലേറ്റോ ആക്ച്വലി ഫോക്കസ് ചെയ്യുന്നത് ഈ പറഞ്ഞ പോലെ വെർച്യു എത്തിക്സ് കംപ്ലീറ്റ്ലി എന്ത് ചെയ്യാണ്, കാർഡിനൽ വാല്യൂ ഓഫ് വെർച്യു എത്തിക്സ് ആണ് എന്ത് ചെയ്യുന്നത്, ബേസിക്കലി പ്ലേറ്റോ മുന്നോട്ട് വെക്കുന്നത്. സോക്രട്ടീസ് ആകെ നോളജ് മാത്രമേ വെച്ചുള്ളൂ. ഇദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്, ആ വെർച്വൽ എത്തിക്സിനെ വലുതാക്കുന്നുണ്ട്. കുറച്ചുകൂടി എന്ത് ചെയ്യുന്നു, കുറച്ചുകൂടി വേർഡ്സുകൾ കൊണ്ടുവന്നിട്ട് വലുതാക്കുകയാണ് പിന്നീട് ചെയ്യുന്നത്. സോ ഇയാൾ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ജസ്റ്റിസ് എക്സിസ്റ്റ് വെൻ എവറി ഇൻഡിവിജ്വൽ പെർഫോം ദെയർ അപ്രോപ്രിയേറ്റ് റോൾ വിത്തൗട്ട് ഇന്റർഫിയറിംഗ് അതേഴ്സ് റോൾ. അതായത് ഓരോ ആളുകൾക്കും ഓരോ റോൾ ഉണ്ട്. ആ റോള് കൃത്യമായിട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി സൊസൈറ്റിയിൽ ജസ്റ്റിസ് വന്നോളൂ. അപ്പൊ സൊസൈറ്റിയിൽ 3 തരം ആളുകളാണ് പ്ലേറ്റോ പറയുന്നത്. ഒന്ന് റൂളേഴ്സ് ഉണ്ട്. അവരെങ്ങനെയായിരിക്കണം, അവരുടെ വിസ്ഡം വെച്ചായിരിക്കണം അവർ റോൾ പെർഫോം ചെയ്യേണ്ടത്. സോൾജിയേഴ്സ് എന്ത് ചെയ്യണം, കറേജ് വെച്ചിട്ടായിരിക്കണം. കറേജ് എന്നൊക്കെ പറയുന്നത് എന്താണ്, വെർച്യൂസ് ആണ് കേട്ടോ, കറേജ്, വിസ്ഡം. അതേപോലെ തന്നെ ഇവരെന്ത് ചെയ്യണം, ബേസിക്കലി ആർട്ടിഷ്യൻസും പ്രൊഡ്യൂസേഴ്സ് എന്ത് ചെയ്യണം, അവർ മോഡറേറ്റ് ആയിട്ട് ബിഹേവ് ചെയ്യണം. ഇതിന് രണ്ടിനെ ബാലൻസ് ചെയ്തിട്ട് വേണം ഇവരെന്ത് ചെയ്യേണ്ടത്, വിസ്ഡവും കറേജും ബാലൻസ് ചെയ്തിട്ട് വേണം ഇവരെന്ത് ചെയ്യേണ്ടത്, പെർഫോം ചെയ്യേണ്ടത്. അപ്പൊ ജസ്റ്റിസ് എന്ന് പറയുന്ന സൊസൈറ്റിയിൽ എല്ലാ ആളുകളും ഹാർമണി ആയിട്ട് പ്രവർത്തിക്കുമ്പോഴാണ് ജസ്റ്റിസ് ഉണ്ടാവുക. സെയിം വേ നമുക്ക് ഇവിടെയൊക്കെ എവിടെയൊക്കെ യൂസ് ചെയ്യാം,
വെനെവർ സൊസൈറ്റിയിൽ കോൺഫ്ലിക്റ്റ് ഉണ്ടാവുമ്പം സൊസൈറ്റിയിൽ ജസ്റ്റിസ് ഉണ്ടാവില്ല. സോ ഈ ഒരു ഹാർമണിയസ് സൊസൈറ്റി അല്ലെങ്കിൽ അവിടെ ഇൻജസ്റ്റിസ് ആയിരിക്കും സൊസൈറ്റി എന്ന രീതിയിൽ നമുക്ക് ആൻസേഴ്സ് എഴുതാൻ പറ്റും. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റിസ് എന്ന് പറയുന്ന ആസ് പെർ പ്ലേറ്റോ എന്താണ്, ദർ ഇസ് എ ഹാർമണി എമോങ് ദ ഡിഫറെന്റ് ക്ലാസസ് വിച്ച് ഇസ് റൂളിംഗ് ക്ലാസ്, സോൾജേഴ്സ് ആൻഡ് പ്രൊഡ്യൂസേഴ്സ് ഫോർ പ്ലേറ്റോ. നമ്മൾ എഴുതുമ്പോൾ എന്ത് ചെയ്യാം, നമുക്ക് അത് വീണ്ടും ഇലാബറേറ്റ് ചെയ്ത് നമുക്ക് വേറെ ആളുകളൊക്കെ ആഡ് ചെയ്യാം. ഓക്കെ, സോ എന്ത് ചെയ്യാം, എല്ലാ സാധനങ്ങളും ഇവരെല്ലാവരും ഈക്വൽ ആയിട്ട് കോൺട്രിബ്യൂട്ട് അവരുടെ റോൾ പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ സൊസൈറ്റിയിൽ ജസ്റ്റിസ് വരുന്നതാണ് പ്ലേറ്റോ പറയുന്നത്. അതുകൊണ്ടാണ് പ്ലേറ്റോ എന്ത് ചെയ്യുന്നത് കണ്ടില്ലേ, എല്ലാത്തിനും എന്ത് ചെയ്യുന്നു, നമ്മൾ ലവ് എന്ന് പറയുന്നത് കറേജസ് ആയിട്ടുള്ള ആക്ടുകൾ, ഭക്തി, ഡിവോഷൻ, വിസ്ഡം, ഇതെല്ലാം കറേജസ് എന്നാണ്, വെർച്യൂസ് ആണ്. സോ വെർച്യൂസ് ഇട്ട് എന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി സൊസൈറ്റിയിൽ ജസ്റ്റിസ് ഉണ്ടാവും എന്നുള്ളതാണ് പ്ലേറ്റോന്റെ വ്യൂ പോയിന്റ് കേട്ടോ. അതേപോലെ തന്നെ ഒരാള് ഹ്യൂമൻ സോളിന് 3 പാർട്ട് ഉണ്ടെന്നാണ് പ്ലേറ്റോ പറയുന്നത്. ഒരു സോള് എന്ന് പറയുന്നത് 3 പാർട്സ് അടങ്ങിയതാണ്. അപ്പം ഒന്നാമത്തെ പാർട്ട് എന്ന് പറയുന്നത് റാഷണൽ ആണ്, റീസൺ ചെയ്യാം. ഹ്യൂമൻ സോളിന് എന്ത് ചെയ്യാൻ പറ്റും, റീസൺ ചെയ്യാൻ പറ്റും, റാഷണാലിറ്റി ഉണ്ട്. അതേപോലെ തന്നെ സ്പിരിറ്റഡ് ആയിരിക്കും, അതായത് അതിനൊരു വിൽ പവർ ഉണ്ടാവും. സോളിനൊരു വിൽ പവർ ഉണ്ടാവും. നമ്മളൊരു കാര്യം ചെയ്യണം തീരുമാനിച്ചു കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റുക എന്ന് പറയുന്ന വിൽ പവർ ആണ് നമ്മുടെ. സോ ഇത് കറേജ് ആണ്. അതേപോലെ തന്നെ നമുക്ക് അപ്പറ്റൈറ്റ് ഉണ്ട്. ഈ അപ്പറ്റൈറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി നമ്മുടെ ബേസിക് ഡിസയേഴ്സ് ആണ്. അത് നമുക്ക് ഫുഡ് കഴിക്കണം, വെള്ളം കുടിക്കണം, അല്ലെങ്കിൽ നമുക്ക് എന്താണ് ബേസിക് നീഡ്സ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ. ഇപ്പൊ നമ്മുടെ ലവ് നീഡ്സ്, സെക്ഷൽ നീഡ്സ്, ഫുഡ്, ഇതൊക്കെ എന്താണ് ബേസിക് നീഡ്സ് ആണ്. ദീസ് ആർ അപ്പറ്റൈറ്റീവ്. ഇതിനകത്ത് വെർച്വു അറൈസ് ചെയ്യുന്നത് എവിടുന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ റീസൺസിൽ നിന്നും കറേജിന്റെ സപ്പോർട്ട് കൂടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ വെർച്വു വരുന്നത്. അതായത് റീസൺ എന്തായിരിക്കണം, കറക്റ്റ് ആയിരിക്കണം. അതേപോലെ തന്നെ റീസൺ ഉണ്ടായ പോലെ കറേജസ് ഉണ്ടാവണം. ഇത് എന്തായാലും എല്ലാ ആളുകൾക്കും ഉണ്ടാവും. പക്ഷെ ഇത് എക്സ്ട്രീം ആവാൻ പാടില്ല. ഇത് കൂടുതലാണ് എന്നുണ്ടെങ്കിൽ റീസണെ ബാധിക്കും, അതുപോലെ കറേജിനെ ബാധിക്കും. അപ്പം നമ്മളെ ബേസിക് ആയിട്ടുള്ള അപ്പറ്റൈറ്റ് നീഡ്സ് എന്തായിരിക്കണം, ഇത് മോഡറേറ്റ് ലെവൽ ആയിരിക്കണം. ഇത് ഒരുപാട് കൂടാൻ പാടില്ല. അതായത് ആവശ്യത്തിന് മാത്രം ഫുഡ്, അത് ഒരുപാട് ഡിസയർ, മെറ്റീരിയലിസ്റ്റിക് ഡിസയേഴ്സ് ഉണ്ടാവാൻ പാടില്ല. മെറ്റീരിയലിസം എന്തായിരിക്കണം, മോഡറേഷൻ ആയിരിക്കണം. ദാറ്റ് മീൻസ് വാണ്ട്സ് നമുക്ക് വേണ്ട, നീഡ്സ് മാത്രം സാറ്റിസ്ഫൈ ചെയ്താൽ മതി. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ എന്തായിരിക്കും, സൊസൈറ്റിയിലെ സ്പിരിറ്റ് എന്ത് ചെയ്യും, റാഷണൽ ആയിട്ട് എത്തിക്കലായിട്ട് ബിഹേവ് ചെയ്യും എന്നുള്ളതാണ് പ്ലേറ്റോന്റെ വ്യൂ പോയിന്റ് പറയുന്നത്. സോ റാഷണൽ ആയിരിക്കണം, സ്പിരിറ്റഡ് ആയിരിക്കണം, ദാറ്റ് മീൻസ് റീസൺ ഉണ്ടായിരിക്കണം, കറേജസ് ആയിരിക്കണം, ഇത് രണ്ടും ഹൈ ആയിരിക്കണം. അതേപോലെ തന്നെ എന്താ, ഡിസയേഴ്സ് മോഡറേറ്റ് ആണ് എന്നുണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് ഒരു വെർച്വസ് ആയിട്ടുള്ള ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ എന്നാണ് ആര് പറയുന്നത്, പ്ലേറ്റോ പറയുന്നത്. അപ്പം ഇൻജസ്റ്റിസ് വരുന്ന എവിടെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലോവർ ഇൻസ്റ്റിക്ട് എന്ന് പറയുന്ന അപ്പറ്റേറ്റീവ് ആണ്. അതായത് അപ്പറ്റേറ്റീവ് ഡൊമിനേറ്റിംഗ് റാഷണൽ ആൻഡ് സ്പിരിറ്റിനെ ഡൊമിനേറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ഇൻജസ്റ്റിസ് വരും. അത് നമ്മുടെ മെറ്റീരിയലിസം കൂടിക്കഴിഞ്ഞാൽ, അപ്പൊ പ്രസന്റ് സൊസൈറ്റിയിലേക്ക് ഇതൊന്ന് കണക്ട് ചെയ്ത് നോക്കിക്കേ. പ്രസന്റ് സൊസൈറ്റി ഈസ് മെറ്റീരിയലിസ്റ്റിക് സൊസൈറ്റി. അപ്പൊ ഇവിടെ കൂടുതൽ എന്താണ്, നമ്മൾ ഒരു സാധനം മേടിക്കുന്നു. ഫോർ എക്സാമ്പിൾ നമ്മൾ മൊബൈൽ ഫോൺ iPhone 17 വരുമ്പോൾ നമ്മൾ iPhone 17 മേടിക്കുന്നു. ബേസ്ഡ് ഓൺ റാഷണാലിറ്റി ആണോ? അല്ല. നമുക്കത് മേടിക്കാനുള്ള വിൽ പവർ ഉണ്ടോ, മേടിക്കാതിരിക്കാനുള്ള വിൽ പവർ ഉണ്ടോ, അല്ലെങ്കിൽ നമുക്കത് അനലൈസ് ചെയ്യാനുള്ള കറേജ് ഉണ്ടോ? അതുമില്ല. സോ നമ്മളിവിടെ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് എന്താണ്, നമ്മുടെ ഡിസയേഴ്സിനാണ്. സോ ഓട്ടോമാറ്റിക്കലി ഈ സൊസൈറ്റിയിൽ ഇൻജസ്റ്റിസ് ഉണ്ടാവും. സൊസൈറ്റിയിൽ എന്തുണ്ടാവും, ഇവിടെ എന്തൊക്കെ ഇൻജസ്റ്റിസ് ആണ് ഐഫോൺ മേടിക്കുന്നതുകൊണ്ട് ഉണ്ടാവുന്നത്? വെറുതെ ഇപ്പൊ മൈൻഡ്ലെസ് ബൈയിങ് ആകുമ്പോൾ എൻവയോൺമെന്റൽ പ്രോബ്ലംസ് ഉണ്ടാവും, അല്ലെ? ഓവർ യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ് ഉണ്ടാവും. അതുപോലെ ഇൻഇക്വാലിറ്റി വളരെയായിട്ട് കൂടും. അപ്പൊ ഇങ്ങനെയുള്ള ഓരോ പ്രോബ്ലംസും നമുക്ക് ഇവിടെ കാണാൻ പറ്റും. അപ്പം ഈ വാല്യൂസിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഡിസയേഴ്സിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഇൻജസ്റ്റിസ് ആയിരിക്കും സൊസൈറ്റി എന്നാണ് പ്ലേറ്റോയുടെ വ്യൂ പോയിന്റിൽ പ്ലേറ്റോ പറയുന്നത്. അപ്പം പ്ലേറ്റോയുടെ വ്യൂ പോയിന്റ് ഓഫ് വെർച്യൂസ് അതാണ്. അതേപോലെ തന്നെ ഒരു കോൺസെപ്റ്റ് ഓഫ് ഫിലോസഫർ കിങ് ആണ്. അതായത് പ്ലേറ്റോ എന്ത് പറയുന്നത്, ഒരു റൂളർ എങ്ങനെയായിരിക്കണം എന്നുള്ളതും പ്ലേറ്റോ പറയുന്നുണ്ട്. അപ്പം ഒരു റൂളറിന് എന്തൊക്കെ വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾ വിസ്ഡം ഉണ്ടായിരിക്കണം. വൺ ഓഫ് ദ ഇമ്പോർട്ടന്റ് വെർച്യൂ ആണ് പ്ലേറ്റോനെ സംബന്ധിച്ചോളം. വിസ്ഡം ഉണ്ടായിരിക്കണം. അതേപോലെ തന്നെ എന്താണ്, വെർച്യൂസ് ആയിരിക്കണം, ലവ് ഫോർ ദ ട്രൂത്ത് ആൻഡ് ഫിറ്റ് ടു റൂൾ. സോ എ പേഴ്സൺ ഹു ഈസ് ഹാവിംഗ് വിസ്ഡം, വെർച്യൂ ആൻഡ് ലവ് ഫോർ ദ ട്രൂത്ത് ആണ് ഫിറ്റ് റൂൾ എന്നാണ് ആര് പറയുന്നത്, പ്ലേറ്റോ പറയുന്നത്. അപ്പം ഒരു കിങ് ഒരേ സമയത്ത് എന്തായിരിക്കണം, ഫിലോസഫറും ആയിരിക്കണം. അതേപോലെ തന്നെ ഒരു കിങ്ങിനെ പോലെ ഡിസിസീവ് ആയുള്ള ഡിസിഷൻ എടുക്കാൻ പറ്റണം. നിങ്ങൾക്ക് ഇതേ തോട്ട് പോയിന്റ് തന്നെ പറഞ്ഞ വേറൊരാൾ ഇന്ത്യയിലുണ്ട്. അയാളുടെ പേരാണ് കൗടില്യ. അർത്ഥശാസ്ത്രയിൽ പറഞ്ഞത് എ കിങ് ഷുഡ് ബി എ ഫിലോസഫർ കിങ് എന്ന് പറഞ്ഞ സെയിം കോൺസെപ്റ്റ് തന്നെയാണ്. കിങ് എന്തായിരിക്കണം, ഒരേ സമയത്ത് ഫിലോസഫർ ആയിരിക്കണം. ഫിലോസഫർ എന്ന് പറയുമ്പോൾ എന്തായിരിക്കണം, അയാൾക്ക് ഒരുപാട് നോളജ് ഉണ്ടായിരിക്കണം. ആളുകൾ എന്ത് ചെയ്യണം, ലവ് ആൻഡ് പാഷനോടുകൂടി ആളുകളെ കാണാൻ പറ്റണം. ആളുകൾക്ക് ജീവിതത്തിൽ എന്ത് ചെയ്യണം, ഒരു ഐഡിയോളജി കൊടുക്കാൻ പറ്റണം. പക്ഷെ കിങ്ങിനെ പോലെ ഡിസിസീവ് ആയിരിക്കണം, പെട്ടെന്ന് ഡിസിഷൻ എടുക്കണം, ആക്റ്റീവ് ആയിരിക്കണം. അപ്പൊ ഇത് എന്ത് ചെയ്യണം, ഇത് രണ്ടിന്റെ ഒരു മിക്സ് ആണ് ഒരു റൂളറിന് വേണ്ടത്. ഇതേ പ്രസന്റ് സൊസൈറ്റിയിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ കൈൻഡ് ഓഫ് കോൺസെപ്റ്റുകൾ വെച്ചിട്ട് നമ്മൾ ഫിലോസഫർ കിങ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് നിങ്ങൾക്ക് ആൻസേഴ്സിൽ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഫിലോസഫർ കോമൺ ഇൻട്രസ്റ്റ്, കിങ് എപ്പോഴും എന്താണ്, കോമൺ ഗുഡിനും കോമൺ ഇൻട്രസ്റ്റിനും വേണ്ടിയിട്ടാണ് വർക്ക് ചെയ്യുക. ഓർഡിനറി റൂളേഴ്സ് എന്ത് ചെയ്യും, അവരുടെ സെൽഫ് ഇൻട്രസ്റ്റിനായിരിക്കും വർക്ക് ചെയ്യുക. ഇപ്പം ഒരു കറപ്റ്റഡ് കേസ് സ്റ്റഡീസിൽ
ഒക്കെ വരുന്ന സമയത്ത് ഒരു മിനിസ്റ്റർ കറപ്റ്റഡ് ആവുമ്പം നമുക്ക് ഈ ഫിലോസഫർ കിങ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് അവിടെ ഇംപ്ലിമെന്റ് ചെയ്യാം. എന്നിട്ട് പറയാം ഇതെന്താണ് ഒരു ഓർഡിനറി ഇതെന്താണ് സെൽഫ് ഇൻട്രസ്റ്റിന് വേണ്ടി ഒരു മന്ത്രി അയാളുടെ ആക്ഷൻസ് ചെയ്യുന്ന സമയത്ത് അത് എന്തിലേക്കാണ് ബാധിക്കുന്നത്? അത് യഥാർത്ഥത്തിൽ അയാൾ എന്തല്ല, ഹീസ് നോട്ട് ഫിറ്റ് ടു റൂൾ ആസ് പെർ പ്ലേറ്റോ ഓഫ് ഫിലോസഫർ ഓഫ് കിങ് ആയിരിക്കണം എന്നാണ് പറയുന്നത് എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കറക്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം ഗവർണൻസ് മസ്റ്റ് ബി ബേസ്ഡ് ഓൺ നോളജ് നോട്ട് മിയർലി പവർ എന്നുള്ളതാണ് പറയുന്നത്. സോ ഇയാൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിക്കലി ആളുകൾക്ക് എല്ലാവർക്കും ഇഷ്ടം അവരുടെ ഒരു കംഫർട്ട് സോണിൽ ജീവിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അയാൾ അതിനെ വിളിക്കുന്നത്, പ്ലേറ്റോ വിളിക്കുന്നത് ഡെൻ ഓഫ് ഇഗ്നോറൻസ് എന്നാണ്. ഇതൊരു കേവ് അനോളജിയാണ്. അതായത് ആളുകൾ എന്താണ്, ഒരു കേവ് പോലെയാണ്. കേവിന്റെ ഉള്ളിൽ എന്താണ്, അന്നത്തെ കാടാണ്, അന്നത്തെ പഴയ കാലഘട്ടത്തെയാണ് പറയുന്നത്. കേവിന്റെ ഉള്ളിൽ ഇവരെന്തായിരിക്കും? സേഫ് ആയിരിക്കും. അപ്പൊ ആളുകൾക്ക് ഒരിക്കലും എന്ത് ചെയ്യണമെന്നില്ല, പുറത്ത് വരണമെന്നില്ല. ദിസ് ഈസ് അവർ their comfort zone. It is the duty of teacher to push forcefully out of the cave and show them the reality. യഥാർത്ഥത്തിൽ എന്താണ് അവർ ഈ കേവ് അനോളജി വെച്ച് പറയുന്ന പോലെ തന്നെ മനുഷ്യന്മാരെന്താണ്, ബ്രെയിനിൽ എന്താണ്, അവരുടെ തോട്ടിൽ എന്താണ്? ഇഗ്നോറൻസ് ആണ്. ഈ ഇഗ്നോറൻസ് കാരണം അവർ ആ കംഫർട്ട് സോണിൽ തന്നെ നിൽക്കാനാണ് അവർ താല്പര്യപ്പെടുന്നത്. ഫോർ എക്സാമ്പിൾ ഹെട്രോസെക്ഷുവാലിറ്റി ആൻഡ് ഹോമോസെക്ഷുവാലിറ്റി. ഹെട്രോസെക്ഷുവാലിറ്റിയിൽ ബിലീവ് ചെയ്യുന്ന ആളുകൾ വിശ്വസിക്കുന്നത് ഹെട്രോസെക്ഷുവാലിറ്റി ആണ് കറക്റ്റ്, ഇത് മാത്രമേ നേച്ചർ ഉള്ളൂ. ഹോമോസെക്ഷുവാലിറ്റി ഈസ് എഗെയിൻസ്റ്റ് ദ നേച്ചർ. അപ്പൊ ഇതിനെപ്പറ്റി പഠിക്കാനോ ഇതിനെപ്പറ്റി അറിയാനോ ഇതിന്റെ റെസ്പോൺസ് എന്താണെന്ന് അറിയാനോ ഇവരൊരിക്കലും തയ്യാറാവില്ല. ഇവരെന്തായിരിക്കും? ദേ വിൽ ബി ഇഗ്നോറന്റ്. ദേ ആർ ഇഗ്നോറന്റ് ഓഫ് ദിസ് പർട്ടിക്കുലർ ഇൻഫർമേഷൻ. ഇത് നാച്ചുറൽ ആണ് എന്നുള്ളത് എന്ത് ചെയ്യില്ല, അവർ പഠിക്കില്ല. അപ്പൊ ഓട്ടോമാറ്റിക്കലി ഇത് ആരുടെ ഡ്യൂട്ടിയാണ്? ഇനി ടീച്ചേഴ്സും ഫിലോസഫേഴ്സും ഒക്കെ എന്ത് ചെയ്യണം? ഇവരെ പുഷ് ചെയ്തിട്ട് ദേ ഷുഡ് മേക്ക് ദം അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഹോമോസെക്ഷുവാലിറ്റി ഈസ് ഓൾസോ പാർട്ട് ഓഫ് എന്താണ്, സെക്ഷൽ സ്പെക്ട്രത്തിൽ വരുന്നതാണ് എന്ന് പഠിപ്പിച്ചു കൊടുക്കേണ്ടത് ഒരു ടീച്ചറിന്റെ ഡ്യൂട്ടിയാണ്. സോ ഇവിടെ എല്ലാ ആളുകളും എന്ത് ചെയ്യും? അവരുടെ കംഫർട്ട് സോണിലായിരിക്കും നിൽക്കാൻ വേണ്ടി താല്പര്യപ്പെടുക. ഇറ്റ് ഈസ് ദ ഡ്യൂട്ടി ഓഫ് ദ ടീച്ചർ ടു മേക്ക് ദം ബ്രിങ് ദം ഔട്ട് ആൻഡ് ഷോ ദ ലൈറ്റ് എന്നുള്ളതാണ് ആര് പറയുന്നത്? പ്ലേറ്റോ പറയുന്നത്. സോ വെയിൽ ഓഫ് ഇഗ്നോറൻസ് വേറെ കോൺസെപ്റ്റ് ആണ്. ഇഗ്നോറൻസ് എന്ത് ചെയ്യണം? ഡെൻ ഓഫ് ഇഗ്നോറൻസിൽ നിന്ന് എന്ത് ചെയ്യണം? നിങ്ങൾ ഓരോ ആളുകളെയും പുറത്തു കൊണ്ടുവരണം എന്നാണ് പ്ലേറ്റോ പറയുന്നത്. ആൻഡ് പ്ലേറ്റോ ആൻഡ് ഫൈനലി കോൺട്രിബ്യൂട്ടിംഗ് ദ കാർഡിനൽ വാല്യൂസ് ഓഫ് വെർച്യൂസ്. സോ ദീസ് ആർ വെരി ഇമ്പോർട്ടന്റ് 4 കാർഡിനൽ വാല്യൂസ് ആണ്. ഈ 4 വാല്യൂസിനാണ്, ഈ 4 വെർച്യൂസിനാണ് എന്ത് ചെയ്യുന്നത്? പ്ലേറ്റോ വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അപ്പൊ നിങ്ങളുടെ ആൻസേഴ്സിന് പലപ്പോഴും നിങ്ങൾക്ക് എന്ത് ചെയ്യും? എത്തിക്സ് നിങ്ങൾ ഓരോ വാല്യൂസ് എഴുതുമ്പോൾ നിങ്ങൾ വെറുതെ വിസ്ഡം, കറേജ്, ടെമ്പറൻസ്, ജസ്റ്റിസ് എന്ന് എഴുതി പോവാണ് പലപ്പോഴും ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി നിങ്ങൾ ആൻസേഴ്സ് എഴുതുമ്പോൾ നിങ്ങൾ ആൻസേഴ്സിൽ എന്ത് ചെയ്യാം? നിങ്ങൾക്ക് കാർഡിനൽ വാല്യൂ ഓഫ് വെർച്യൂ പ്ലേറ്റോ ആസ്പെക്ട് വിസ്ഡം, കറേജ്, ജസ്റ്റിസ്, ടെമ്പറൻസ് ആണ്. ഒരു സിവിൽ സർവന്റ് എന്തൊക്കെ ആയിരിക്കണം, ഒരു സിവിൽ സർവന്റ് എന്തൊക്കെ വാല്യൂസ് പ്രൊട്ടക്ട് ചെയ്യണം എന്നുള്ള ചോദ്യം വരുമ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് ഒരു പോയിന്റ് എന്താണ്? കാർഡിനൽ വാല്യൂസ് ഓഫ് വെർച്യൂസ് എന്ത് ചെയ്യാൻ പറ്റണം? ഒരു സിവിൽ സർവന്റ് ആയിരിക്കണം. ലൈക്ക് വിസ്ഡം, കറേജ് ഇതൊക്കെ ഫോളോ ചെയ്യണം. ഈ രീതിയിലേക്ക് നിങ്ങളുടെ ആൻസേഴ്സിനെ നിങ്ങൾക്ക് അപ്ലിഫ്റ്റ് ചെയ്യാൻ പറ്റണം. ഓക്കെ, അപ്പം പ്ലേറ്റോ എന്ത് ചെയ്യുന്നുണ്ട്? 4 ഫണ്ടമെന്റൽ വാല്യൂസ് ആണ് പ്ലേറ്റോ ബേസിക്കലി പ്രൊവൈഡ് ചെയ്യുന്നത്. ഒരാൾ എന്ത് ചെയ്യണം? ഒരു ജസ്റ്റ്ഫുൾ ആയുള്ള സൊസൈറ്റി അല്ലെങ്കിൽ ജസ്റ്റ്ഫുൾ ആയുള്ള ഒരു ഇൻഡിവിജ്വൽ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ഈ കാർഡിനൽ വാല്യൂസ് എന്തായാലും ഫോളോ ചെയ്തിരിക്കണം. അതിൽ ഫസ്റ്റ് വാല്യൂ നിങ്ങൾക്ക് ഓൾറെഡി ഞാൻ പറഞ്ഞു, വിസ്ഡം. വിസ്ഡം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞില്ല, റൂളർ എന്തായിരിക്കണം? വിസ്ഡം ഉള്ളതായിരിക്കണം. സോ വാട്ട് ഈസ് ബേസിക്കലി റൂളർ? വിസ്ഡം എന്ന് പറയുന്നത് നോളജ് ആൻഡ് ഗുഡ് ജഡ്ജ്മെന്റ്സ് ആണ്. റൂളേഴ്സ് ആണ് കൂടുതൽ എന്താണ് വിസ്ഡം കൊണ്ട് ഗൈഡ് ചെയ്യേണ്ടത്. അവർ ഡിസിഷൻ മേക്കിംഗ്, ദാറ്റ് മീൻസ് ദ പ്രസന്റ് സൊസൈറ്റി വരുമ്പോൾ സിവിൽ സർവൻസ് എന്ത് ചെയ്യണം? വിസ്ഡം ഉണ്ടായിരിക്കണം. അതേപോലെ മന്ത്രിമാർക്ക് അല്ലെങ്കിൽ എന്ത് ചെയ്യണം? എക്സിക്യൂട്ടീവ്സിന് എന്ത് ചെയ്യണം? വിസ്ഡം ഉണ്ടായിരിക്കണം. എസ് പിക്ക് എന്താണ്? വിസ്ഡം വേണം. അപ്പം നല്ല നോളജും അതേപോലെ തന്നെ ഗുഡ് ജഡ്ജ്മെന്റും എടുക്കുക എന്നുള്ളതാണ് വിസ്ഡത്തിലൂടെ പ്ലേറ്റോ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇപ്പോഴത്തെ പ്രസന്റ് റെലവൻസ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ റാഷണൽ ഡിസിഷൻ മേക്കിംഗ്, എവിഡൻസ് ബേസ്ഡ് പോളിസി മേക്കിംഗ് വേണം എന്നുണ്ടെങ്കിൽ വിസ്ഡം ഉള്ള ഒരു സിവിൽ സർവന്റ് മാത്രമേ അത് എടുക്കാൻ പറ്റുള്ളൂ. ആൻഡ് രണ്ടാമത്തെ ഏറ്റവും വലിയ ഇമ്പോർട്ടന്റ് കാർഡിനൽ വാല്യൂ ആണ് കറേജ്. കറേജ് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞല്ലേ, ബ്രേവറി, മോറൽ സ്ട്രെങ്ത് എന്ന് പറഞ്ഞു. കറേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അർത്ഥം? പേടിയില്ലാത്ത അവസ്ഥ എന്നുള്ളതാണോ? നമ്മൾ ഓൾറെഡി ഞാൻ ഡിസ്കസ് ചെയ്തു തോന്നുന്നു. കറേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? പേടിയില്ലാത്ത അവസ്ഥയല്ല. പേടി ഉണ്ടായിട്ടും ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്? അത് ചെയ്യാൻ വേണ്ടി ഞാൻ എടുക്കുന്ന വിൽ പവറിനെയാണ് നമ്മൾ കറേജ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോ ഒരു ടെററിസ്റ്റിനെ കൊല്ലാൻ പോകുമ്പോൾ ഈ പട്ടാളക്കാർക്ക് പേടിയില്ല എന്നുള്ളതാണ് എന്റെ അർത്ഥം. അവർക്ക് നല്ല പേടി ഉണ്ടാവും, പക്ഷെ ഇറസ്പെക്റ്റീവ് ഓഫ് ദെയർ ഫിയർ അവരെന്ത് ചെയ്യുന്നു? ആ ആക്ഷൻ മുന്നോട്ട് എടുക്കുന്നതിനെയാണ് നമ്മൾ കറേജ് എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് അബൌട്ട് എ മോറൽ സ്ട്രെങ്ത്. ഇത് ബേസിക്കലി ആർക്കാണ്? പ്ലേറ്റോ പറയുന്ന ആർക്കാണ് വേണ്ടത്? ഈ ഗാർഡ് ചെയ്യുന്ന ആളുകൾക്ക്, അതായത് പട്ടാളക്കാർക്കും മിലിറ്ററിക്കാർക്കൊക്കെയാണ് കറേജ് കൂടുതൽ വേണ്ടതെന്നാണ് പ്ലേറ്റോ മറ്റേ സൊസൈറ്റിന്റെ ഒരു ഹാർമണിക്ക് വേണ്ടി പറയുന്നത്. ഇന്നത്തെ സൊസൈറ്റിയിൽ എന്താണ്? എല്ലാവർക്കും കറേജസ് വേണം. അവരെന്ത് ചെയ്യണം? ഇപ്പൊ ഫോർ എക്സാമ്പിൾ, പീപ്പിൾ ഷുഡ് ആക്ട് അഗെയിൻസ്റ്റ് കറപ്ഷൻ, ഇൻജസ്റ്റിസിനെതിരെയൊക്കെ സംസാരിക്കാൻ ഇറസ്പെക്റ്റീവ് ഓഫ് ഫിയർ എന്ത് ചെയ്യണം? അത് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ധൈര്യം അവർ കാണിക്കണം. അത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വെർച്വസ് വാല്യൂസ് ആണ്. അതുപോലെ ടെമ്പറൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബേസിക്കലി നമ്മളുടെ ബാലൻസിന് എന്ത് ചെയ്യുക? നമ്മൾ
സെൽഫ് കൺട്രോൾ ആയിട്ട് മോഡറേറ്റ് ചെയ്ത് എന്ത് ചെയ്യുക, കാര്യങ്ങൾ ചെയ്യുക. ടെമ്പറൻസ് എന്ത് ചെയ്യുക, നമ്മൾ ടെമ്പർമെന്റ്, നമ്മൾ കൂടുതൽ ദേഷ്യപ്പെടാതെ നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ ഇമോഷൻസ് നമ്മൾ കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ്, ബാലൻസ് കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ ഗ്രീഡിനെ നമ്മൾ കൺട്രോൾ ചെയ്യുക, ഇമ്പാർഷ്വാലിറ്റിനെ കൺട്രോൾ, ഇതൊക്കെ എന്താണ്, നമ്മൾ ഇമ്പാർഷ്യൽ ആയിട്ട് ഇരിക്കുക എന്ന് പറയുന്നത് ടെമ്പറൻസ് ആണ്. ദെൻ ജസ്റ്റിസ് എപ്പോഴാണ് വരുന്നത്, ഇതെല്ലാം കൂടിയിട്ട് നമ്മൾ എന്തിൽ വരും, ഇതെല്ലാം ഈ മോഡറേഷൻ ഇതെല്ലാം കൂടിയിട്ട് ഹാർമണിയിൽ വരുമ്പോഴാണ് എന്ത് വരും, ഓട്ടോമാറ്റിക്കലി ജസ്റ്റിസ് വരും. സോ വിസ്ഡം, കറേജ്, ടെമ്പറൻസ് ഫോളോ ചെയ്ത് കഴിഞ്ഞാലാണ് ജസ്റ്റിസ് വരിക. അപ്പൊ ജസ്റ്റിസുമായി റിലേറ്റ് ചെയ്യുന്ന ഏത് ക്വസ്റ്റ്യൻസിലും നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാൻ പറ്റും, ഈ പ്രിൻസിപ്പിൾസ് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ വിസ്ഡം, കറേജ്, ടെമ്പറൻസ് ഒരു സൊസൈറ്റിയിൽ ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി ആ സൊസൈറ്റിയിൽ ജസ്റ്റിസ് വരും. ജസ്റ്റിസ് മീൻസ് നത്തിങ് ബട്ട് ഹാർമണി ഓഫ് ഡിഫറെന്റ് റോൾസ്. ആളുകൾ എല്ലാവരും എന്ത് ചെയ്യുന്നു, അവരുടെ റോൾസ് വളരെ ഭംഗിയായിട്ട് ചെയ്യുമ്പോഴാണ് ജസ്റ്റിസ് വരിക. അപ്പൊ ജസ്റ്റിസിന് ഇമ്പോർട്ടൻസ് എന്താ, പ്രസൻസ് ഓഫ് ഫെയർനെസ് കൊടുക്കണം, ഈക്വാലിറ്റി കൊടുക്കണം, അതുപോലെ ഇൻക്ലൂസീവ് ഗവർണൻസ് ഒക്കെ ജസ്റ്റിസിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. സോ ഇത്രയാണ് പ്ലേറ്റോന്റെ മേജർ കോൺസെപ്റ്റ്. പ്ലേറ്റോന്റെ മേജർ കോൺസെപ്റ്റിൽ മേജർ ആയിട്ടുള്ള കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് എന്താണ്, ദിസ് കാർഡിനൽ വാല്യൂസ് ഓഫ് വെർച്യൂസ് ആണ്. സോ ഈ വെർച്യൂസ് നിങ്ങൾ എന്ത് ചെയ്യണം, പഠിക്കണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ചില സമയത്ത് UPSC ഡയറക്റ്റ് ആയിട്ട് ഇത് തന്നെ ചോദിച്ചിട്ടുണ്ട്, എന്താണ് കാർഡിനൽ വാല്യൂസ് ഓഫ് വെർച്യൂസ് എന്നുള്ള രീതിയിൽ തന്നെ UPSC ഡയറക്റ്റ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. അതിന് പുറമെ എന്ത് ചെയ്യേണ്ടി വരും, നിങ്ങൾക്ക് പല ആൻസേഴ്സിൽ ഈ പ്രിൻസിപ്പിൾസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളതാണ്. ഇത്രയും സാധനങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക, പ്ലേറ്റോന്റെ ഭാഗത്തുനിന്ന് പഠിക്കുക. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ള അരിസ്റ്റോട്ടിലാണ്. അരിസ്റ്റോട്ടിൽ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു പ്ലേറ്റോന്റെ സ്റ്റുഡന്റ് ആണ് ബേസിക്കലി അരിസ്റ്റോട്ടിൽ എന്ന് പറയുന്നത്. സോ അരിസ്റ്റോട്ടിൽ ചെയ്യുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എഡ്യൂമോണിയ എന്ന് പറയുന്ന ഒരു പ്രിൻസിപ്പിൾ ആണ്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എഡ്യൂമോണിയ പ്രിൻസിപ്പിൾ ആണ് അരിസ്റ്റോട്ടിൽ വിശ്വസിക്കുന്നത്. എഡ്യൂമോണിയ മീൻസ് എന്താണ്, നമ്മൾ നമ്മുടെ ലൈഫിന് വേണ്ടിയിട്ട് എന്താണ്, കൂടുതൽ ഹാപ്പിനെസ്, സന്തോഷം ലൈഫിൽ കണ്ടെത്തുക, ഒരു ഹാപ്പിനെസ് ലൈഫ് ഉണ്ടാവുക എന്നുള്ളതാണ് എഡ്യൂമിയ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ എഡ്യൂമിയ എന്ന് പറയുന്നത് ബേസിക്കലി അർത്ഥമാക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരാൾക്ക് നമ്മുടെ ബെസ്റ്റ് ലൈഫ് കണ്ടീഷൻസ് അല്ലെങ്കിൽ ഹാപ്പി ആയിട്ടുള്ള ഒരു ലൈഫ് കണ്ടീഷൻസ് അച്ചീവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തായിരിക്കണം, ആ ലൈഫിൽ നമ്മൾ സെൻസ് ഓഫ് വെർച്യൂസ് എപ്പോഴും ഫോളോ ചെയ്തിരിക്കണം, മൊറാലിറ്റി ഫോളോ ചെയ്യണം. അങ്ങനെയാവുമ്പോൾ മാത്രമേ എഡ്യൂമിക് ലൈഫ് ആവുള്ളൂ. എഡ്യൂമിയ വരുന്ന ലൈഫിൽ എന്താണ്, എഡ്യൂമിയ പ്രിൻസിപ്പിൾ ഫോളോ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യുക. അതിനകത്ത് നമ്മൾ എന്ത് ചെയ്യണം, ഓണസ്റ്റ് ആയിട്ടിരിക്കുക. അതിൽ വെർച്യൂസ് ആയിട്ടുള്ള നേരത്തെ കണ്ടിട്ടുള്ള വിസ്ഡം, അതുപോലെ തന്നെ കറേജ്, അതേപോലെ തന്നെ നമ്മൾ ജസ്റ്റിസ്, ഇതുപോലെയുള്ള ടെമ്പറൻസ്, ഇതൊക്കെ എന്ത് ചെയ്യാം, നമ്മൾ കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും, അവിടെ ലൈഫ് ബിക്കം എഡ്യൂമിയ പോലെ എഡിമോണിയയിൽ ആക്കി വരും. സോ എഡ്യൂമോണിയ പ്രിൻസിപ്പിൾസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പൊ നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾസ് ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പാരന്റ് എന്തായിരിക്കും, ഇഫ് നിങ്ങളൊരു പാരന്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചിൽഡ്രനെ എന്ത് ചെയ്യണം, നല്ല ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ആ ചിൽഡ്രനെ പ്രൊവൈഡ് ചെയ്യണം. പക്ഷെ അതേപോലെ തന്നെ എന്ത് ചെയ്യണം, നിങ്ങളൊരു ഡോക്ടർ കൂടി ആയിരിക്കും. അപ്പൊ ഒരേ സമയം ഒരു മനുഷ്യന് മോഡേൺ സൊസൈറ്റിയിൽ പല റോൾ ഉണ്ടാവും. ഞാനൊരു പാരന്റും ആയിരിക്കും, ഞാൻ അതേപോലെ തന്നെ ഡോക്ടറും ആയിരിക്കാം. അപ്പൊ ഞാനൊരു പാരന്റ് ആണെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം, ഈ സൊസൈറ്റിയിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് കൊടുക്കുന്നത് നല്ല ബെസ്റ്റ് പാരന്റ് കൊടുക്കണം. അത് ഡോക്ടർ ആണെങ്കിൽ ഏറ്റവും അടിപൊളിയായിട്ട് പേഷ്യൻസ് നോക്കണം. സിവിൽ സർവന്റ് ആണെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം, ഏറ്റവും ബെസ്റ്റ് ആയിട്ട് സിവിൽ സർവീസിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യണം. ഇങ്ങനെ എല്ലാവരും വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ സൊസൈറ്റിയിൽ ഓട്ടോമാറ്റിക്കലി ജസ്റ്റിസ് വരും, ഓട്ടോമാറ്റിക്കലി എന്ത് വരും, വെൽഫെയർ ഓഫ് ദ സൊസൈറ്റി പ്രൊട്ടക്ട് ചെയ്യുന്നതാണ് പറയുന്നത്. ഇനി ഈ വെർച്യൂസ് പറയുന്നുണ്ടെങ്കിലും നേരത്തെ കാർഡിനൽ വാല്യൂസ് ഓഫ് വെർച്യൂസ് പറഞ്ഞില്ലേ, ഈ വെർച്യൂസിനകത്ത് ഇയാൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇയാൾ പറയുന്നത് വെർച്യൂസ് വളരെ ഇമ്പോർട്ടന്റ് ആണ് കീപ്പ് ചെയ്യേണ്ടത്. പക്ഷേ ഇവിടെ വെർച്യൂസ് വളരെ ഇമ്പോർട്ടന്റ് ആണ് കീപ്പ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിലും ഈ വെർച്യൂസ് കീപ്പ് ചെയ്യുന്ന സമയത്ത് നമുക്ക് തോന്നിയ പോലെ വെർച്യൂസിന്റെ എക്സ്ട്രീം എന്ന് പറയുന്നത് നല്ലതല്ല. അപ്പൊ അവിടെയാണ് അരിസ്റ്റോട്ടിൽ ഒരു പ്രിൻസിപ്പിൾ കൊണ്ടുവരുന്നത്, ഗോൾഡൻ മീൻ പ്രിൻസിപ്പിൾസ്. ഈ ഗോൾഡൻ മീൻ പ്രിൻസിപ്പിൾ നമുക്ക് സെയിം ആയിട്ട് കാണാൻ പറ്റുന്ന ഒരു ഏരിയ ആണ് ബേസിക്കലി ബുദ്ധിസത്തില് മധ്യാഹ്ന മാർഗം എന്ന് നമ്മൾ പറയുന്നില്ലേ. സോ ബുദ്ധിസത്തിന്റെ മിഡിൽ പാത്ത് അത് തന്നെയാണ് ഈ ഗോൾഡൻ മീൻ പ്രിൻസിപ്പിൾസ്. സോ ഇവർ തമ്മിൽ വലിയ ബന്ധങ്ങളൊന്നുമില്ല, ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കോൺടാക്ട് ഒന്നും ആക്ച്വലി ഉണ്ടായിട്ടില്ല. പക്ഷെ നമുക്ക് എപ്പോഴും കാണാൻ പറ്റും വെസ്റ്റേൺ ഫിലോസഫിന്റെ അതേ ഒരു കൗണ്ടർ പ്രോഡക്റ്റ് ഈ മഹാന്മാർ ഒരേപോലെ ചിന്തിച്ചു എന്ന് പറയില്ലേ, ആ ഒരു സംഭവമാണ് ഇവിടെ. നമുക്ക് ചിലപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരേപോലെ ചിന്തിക്കും, വേറൊരാളോ അതേപോലെ ചിന്തിക്കാറില്ല. അതേപോലെ തന്നെ എന്ത് ചെയ്യുന്നു, ഏകദേശം അതേ ടൈം പീരീഡിൽ തന്നെ ഇതേ ഫിലോസഫീസ് ഒക്കെ തന്നെ ഇന്ത്യയിൽ എന്ത് ചെയ്യുന്നുണ്ട്, വേറെ പേരിൽ അറിയപ്പെടുന്നുണ്ട്. ഇന്ത്യയിൽ അതിനെ മധ്യാഹ്ന മാർഗം അല്ലെങ്കിൽ മിഡിൽ പാത്ത് എന്നൊക്കെ നമ്മൾ വിളിക്കും. അത് അരിസ്റ്റോട്ടിൽ പറഞ്ഞപ്പോൾ അത് ഗോൾഡൻ മീൻ ആയി. ബേസിക്കലി രണ്ടും എന്താണ്, ഒന്ന് തന്നെയാണ്. എന്ത് ചെയ്യണം, എല്ലാത്തിന്റെയും മോഡറേഷൻ ആയിരിക്കണം. രണ്ട് എക്സ്ട്രീമിൻസും എന്ത് പോകുന്നത് എന്താണ്, നല്ലതല്ല. ഫോർ എക്സാമ്പിൾ എല്ലാ വെർച്യൂ എന്ത് ചെയ്യണം, ബാലൻസ്ഡ് മീൻ, ഗോൾഡൻ മീൻ എന്ന് പറയുന്നത് അതിന്റെ മീനിലായിരിക്കണം, സെൻട്രലായിരിക്കണം, മീനിലായിരിക്കണം. അതേപോലെ തന്നെ ആ വെർച്യൂ എന്ന് പറയുന്നത് മീനിങ് ആണ്, അത് മീനാണ്. അതായത് ബാലൻസ് എന്ന് പറയുന്നത് എന്താണ് വെർച്യൂ, എല്ലാ വെർച്വൽ ക്യാരക്ടറിന്റെയും സെൻട്രൽ വരിക, മീൻ ആയിട്ട് ഇരിക്കുക അല്ലെങ്കിൽ അതിന്റെ ആവറേജ് എടുക്കുക എന്ന് പറയുന്നതാണ് ഏറ്റവും നല്ല വെർച്യൂ. അതിന്റെ എക്സ്ട്രീം എന്ന് പോകുന്നത് വൈസസ് ആണ്. എന്ന് പറഞ്ഞാൽ എന്താണ്, അത് അൺഎത്തിക്കലായിരിക്കും, അത് റോങ് ആണ്. അതൊരിക്കലും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. ഇപ്പൊ കറേജിന്റെ പുള്ളി പറയുന്നുണ്ട്, കറേജിന്റെ ഒരറ്റം എന്താണ്, ഒന്നുകിൽ നമ്മൾ എന്ത് ചെയ്യും, വെറും പേടിത്തൊണ്ടനായി മാറാം, അത് കറേജിന്റെ ഒരു എക്സ്ട്രീം ആണ്, അതും നല്ലതല്ല. എന്നാൽ നമ്മൾ ഭയങ്കര അഹങ്കാരിയായിട്ട് മാറാം. കറേജിൽ എന്ത് ചെയ്യാം, നമുക്ക് ബേസിക്കലി കറേജസ് ഉള്ള ആളുകൾ എന്ത് ചെയ്യും, എക്സ്ട്രീം കറേജാണ്. അയാൾ എന്ത് ചെയ്യും, അയാൾക്ക് ആരെയും പേടിയില്ല, ആരോടും ഒരു
ഒരു ഡൗൺ ടു എർത്ത് തിങ്കാതിയിൽ എല്ലാവരും അറഗന്റ് ആയിട്ട് മാറുന്നു. സോ റെക്ലെസ്നെസ്സും നല്ലതല്ല, കോഡീസും നല്ലതല്ല. ഇതിന്റെ രണ്ടിന്റെ നടുക്കാണ് എന്ത് വരുന്നത്, കറേജ് എന്ന് പറയുന്ന വാല്യൂ വരുന്നത്. അപ്പൊ ഇതിനെ മോഡറേറ്റ് ചെയ്യാനാണ് നമ്മൾ പഠിക്കേണ്ടത്. അപ്പൊ വാല്യൂസ് പറയുമ്പോൾ ഹോണസ്റ്റി എന്ന് പറയുമ്പോൾ എക്സ്ട്രീം ഹോണസ്റ്റി നല്ലതാണോ? അല്ല. എന്നാൽ ഒട്ടും ഓണസ്റ്റ് അല്ല എന്ന് പറയുന്നതും നല്ലതല്ല. അപ്പൊ ഓണസ്റ്റിന്റെ സെന്റർ ആണ് എന്ന് ഓണസ്റ്റി എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഓണസ്റ്റി എന്ന് പറയുമ്പോൾ എപ്പോഴും സത്യം പറയാന്നുള്ളത് മാത്രമല്ല, നമ്മൾ സിറ്റുവേഷൻ അനുസരിച്ച് ചില സമയത്ത് നുണ പറയേണ്ടത്. നേരത്തെ ഞാൻ പറഞ്ഞു, ഒരു മൊബിലിറ്റിന്റെ കാര്യത്തിൽ ചിലപ്പോൾ നുണ പറയേണ്ടി വരും. പക്ഷെ ഇവിടെ എന്ത് ചെയ്യേണ്ടി വരും? അത് വെച്ചിട്ട് എപ്പോഴും നുണ പറയുന്ന ആമല്ല. അപ്പൊ ഓണസ്റ്റ് ആയിരിക്കുക എന്ന് പറയുന്നത് സെൻട്രലാണ്. ദാറ്റ് ഈസ് ഗോൾഡൻ മീൻ പ്രിൻസിപ്പിൾ. സോ എന്ത് കാര്യത്തിന്റെയും ഗോൾഡൻ മീൻ, നമുക്കിപ്പം എന്തെങ്കിലും ഒരു കോൺഫ്ലിക്ട് വരുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം? അരിസ്റ്റോട്ടലിനെ കോട്ട് ചെയ്തിട്ട് അരിസ്റ്റോട്ടിൽ വി ഷുഡ് ഫോക്കസ് ഓൺ ദി ഗോൾഡൻ മീൻ എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ ആൻസറിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. സോ ഇങ്ങനെയുള്ള കോൺഫ്ലിക്ട് സിറ്റുവേഷനിൽ നിങ്ങൾക്ക് അരിസ്റ്റോട്ടലിനെ ഉപയോഗിക്കാം. നിങ്ങൾക്ക് അതല്ല എന്നുണ്ടെങ്കിൽ ബുദ്ധനെ ഉപയോഗിക്കാം, മധ്യാഹ്ന മാർഗം ഉപയോഗിക്കാം. രണ്ടും ഉപയോഗിച്ചാലും കുഴപ്പമില്ല. പക്ഷെ എല്ലാ ആൻസറിലും ബുദ്ധനെ ഉപയോഗിക്കുന്നതിനെക്കാട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അരിസ്റ്റോട്ടലിന്റെ ഗോൾഡൻ മീൻ തന്നെ ഉപയോഗിക്കാം. ഇനി ഇതൊക്കെ UPSC ചോദിച്ചിട്ടുള്ള ഏരിയാസ് ആണ് കേട്ടോ. അതായത് എത്തിക്സിൽ ആക്ച്വലി UPSC ചോദിക്കാതായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പോലും ബാക്കിയില്ല. സിലബസിലെ ഓരോ വേർഡിൽ നിന്നും UPSC ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞു. അപ്പം ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും? ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഇനി റിപ്പീറ്റ് ചെയ്യാന്നല്ലാതെ ഇനി എന്ത് ചെയ്യാൻ പറ്റില്ല? UPSCക്ക് പുതിയ ക്വസ്റ്റ്യൻസ് അതിന്റെ സെന്റൻസുകൾ മാറ്റുക എന്നുള്ളത് മാത്രം അതാണ് UPSC ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ അതിന്റെ ലെങ്ത് കൂട്ടുക എന്നുള്ളതാണ് UPSC ചെയ്യുന്നത്. ഇപ്പൊ അടുത്ത ജനറോസിറ്റി എന്ത് ചെയ്യാം? ജനറോസിറ്റി എന്ന് പറയുന്നത് എന്ത് ചെയ്യണം? എല്ലാം മിഡിൽ ആയിരിക്കണം. ജനറോസിറ്റി എന്ന് പറയുന്നത് എല്ലാവർക്കും എന്ത് ചെയ്യുക? വെറുതെ വാരി വലിച്ച് കൊടുക്കലും അല്ല, എന്നാൽ എന്തായാലും കൊടുക്കാതിരിക്കുക എന്നുള്ളത് എന്തല്ല റൈറ്റ് ആയിട്ടുള്ള കാര്യമല്ല. അപ്പം കൃത്യമായിട്ട് എന്ത് ചെയ്യണം? ആവശ്യക്കാർക്ക് റിസോഴ്സസ് കൃത്യമായി അലോക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ടെമ്പറൻസ് എന്ന് പറയുന്നത് ഇൻസെൻസിബിലിറ്റി അല്ല, അതേപോലെ തന്നെ ഓവർ ഇന്റലിജൻസും അല്ല. നമ്മൾ എന്ത് ചെയ്യും? എല്ലാ സാധനത്തിലും എന്ത് ചെയ്യുന്നു? ഓവറായിട്ട് അവർക്ക് കൊടുക്കുന്ന സാധനമല്ല. രണ്ടും എന്താണ്? റോങ് ആണ്. സോ എത്തിക്കൽ ലിവിംഗ് എന്ന് പറയുന്നത് മെയിൻറ്റെയിനിങ് ദ ബാലൻസ് ആൻഡ് മോഡറേഷൻ. മെയിൻറ്റെയിനിങ് ദ ബാലൻസ് എന്നുള്ളതാണ് എത്തിക്കൽ ലൈഫ് എന്നാണ് അരിസ്റ്റോട്ടലിന്റെ വ്യൂ പോയിന്റ്. സോ ആ ഒരു വ്യൂ പോയിന്റിലായിരിക്കണം എന്ത് ചെയ്യേണ്ടത്? നമ്മുടെ ആൻസേഴ്സിൽ എഴുതുന്ന സമയത്ത് നമുക്ക് പല സമയത്തും ഇത് എഴുതാൻ പറ്റും. ഇപ്പം നിങ്ങൾ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ എഡ്യൂമോണിയന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഗുഡ് ലൈഫിന്റെ കാര്യം പറയുമ്പോൾ ദി ഗോൾ ഓഫ് ലൈഫ് ഈസ് നോട്ട് പ്ലഷർ. പണ്ടത്തെ ആളുകളുടെ ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു? ഗോൾ എന്ന് പറയുന്നത് പ്ലഷർ ആണ്. പ്ലഷർ എന്ന് പറയുന്നതും ഹാപ്പിനെസ് എന്ന് പറയുന്നതും രണ്ടും രണ്ടാണ്. പ്ലഷർ എന്ന് പറയുന്നത് ഒരു ഹയർ എന്താണ്? നമുക്കിപ്പം ഹെഡോണിസ്റ്റിക് പോലെയാണ്, ഭയങ്കര സന്തോഷമാണ്, അത് കുറച്ചു നേരം നമുക്ക് കിട്ടുള്ളൂ. ഹാപ്പിനെസ് എന്ന് പറയുന്നത് കുറച്ചുകൂടി എന്താണ്? പീസ്ഫുൾ സ്റ്റേറ്റ് ഓഫ് മൈൻഡ് ആണ്. ഓക്കെ, അപ്പം പ്ലഷറിൽ എന്ത് ചെയ്യുന്നു? പ്ലഷർ എന്ന് പറയുന്നത് അല്ല ലൈഫിന്റെ ഒരു ഐഡിയ എന്ന് പറയുന്നത്, പക്ഷെ എഡ്യൂമോണിയാണ്. എഡ്യൂമോണിയ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ലൈഫിൽ എന്ത് ചെയ്യുക? നമ്മൾ റീസൺസിനനുസരിച്ചിട്ടും നമ്മൾ പാഷനേറ്റഡ് ആയിട്ടും നമ്മൾ മീനിങ് ഫുൾ ആയിട്ടുള്ള ജീവിതം ജീവിക്കുന്നതിനാണ് നമ്മൾ എഡ്യൂമോണിയ എന്ന് പറയുന്നത്. ഇത് എങ്ങനെ നമുക്ക് കിട്ടും? നമുക്ക് വിസ്ഡം ഉണ്ടാവുമ്പം നമ്മുടെ വെർച്യൂസ് നമ്മൾ പ്രൊട്ടക്ട് ചെയ്യുന്ന സമയത്ത്, അതേപോലെ ഗോൾഡൻ മീൻ നമ്മൾ എന്ത് ചെയ്യുന്നു? ആ മീനിൽ നമ്മൾ ജീവിക്കുന്ന സമയത്ത്, ഗോൾഡൻ മീൻ ഫോക്കസ് ചെയ്യുന്ന സമയത്താണ് നമുക്ക് എന്ത് ചെയ്യുക? വെർച്യൂസ് നമുക്ക് ഉണ്ടാവുക എന്നുള്ളതാണ്. അല്ലാതെ നമ്മൾ എന്ത് ചെയ്യരുത്? രണ്ടിന്റെ എക്സ്ട്രീമിലേക്ക് പോകരുത്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഒരു പ്രൊട്ടസ്റ്റ് ഹാൻഡിൽ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങൾക്ക് എത്രത്തോളം ഒരു ഫോഴ്സ് ഉപയോഗിക്കണം? രണ്ട് രീതിയിൽ പ്രൊട്ടസ്റ്റ് നമുക്ക് വേണം. കാരണം കംപ്ലീറ്റ്ലി നമുക്ക് ഫോഴ്സ് ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല? നമ്മൾ അവരെ തല്ലി ഓടിച്ച് ഇല്ലാതാക്കി കളയാനും പാടില്ല. എന്നാൽ ഒരു ഫോഴ്സും ഉപയോഗിക്കാതെ എന്ത് ചെയ്യരുത്? അവർക്ക് തോന്നിയ പോലെ ചെയ്യാനും സമ്മതിക്കരുത്. അപ്പൊ എവിടെയായിരിക്കണം ഒരു ഫോഴ്സ് ഉപയോഗിക്കേണ്ടത്? നിങ്ങളൊരു പ്രൊട്ടസ്റ്റ് വരുന്ന സമയം എത്രത്തോളം ഫോഴ്സ് ഉപയോഗിക്കണം എന്നുള്ളത് ഗോൾഡൻ മീൻ പ്രിൻസിപ്പിൾ ആണ്. അതായത് ഒരു ആവറേജ് വെച്ചിട്ടായിരിക്കണം നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളെ ഫോഴ്സ് ഉപയോഗിക്കുന്നത്. അല്ലാതെ എന്ത് ചെയ്യരുത്? എക്സ്ട്രീം ആയിട്ട് ഫോഴ്സ് ഉപയോഗിക്കരുത്, എന്ന് വെച്ചിട്ട് ഒട്ടും ഫോഴ്സ് ഉപയോഗിക്കാത്ത രീതിയിലേക്ക് നിങ്ങൾ മാറാൻ പാടില്ല എന്നുള്ളതാണ്. സോ ദാറ്റ് ഈസ് ഗോൾഡൻ മീൻ. അതല്ല, ഇനി വെൽഫെയർ സ്കീംസിനകത്ത് എടുത്തു പോകുന്ന സമയത്ത്, ഇപ്പൊ ഒരു ഫിസിക്കൽ പോളിസി നമ്മൾ സ്കീമിന് എടുക്കുമ്പോൾ വെറുതെ കുറെ സ്കീം എടുത്ത് ഗവൺമെന്റ് സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഫിസിക്കൽ ഡെഫിസിറ്റിനെ ബാധിക്കും, അല്ലെങ്കിൽ ഫിസിക്കൽ പ്രൊഡൻസിനെ അത് ബാധിക്കും. അതും രാജ്യത്തിന് നല്ലതല്ല. പക്ഷെ എന്ത് ചെയ്യണം? നമ്മളൊരു വളരെ ജനറസ് ആയിട്ട് ഇത് എന്ത് ചെയ്യണം? പൂറിന് നീഡ് ബേസ്ഡ് ആയിട്ടുള്ള രീതിയിലായിരിക്കണം നമ്മുടെ സ്കീംസ് വരേണ്ടത്. അപ്പൊ അങ്ങനെ സ്കീംസ് നമുക്ക് ബാലൻസ് ചെയ്യാൻ പറ്റണം. അല്ലെങ്കിൽ നമ്മളിപ്പം അഡ്മിനിസ്ട്രേഷന്റെ കാര്യത്തിൽ വരുമ്പോൾ ഇപ്പൊ ഓണസ്റ്റി എന്ന് പറയുന്നത് നമ്മൾ എന്താണ്? വെർച്യു ആണ്. അപ്പം ഇത് നമ്മൾ എന്ത് ചെയ്യരുത്? ഇത് ജസ്റ്റ് റൂൾസ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യരുത്? അല്ലെങ്കിൽ റൂൾസ് പണിഷ്മെന്റ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി മാത്രം എന്ത് ചെയ്യാൻ പാടില്ല? റൂൾസ് ഫോളോ ചെയ്യാൻ പാടില്ല. നമ്മൾ എന്ത് ചില സമയത്ത് റൂൾസ് ചിലപ്പോൾ തെറ്റാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ റൂൾസിനെതിരെയൊക്കെ നമുക്ക് എന്ത് ഇന്റഗ്രേറ്റ് ആയിട്ട് നമ്മൾ പറയേണ്ടി വരും. ആ സാധനം കൂടി ഫോളോ ചെയ്യണം എന്നാണ് അരിസ്റ്റോട്ടിൽ പറയുന്നത്. സോ ഇവർ മൂന്ന് പേരുമാണ് വെർച്യു എത്തിക്സിന്റെ ഇൻട്രൊഡക്ഷൻ ചെയ്യുന്നതെന്ന് പറയുന്നത്. വെർച്യു എത്തിക്സ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു ക്യാരക്ടർ ആണ്. നമുക്ക് എന്ത് ചെയ്യണം? ഇന്ന ക്യാരക്ടർ ഒക്കെയാണ് നമുക്ക് വേണ്ടത്. നമുക്ക് വിസ്ഡം ഉണ്ടായിരിക്കണം, നമുക്ക് കറേജസ് ഉണ്ടായിരിക്കണം, അത് നമ്മൾ മോഡറേഷൻ, ടെമ്പറൻസ് ഉണ്ടായിരിക്കണം, ജസ്റ്റിസ് ആയിരിക്കണം. ഈ 4 വെർച്യൂസ്, ഈ വാല്യൂസ് നമ്മളിൽ ഉണ്ടാവുന്നതിനാണ്, ഈ മോറൽ വാല്യൂസ് നമ്മളിൽ ഉണ്ടാവുന്നതിനാണ് നമ്മൾ വെർച്യൂസ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ആക്ട് ചെയ്യേണ്ടത് ഇതിന്റെ ബേസ് ചെയ്തിട്ടായിരിക്കണം. ഈ ക്യാരക്ടർ ആയിരിക്കണം നമ്മൾ ഉണ്ടാവുന്നത്. പക്ഷെ വെർച്യു എത്തിക്സിന് ഏറ്റവും വലിയൊരു പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ലിമിറ്റേഷൻ ഉണ്ട്. ഇപ്പൊ എനിക്കൊരു കോൺഫ്ലിക്റ്റ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ, ഞാൻ ഈ വെർച്വൽ എത്തിക്സിൽ ഇന്ന ക്യാരക്ടർ കാർഡിനൽ വാല്യൂ ഓഫ് വെർച്യൂസ് ഞാൻ ഫോക്കസ് ചെയ്യണമെന്നേ പറയുന്നുള്ളേ. ഇപ്പൊ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ വരുമ്പോൾ എനിക്ക് മോറൽ ക്രൈസിസ് വന്നു. ആ സമയത്ത് ഞാൻ എന്റെ ക്യാരക്ടർ എന്ന് പറയുന്നത് റിലേറ്റ് ചെയ്യാൻ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും.
പകരം എനിക്ക് എങ്ങനെ ആക്ട് ചെയ്യണം എന്നുള്ള ഒരാൾ പറഞ്ഞു തരുവാണെന്നുണ്ടെങ്കിൽ എനിക്ക് അത് ഫോളോ ചെയ്യാൻ പറ്റുമായിരുന്നു. പക്ഷെ അങ്ങനെ ഒരു പാത്ത് ഇവിടെ ഫോളോ ചെയ്യുന്നില്ല. ഇപ്പൊ വെർച്വൽ എത്തിക്സിന്റെ ഏറ്റവും പ്രശ്നം വെച്ചാൽ ഇപ്പൊ ഒരു കോൺഫ്ലിക്റ്റ്, ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ പോലെ പ്രൊട്ടസ്റ്റ് നിൽക്കുന്ന സമയത്ത് ഗോൾഡൻ മീൻ പ്രിൻസിപ്പിൾ പറയുന്നുണ്ടെങ്കിലും എങ്ങനെയാണ് ഞാൻ ഇത് ആക്ട് ചെയ്യേണ്ടത്? ഇവിടെ ഞാൻ ഇപ്പൊ ഫോർ എക്സാമ്പിൾ നിങ്ങൾ ആലോചിക്കുക, ഒരു മിനിസ്റ്റർ എന്റെ അടുത്ത് പറഞ്ഞു, പാലം പണിയുന്നതിനോട് എന്നോട് പറഞ്ഞു അതിനകത്ത് കുറച്ച് കറപ്ഷൻ കാണിക്കണം, കാരണം ബേസിക്കലി അയാൾക്ക് കുറച്ച് ബെനിഫിറ്റ്, അയാളുടെ അളിയന്റെ പ്രൊജക്ട് കൊടുക്കണം എന്ന് എന്നോട് പറഞ്ഞു. ഇവിടെ ഞാനൊരു കോൺഫ്ലിക്റ്റ് ആണ്. ഞാൻ മിനിസ്റ്ററെ കേട്ടില്ല എന്നുണ്ടെങ്കിൽ എന്റെ ജോലി പോകും. അതല്ല, മിനിസ്റ്ററിനെ കേട്ട് കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും? ഇവിടെ റോങ് ചെയ്യും. സോ ഈ രണ്ട് സിറ്റുവേഷനിൽ വരുന്ന സമയത്ത് വെർച്വൽ എത്തിക്സ് വെക്കുമ്പോൾ ഞാൻ കൃത്യമായ ഒരു ക്യാരക്ടറിൽ എനിക്ക് എന്ത് നെക്സ്റ്റ് സ്റ്റെപ്പ് ഫോളോ ചെയ്യണം എന്നുള്ളത് മനസ്സിലാവില്ല. അപ്പൊ ഇതൊരു ലിമിറ്റേഷൻ ആണ് വെർച്വൽ എത്തിക്സിന്റെ. ഈ ലിമിറ്റേഷൻസിന്റെ മറികടക്കാൻ വേണ്ടി വന്നുള്ള 2-3 പ്രിൻസിപ്പിൾസ് ആണ്. അതിൽ ഒന്നാമത്തെ പ്രിൻസിപ്പിൾ ആണ് തിയോളജി ഉണ്ട്, ഡിയോണ്ടോളജിക്കൽ എത്തിക്സ് ഉണ്ട്. അതിൽ ഒന്നാമത്തെ പ്രിൻസിപ്പിൾ ആണ് ഡിയോണ്ടോളജിക്കൽ എത്തിക്സ് എന്ന് പറയുന്നത്. സോ ഡിയോണ്ടോളജിക്കൽ എത്തിക്സ് അല്ലെങ്കിൽ ഡ്യൂട്ടി ബേസ്ഡ് എത്തിക്സ് എന്നാണ് ഞാൻ വിളിക്കുക. ഓക്കെ, സോ ബേസിക്കലി ഈ ഡ്യൂട്ടി ബേസ്ഡ് എത്തിക്സ് അല്ലെങ്കിൽ ഡിയോണ്ടോളജി എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത്, ഇവിടെ നമ്മളോട് പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മൾ ഓരോ ആളുകളും നമ്മൾ പ്രവർത്തികൾ ചെയ്യേണ്ടത് എന്ത് ചെയ്യണം? ഓരോ റോൾ ബേസ്ഡ് ആയിട്ട്, ഓരോ ആക്ട് ബേസ് ചെയ്ത് ആയിരിക്കണം. നമ്മൾ എന്ത് ചെയ്യണം? റൂൾ എന്താണോ ആ റൂൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യണം. നമ്മളെ റോൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആ റോൾ എന്തായിരിക്കണം? നമ്മൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് ചെയ്യുക? ഡിയോണ്ടോളജിക്കൽ എത്തിക്സ് എന്ന് പറയുന്നത്. ഇതിനകത്ത് മേജർ ആയിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ആളാണ് ഇമാനുവൽ കാന്ത് എന്ന് പറയുന്നത്. കാന്ത് ബേസിക്കലി ജർമ്മൻ ഫിലോസഫർ ആണ്. സോ ഇമാനുവൽ കാന്തിന്റെ കോൺട്രിബ്യൂഷൻ ആണ് ഡ്യൂട്ടി ബേസ്ഡ് എത്തിക്സ് അല്ലെങ്കിൽ ഡിയോണ്ടോളജിക്കൽ എത്തിക്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ആളുകൾ എന്ത് ചെയ്യാൻ പാടില്ല? അതിന്റെ ഔട്ട്കം ഫോക്കസ് ചെയ്യരുത്. നിങ്ങൾ എന്താണ് ഡ്യൂട്ടി, ആ ഡ്യൂട്ടി നിങ്ങൾ ഫോക്കസ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ, മിനിസ്റ്ററിന്റെ കാര്യത്തിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നിങ്ങൾ ഒരിക്കലും കറപ്റ്റഡ് ആവരുത്, അത് നിങ്ങളുടെ ഡ്യൂട്ടിയാണ്. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇഷ്യൂ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക? റിപ്പോർട്ട് ചെയ്യുക എന്നുള്ളത് നിങ്ങളുടെ ഡ്യൂട്ടിയാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും കോൺഫ്ലിക്റ്റ് ഉണ്ടാവോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവോ എന്നുള്ളത് പ്രശ്നമല്ല. ഫോർ എക്സാമ്പിൾ, ഇപ്പം ഡിയോണ്ടോളജി എത്തിക്സ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫേമസ് ആയിട്ട് പറയാറില്ലേ, ഇപ്പം ഒരു ട്രെയിൻ പാളത്തിൽ 5 പേരും ഒരു ട്രെയിൻ പാളത്തിൽ ഒരാളും കിടക്കുന്നു. അപ്പം ഒന്ന് എന്ത് ചെയ്ത് പൂട്ടിക്കിടന്നതായിരുന്നു, ഒന്നെന്താണ് കൃത്യമായിട്ട് പോകുന്ന റെയിൽപാളയാണ്. അപ്പൊ ഈ പൂട്ടിക്കിടന്ന റെയിൽപാളത്തിലാണ് എന്ത് കിടക്കുന്നത്? ഒരു കുട്ടി കളിക്കുന്നത്. അത് പ്രശ്നമില്ലായിരുന്നു. പക്ഷെ ഈ 5 പേര് കുട്ടികൾ കളിക്കുന്നത് നോർമൽ ട്രെയിൻ പാളത്തിലാണ്. അപ്പൊ ഇതിൽ ഏതിലും കൂടെ ആ ട്രെയിൻ ഓടിക്കണം എന്നുള്ളതാണ്. ഇത് ബേസിക്കലി എന്താ വെച്ചാൽ ഇതിലൊരു ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഏത് എത്തിക്കൽ പെർസ്പെക്റ്റീവ് എടുക്കുന്നു അതിനനുസരിച്ച് നിങ്ങൾക്ക് ആൻസർ പറയാം. അപ്പൊ ഈ ഡ്യൂട്ടി ബേസ്ഡ് എത്തിക്സ് ആണെങ്കിൽ ഇവിടെ എന്ത് ചെയ്യണം? 5 പേരെ കൊല്ലണം. കാരണം എന്താണ്? ഇവിടെ എന്റെ ഡ്യൂട്ടിയാണ് എന്ത് ചെയ്യുന്നത്? ഈ ട്രെയിൻ പാളത്തിലൂടെ ഇതിലാണ് എന്റെ ഡ്യൂട്ടി ഓടിക്കുന്നത്. അപ്പൊ ആ ഡ്യൂട്ടി ഞാൻ ഫോക്കസ് ചെയ്താൽ മതി, അതിന്റെ ഔട്ട്കം ഞാൻ ഫോക്കസ് ചെയ്യണ്ട. നേരെ മറിച്ചിട്ട് യൂട്ടിലിറ്റേറിയൻ പെർസ്പെക്റ്റീവ് ആണെങ്കിലോ എന്നോട് പറയും, ആ ഒരാളെ കൊന്നേക്ക് 5 പേരെ എന്ത് ചെയ്യണ്ട? കൊല്ലണ്ട. കാരണം എന്താണ്? ഈവൺ അവിടെ അവർ റൂൾ വയലേറ്റ് ചെയ്യുന്ന അവരാണെങ്കിൽ പോലും എന്ത് ചെയ്യണം? ആ 5 പേരെ രക്ഷപ്പെടുത്തിയിട്ട് ഒരാളെ കൊല്ലാനാണ് എന്നോട് പറയാം. അപ്പൊ ഏത് പെർസ്പെക്റ്റീവ് ആണോ അതിനനുസരിച്ച് എന്റെ എത്തിക്കൽ പെർസ്പെക്റ്റീവ്സ് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വളച്ചൊടിക്കാൻ പറ്റും. അപ്പൊ ഡ്യൂട്ടി ബേസ്ഡ് എത്തിക്സ് ആണ് ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ ഇവിടെ എന്താണ്? ഡിയോണ്ടോളജി ആണ് ഞാൻ ഇവിടെ എന്ത് ചെയ്യുന്നത്? കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്, ഡ്യൂട്ടിക്കാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഓക്കെ, അപ്പൊ മോറൽ ഡ്യൂട്ടി, മോറൽ പ്രിൻസിപ്പിൾസ്, ലോ എന്ത് ചെയ്യുന്നു? ഞാൻ കൃത്യമായിട്ട് ഫോക്കസ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് നോക്കുന്നത്. ഇവിടുത്തെ കോർ എത്തിക്കൽ ഐഡിയ എന്ന് പറയുന്നത് ഡ്യൂട്ടിയാണ്, നോട്ട് കോൺസിക്വൻസ്. അതായത് ഇതിന്റെ ഔട്ട്കമിന് ഇമ്പോർട്ടൻസ് ഇല്ല. നിങ്ങൾ ചെയ്യുന്ന സാധനത്തിന്റെ ഔട്ട്കമിന് എന്തില്ല? ഇമ്പോർട്ടൻസ് ഇല്ല. ഔട്ട്കം എന്തായാലും കുഴപ്പമില്ല, നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ എന്താണ്? കറക്റ്റ് ആയിരിക്കണം. ഇതേ ഫിലോസഫി നിങ്ങൾക്ക് എവിടെ കാണാൻ പറ്റും? ഭഗവത്ഗീതയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ബേസിക്കലി ഗാന്ധി എന്താണ് പറയുന്നത്? ഗാന്ധിയുടെ ഫിലോസഫി തന്നെ ഇത് തന്നെയാണ്. ഗാന്ധി എന്താ പറയുന്നത്? മീൻസിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, എന്തിനല്ല? എൻഡിനല്ല. അതായത് ഗാന്ധിയുടെ എന്താ പറയുന്നത്? മീൻസ് കറക്റ്റ് ആയിരിക്കണം, ഡ്യൂട്ടി കറക്റ്റായി ചെയ്യാം, ഓട്ടോമാറ്റിക്കലി റൈറ്റ് എൻഡിലേക്ക് എത്തിക്കോളും എന്നാണ് ഗാന്ധി പറയുന്നത്. ദ സെയിം വേ ഡിയോണ്ടോളജി പെർസ്പെക്റ്റീവ് എന്താ പറയുന്നത്? സ്പീക്കിംഗ് ദ ട്രൂത്ത് ഈസ് എ ഡ്യൂട്ടി ഈവൻ ഇറ്റ് കോസസ് ഇൻകൺവീനിയൻസ്. ഡ്യൂട്ടി കൃത്യമായി ചെയ്യുക, ഇൻകൺവീനിയന്റ് ആണ് എന്നുണ്ടെങ്കിലും ഡ്യൂട്ടിക്ക് എന്ത് ചെയ്യുക? ഫോളോ ചെയ്യുക എന്നുള്ളതാണ്. സോ ഇവിടെ കാന്തിന്റെ കാറ്റഗറിക്കൽ ഇമ്പരറ്റീവ് എന്ന് പറഞ്ഞാൽ കാന്ത് എന്ത് ചെയ്യുന്നുണ്ട്? ബേസിക്കലി കാറ്റഗറിക്കൽ ഇമ്പരറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമാൻഡ് ആണ്. ബേസിക് ആയിട്ട് ചെയ്യേണ്ട കമാൻഡ്സ് എന്തൊക്കെയാണ്, വാല്യൂസ് എന്താന്നുള്ളതാണ് നോക്കേണ്ടത്. അപ്പൊ കാന്ത് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു ലോ യൂണിവേഴ്സലി ആപ്ലിക്കബിൾ ആവണം എന്നുണ്ടെങ്കിൽ അതിന്റെ കോൺസിക്വൻസ് എന്തായിരിക്കണം? അത് അതേപോലെ തന്നെ ബാക്കിയുള്ള ആളുകൾക്കും എന്ത് നമ്മൾ ചെയ്യുന്നോ, നമ്മൾ എന്ത് ബേസിക്കലി എന്ത് ആക്ട് ചെയ്യുന്നോ അല്ലെങ്കിൽ എന്ത് പുതിയൊരു ലോ ഉണ്ടാക്കുന്നോ അതൊരു യൂണിവേഴ്സൽ ലോ ആക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താണോ അതിന്റെ ഇമ്പാക്ട്, അത് മോറലി റൈറ്റ് ആണ് എന്നുണ്ടെങ്കിൽ അതിനെ ലോ ആക്കി മാറ്റാം. അത് മോറലി റൈറ്റ് അല്ല എന്നുണ്ടെങ്കിൽ ലോ ആക്കാൻ പാടില്ല. ഓക്കെ, ഫോർ എക്സാമ്പിൾ നിങ്ങൾ ആലോചിക്കുക, നുണ പറയുക എന്നുള്ളത് മോറലി കറക്റ്റ് ആണോ മോറലി റോങ് ആണോ എന്നുള്ളതാണ് ചോദ്യം. അപ്പൊ നുണ പറയുക എന്ന് പറയുന്നത് മോറലി കറക്റ്റ് ആണ് എന്നുണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഞാൻ നുണ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ചിന്തിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലോകത്തിൽ എല്ലാവരും നുണ പറയും, കുഴപ്പമില്ല. ഞാൻ നുണ പറയുമെങ്കിൽ അത് യൂണിവേഴ്സൽ വാല്യൂ ആക്കി മാറ്റും. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ എന്നോടും എല്ലാവരും നുണ പറയും, ഈ സൊസൈറ്റിയിൽ എല്ലാവരും നുണ പറയും. ഇതിന് ഞാൻ ഓക്കെ ആണോ? ഇതിന് ഞാൻ ഓക്കെ അല്ല എന്നുണ്ടെങ്കിൽ ഇതെന്താണ്? ഇമ്മോറലാണ്. അതായത് എൻ്റെ അടുത്ത ആളുകൾ എന്ത് ചെയ്യാൻ പാടില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു അതൊരിക്കലും ഞാനും ചെയ്യാൻ പാടില്ല. അതല്ല എന്നുണ്ടെങ്കിൽ
ഞാൻ എന്ത് ചെയ്യുന്നു അത് യൂണിവേഴ്സലി വാല്യൂ ആക്കി കഴിഞ്ഞാൽ, എല്ലാവരും അത് ഫോളോ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ സൊസൈറ്റിക്ക് മോശം വരുന്നതാണെന്നുണ്ടെങ്കിൽ അതെന്തല്ല, ഒരു മൊറാലിറ്റി അല്ല. ഫോർ എക്സാമ്പിൾ, ഞാൻ നേരത്തെ പറഞ്ഞു മറ്റേ മൊബിലിറ്റിങ്ങിന് ഓടിക്കുന്ന ആളെ കാണിച്ചു കൊടുക്കണമെന്ന് ചോദിക്കുമ്പോൾ, ഇവിടെ കാണിച്ചു കൊടുക്കാൻ വേണ്ടി ഞാൻ നുണ പറയാൻ വേണ്ടി തീരുമാനിച്ചു കഴിഞ്ഞാൽ ഞാൻ ആലോചിക്കണം, ഇതിപ്പോ ഞാൻ നുണ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും? ബാക്കിയുള്ളവരും എന്നോട് എല്ലാവരും നുണ പറയട്ടെ, യൂണിവേഴ്സൽ വാല്യൂ ആക്കി അതിനെ മാറ്റി കഴിഞ്ഞാൽ സൊസൈറ്റിയെ ബാധിക്കുക. അങ്ങനെയാണെങ്കിൽ ഞാൻ നുണ പറയാൻ പാടില്ല എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. സോ വൺ ഓഫ് ദ കീ ഫോർമുല, എങ്ങനെയാണ് ഹ്യൂമൻ മോറൽ ലോ യൂണിവേഴ്സലി അപ്ലൈ ചെയ്യുന്നുണ്ടോ ഇല്ലയോ നോക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് യൂണിവേഴ്സാലിറ്റി ടെസ്റ്റ് ആണ്. ആക്ട് ഓൺലി only according to the maximum which you can at the same time will be the universal law. ഏറ്റവും എന്ത് ആക്ടും യൂണിവേഴ്സൽ ലോ ആയി കഴിഞ്ഞാൽ അതിന്റെ ഇമ്പാക്ട് എന്താണോ അതനുസരിച്ച് വേണമെങ്കിൽ ഞാൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇവിടെ ലൈയിങ് എന്ന് പറയുന്നത് യൂണിവേഴ്സൽ ആക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ലോകത്തെ ട്രസ്റ്റ് നഷ്ടപ്പെടും, അത് സൊസൈറ്റിക്ക് റോങ് ആയിരിക്കും, അതുകൊണ്ട് ലൈയിങ് ഇമ്മോറലാണ്. ഓക്കെ, അതേപോലെ തന്നെ രണ്ടാമത്തെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്, ഇത് ചെയ്യുന്നതിന്റെ ഇടയിൽ ഹ്യൂമാനിറ്റിയെ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, മീൻസ് ആയിട്ട് ഉപയോഗിക്കാൻ പാടില്ല. ഹ്യൂമൻസ് ഷുഡ് ബി എൻഡ് ഇൻ ഇറ്റ് സെൽഫ്. ഹ്യൂമൻസിന് എന്ത് ചെയ്യണം, ഒരു മീൻസ് ആക്കി എടുക്കരുത്, അതിനെ എൻഡ് ആക്കി എടുക്കണം. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പം ഇത് എവിടേക്ക് ഉപയോഗിക്കാം? ഡ്രഗ് ട്രാഫിക്കേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്? ഡ്രഗ് ട്രാഫിക്കേഴ്സ് ഡ്രഗ് ചിൽഡ്രൻ എന്ത് ചെയ്യാറുണ്ട്? ഡ്രഗ് പെഡലേഴ്സ് ആയിട്ട് ഉപയോഗിക്കാറുണ്ട്. സോ ദാറ്റ് മീൻസ് ഹ്യൂമൻസിന് അവിടെ എന്ത് ചെയ്തിരിക്കുന്നു? മീൻസ് ആയി ഉപയോഗിച്ചിരിക്കുന്നു. അല്ലെങ്കിൽ കമ്പനീസ് എന്ത് ചെയ്യാറുണ്ട്? കമ്പനി ആളുകൾ അല്ലെങ്കിൽ പ്രൈവറ്റ് കമ്പനീസ് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കൂടുതൽ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നു. അവിടെ എന്താണ്? കമ്പനിയിൽ എംപ്ലോയീസ് എന്ന് പറയുന്ന ഒരു മീൻസ് ആക്കി അവർ ഉപയോഗിക്കുന്നു. അപ്പൊ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന കാര്യങ്ങൾ എന്തല്ല, റൈറ്റ് അല്ല. കാരണം എന്തായിരിക്കണം? ഹ്യൂമനെ മീൻസ് ആയിട്ട് ഉപയോഗിക്കാൻ പാടില്ല, എൻഡ് ആക്കി തന്നെ ഉപയോഗിക്കണം എന്നാണ് കാന്ത് പറയുന്നത്. സോ കാർഡിനൽ വാല്യൂസിൽ അല്ലെങ്കിൽ കാറ്റഗോറിക്കൽ, കാർഡിനൽ വാല്യൂസിൽ ഇവിടെ കാറ്റഗറിക്കൽ ഇമ്പരറ്റീവില്, സോ കാറ്റഗറിക്കൽ ഇമ്പരറ്റീവ് മീൻസ് ദീസ് ആർ ദ ഫൗണ്ടേഷൻ പ്രിൻസിപ്പിൾസ് വേർ എന്താണ് ബേസിക്കലി പറയുന്നത്, നിങ്ങൾക്ക് എന്ത് ചെയ്യണോ അത് യൂണിവേഴ്സൽ വാല്യൂ ആക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് നെഗറ്റീവ് ആയിട്ടാണ് ഇമ്പാക്ട് ചെയ്യുന്നതെങ്കിൽ അതെന്തല്ല, ഒരു വെർച്വൽ അല്ല, അല്ലെങ്കിൽ അതൊരു മൊറാലിറ്റി അല്ല, അത് ഇമ്മോറൽ ആയിട്ടുള്ള ഒരു സാധനമാണെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ പുള്ളി ഇവിടെ ഒരു കാര്യം കൂടി പറയുന്നുണ്ട്. ഇവിടെ ബേസിക്കലി ഓട്ടോണമി ഫോർ റീസൺസ് പറയുന്നത്, ഫോർ എക്സാമ്പിൾ ഹ്യൂമൻസ് എന്താണ്, റാഷണൽ ആണ്. എല്ലാ ഹ്യൂമൻസും എന്താണ്, റാഷണൽ ബീങ്സ് ആണ്. അവർക്ക് അവരെ തന്നെ ഭരിക്കാൻ അറിയാം എന്നുള്ളതാണ് ആര് പറയുന്നത്? കാന്ത് പറയുന്നത്. അതായത് സെൽഫ് റൂൾ ആണ് കാന്ത് പറയുന്നത്. അത് മൊണാർക്കിക്ക് കുറച്ചുകൂടി എതിരാണ്. നമ്മൾ എന്ത് ചെയ്താൽ മതി, നമ്മളെ ഒറ്റയ്ക്ക് വിട്ടാൽ മതി, നമ്മൾ സ്വയം എന്ത് ചെയ്തോളും, നമ്മൾ ബിഹേവ് ചെയ്തോളൂ അടിപൊളിയായിട്ട്. അതിനുള്ള കേപ്പബിലിറ്റി നമുക്കുണ്ട്. അല്ലാതെ നമ്മൾ എന്ത് ചെയ്യില്ല, റോങ് ഒന്നും ചെയ്യില്ല. സെൽഫ് കേപ്പബിൾ ആയിട്ടുള്ള, സെൽഫ് ഗവർണൻസിന് കേപ്പബിൾ ആയിട്ടുള്ള ആളുകളാണ് ഹ്യൂമൻസ്. നമ്മളെ കൺട്രോൾ ചെയ്യേണ്ട കാര്യമില്ല, ലോ വെച്ച് കൺട്രോൾ ചെയ്യേണ്ട കാര്യമില്ല. ഓട്ടോമാറ്റിക്കലി നമ്മൾ എന്ത് ചെയ്തോളൂ, റൈറ്റ് ആയിട്ടുള്ള ബിഹേവിയർ മാത്രമേ നമ്മൾ ചെയ്യുള്ളൂ എന്നുള്ളതാണ്. സോ ട്രൂ മൊറാലിറ്റി കം ഫ്രം സെൽഫ് ആൻഡ് ഇമ്പോസ്ഡ് ഡ്യൂട്ടി, നോട്ട് ഫിയർ ഓഫ് പണിഷ്മെന്റ്. അതായത് യഥാർത്ഥത്തിലുള്ള മൊറാലിറ്റി വരുന്നത് എപ്പോഴാണ്? നമ്മൾ ഇപ്പൊ ലോയിൽ ചെയ്യുമ്പോൾ ലോ വെച്ച് നമ്മൾ ഒരുപാട് മൊറാലിറ്റി നമ്മൾ കീപ്പ് ചെയ്യുന്നുണ്ട് അല്ലെ. നമ്മളിപ്പോ സത്യം പറയുന്നു എന്ന് പറയുന്നത് നമ്മൾ ചിലപ്പോൾ പണിഷ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കും. അത് ആക്ച്വലി ട്രൂ മൊറാലിറ്റി അല്ല, എക്സ്റ്റേണൽ ആണ് അത്. ട്രൂ മൊറാലിറ്റി വരണമെങ്കിൽ അത് ഇന്റേണൽ ആവണം. അതിന്റെ അർത്ഥം എന്തായിരിക്കണം? ഈവൻ ലോ ഇല്ല എന്നുണ്ടെങ്കിലും ഞാൻ എത്തിക്കലി റൈറ്റ് ആയിട്ട് ബിഹേവ് ചെയ്യണം. അങ്ങനെ ആളുകൾ ബിഹേവ് ചെയ്തോളും എന്നുള്ളത് തന്നെയാണ് ആര് പറയുന്നത്? കാന്ത് പറയുന്നത്. അതിന്റെ ആവശ്യമില്ല, ആളുകൾ സെൽഫ് ഗവേൺഡ് ആണ്. നമ്മൾ അഴിച്ചു വിട്ടാൽ മതി, നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ സത്യസന്ധമാരായിട്ട് ബിഹേവ് ചെയ്യുള്ളൂ. അതിനെന്ത് ചെയ്യണം, നമ്മൾ ഈ ഒരു എത്തിക്സ് ടെസ്റ്റ് ഫോളോ ചെയ്താൽ മതി. നമ്മൾ യൂണിവേഴ്സൽ ആണോ, ഇത് നമ്മൾ ചെയ്യുന്ന കാര്യം എല്ലാവരും നമ്മളോട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രശ്നം ഉണ്ടാവും. പ്രശ്നം ഉണ്ടെങ്കിൽ ചെയ്യരുത്. പ്രശ്നമില്ല, ഇപ്പൊ നിങ്ങൾക്ക് നുണ പറയുന്നു, ഇനി എല്ലാവരും നിങ്ങളോട് നുണ പറഞ്ഞാലും നിങ്ങൾക്ക് ഒരു കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ നുണ പറഞ്ഞോ. അപ്പം അത് നിങ്ങൾക്ക് പ്രശ്നമായിരിക്കുമല്ലോ. അപ്പൊ അത് ഇമ്മോറലാണ്. അങ്ങനെ ആയിരിക്കണം നമ്മൾ എന്ത് ചെയ്യുന്നത്, ടെസ്റ്റ് ചെയ്യേണ്ടത്. അതുപോലെ ഹ്യൂമൻസിന് എന്ത് ചെയ്യരുത്, മീൻസ് ആയിട്ട് ഉപയോഗിക്കരുത്. എക്സാമ്പിൾസ് ആയിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പൊ രണ്ട് സിറ്റുവേഷൻസ് കാണിച്ചു. ഇപ്പം എ സിവിൽ സർവൻസ് പ്രഷർ ടു മാനിപ്പുലേറ്റ് എക്സാം റിസൾട്ട് ഫോർ മിനിസ്റ്റർ റിലേറ്റീവ്. ഇപ്പം മിനിസ്റ്ററിന് റിലേറ്റീവ് വേണ്ടിയിട്ട് എക്സാമിന് എന്ത് ചെയ്യുന്നു, നമ്മൾ ഒരു മാനിപ്പുലേഷൻ കാണിക്കാൻ പറയുകയാണെങ്കിൽ യൂട്ടിലിറ്റേറിയൻ പെർസ്പെക്റ്റീവിൽ എന്താ പറയാന്ന് വെച്ച് കഴിഞ്ഞാല്, ഇപ്പൊ നിങ്ങൾക്ക് അവിടെ ഒരാളെ അല്ലേ മാനിപ്പുലേറ്റ് ചെയ്യുന്നത്, ഒരാളെ അല്ലേ കയറ്റി വിടുന്നുള്ളൂ. അതുകൊണ്ട് എന്ത് ചെയ്യുന്നില്ല, ഇപ്പം നിങ്ങൾ ആലോചിക്കുക 1000 സീറ്റ് ഉണ്ട് UPSC-യിൽ, ഇതിൽ ഒരു സീറ്റിനെ കറപ്റ്റഡ് ആയിട്ട് കയറ്റുന്നു. അതുകൊണ്ട് വല്ല കോമ്പറ്റീഷനിൽ എന്തെങ്കിലും പ്രശ്നം പറ്റുന്നുണ്ടോ? വലിയ പ്രശ്നമൊന്നും സംഭവിക്കുന്നില്ല. ബാക്കി 999 പേരുടെ ലൈഫിൽ ഒരു പ്രോബ്ലം സംഭവിക്കില്ല, ഒരാളെ ലൈഫിൽ മാത്രമേ ഇമ്പാക്ട് വരുന്നുള്ളൂ. അതുകൊണ്ട് യൂട്ടിലിറ്റേറിയൻ പ്രിൻസിപ്പിൾ ഒരാളെ എന്ത് ചെയ്യാൻ വേണമെങ്കിൽ എക്സാമിന് കയറ്റി വിടുന്ന പ്രഷർ ഇരുന്നാലും അതെന്തല്ല, വലിയ ഹാം ഉണ്ടാക്കില്ല, വലിയ ഹാം ഉണ്ടാക്കുന്ന കാര്യമല്ല എന്നുള്ളതാണ് പറയാ. പക്ഷെ കാന്തിയൻ എന്താ പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ, കാന്തിനെ സംബന്ധിച്ചോളം അത് ഒരാൾ ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ, ലോകത്തിൽ എല്ലാവരും ചെയ്തു കഴിഞ്ഞാൽ അത് റോങ് അല്ലേ? അപ്പം എല്ലാരും ഒരാൾ ചെയ്യുന്ന ഓക്കെ, പക്ഷെ എല്ലാവരും ചെയ്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അപ്പൊ അത് ഭയങ്കര പ്രശ്നമായിരിക്കും. അപ്പം എനിക്ക് ഒരാൾ ചെയ്യാൻ പറ്റാത്ത കാര്യം എന്ത് ചെയ്യാൻ പാടില്ല, ആരും ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് എന്ത് ചെയ്യാൻ പാടില്ല, ഇവിടെ നമ്മൾ വയലേറ്റ് ചെയ്യാൻ പാടില്ല, നമ്മൾ എന്ത് ചെയ്യരുത്, നമ്മൾ കോപ്പി അടിക്കാൻ പാടില്ല എന്നുള്ളതാണ് പറയുന്നത്. സോ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, യൂണിവേഴ്സൽ വാല്യൂസിന് അത് എഗെയിൻസ്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഇത് അൺഎത്തിക്കലാണെന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പൊ ഇത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല്, നിങ്ങൾക്ക് കേസ് സ്റ്റഡീസിൽ വരുവേ, പല സിറ്റുവേഷൻസിലും കേസ് സ്റ്റഡിയിൽ പറയും ഒരു കേസ് നിങ്ങൾക്ക് വിട്ടുകൊടുക്കാം എന്ന് പറയും. അങ്ങനെ ഒരു സിറ്റുവേഷനിൽ എത്തിക്കും. അതായത് ഫോർ എക്സാമ്പിൾ നിങ്ങൾ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ, ഒരു ലോയിൽ ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഒരു ലോയിൽ നിങ്ങൾ ഒരു പർട്ടിക്കുലർ സ്കീം ഉണ്ട്,
ആ സ്കീമിന്റെ ഉള്ളിൽ ഒരാളെ നിങ്ങൾക്ക് ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കണം. പക്ഷെ ആ ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കാനുള്ള കണ്ടീഷൻസ്, ഫോർ എക്സാമ്പിൾ ഇപ്പം PM കിസാൻ യോജനയാണെന്ന് വിചാരിക്കുക. അതിന്റെ ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് അയാൾ OBC ആയിരിക്കണം എന്ന് പറഞ്ഞു എന്ന് വിചാരിക്കുക. അങ്ങനെയൊന്നും ഇല്ല, ഞാൻ വെറുതെ എക്സാമ്പിൾ പറയുന്ന. OBC ആയിരിക്കണം എന്ന് വിചാരിക്കുക. അപ്പൊ വേറൊരു ജനറൽ കാറ്റഗറിയിൽ നിന്ന് ഒരാൾ വന്നു, പക്ഷെ അയാൾ ശരിക്കും അയാൾ എക്കണോമിക്കലി ഭയങ്കര വീക്കറുമാണ്. അപ്പൊ അയാൾ ഡിസർവിംഗ് ആണ്, പക്ഷെ അയാൾ OBC അല്ല. ഇനി നിങ്ങൾ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യോ ഇല്ലോ എന്ന് പറഞ്ഞിട്ട് ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര അടിപൊളിയായിരുന്നു, ഇയാൾ പാവപ്പെട്ട മനുഷ്യനാണ്, എമ്പതി വേണം, അങ്ങനെയൊക്കെ നിങ്ങൾ പറഞ്ഞ് നിങ്ങളെ കേസ് സ്റ്റഡി നിങ്ങളെ ഒന്ന് കോൺട്ര ചെയ്യും. ആ സമയത്ത് നിങ്ങൾക്ക് എസ്കേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് യു ക്യാൻ യൂസ് കാന്തിയൻ വ്യൂ. അവിടെ നിങ്ങൾ എങ്ങനെ എസ്കേപ്പ് എടുക്കും? ഇഫ് ഐ ഡിഡ് പർട്ടിക്കുലർ തിങ്സ്, ഇതെന്താണ് ഇവിടെ റൈറ്റ് ആണെന്നുണ്ടെങ്കിലും ഈ ഒരു പർട്ടിക്കുലർ ഇൻസിഡൻസ് ഞാൻ ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആസ് പെർ ദ എന്താണ് കാന്തിയൻ പ്രിൻസിപ്പിൾസ് പ്രകാരം കാർഡിനൽ വാല്യൂസ് വെച്ച് നോക്കുന്ന സമയത്ത് ഇത് എല്ലാവർക്കും ചെയ്യാൻ പറ്റുമോ, യൂണിവേഴ്സൽ ആക്കി ചെയ്യാൻ പറ്റുമോ? അതായത് ഇന്ന് ഞാൻ ഇത് ചെയ്തു കഴിഞ്ഞാൽ നാളെ ഇത് എല്ലാവരും ചെയ്തു കഴിഞ്ഞാൽ ദാറ്റ് വിൽ ഡിസ്റ്റർബ് ദ സൊസൈറ്റി. സോ ആസ് പെർ കാന്ത് എന്താണ് ഇത് ഇമ്മോറൽ ആണ്, സോ ഐ കാൻ ഡു ഇറ്റ് എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളെ ചാൻസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്ത് നിങ്ങൾക്ക് ആ ആൻസറിനെ വേറെ രീതിയിലേക്ക് വളച്ചൊടിക്കാൻ പറ്റും എന്നുള്ളതാണ്. സോ ഇതെല്ലാം കൂടി യൂസ് ചെയ്തിട്ട്, ഇതിന്റെ പ്രിൻസിപ്പിൾ യൂസ് ചെയ്തിട്ടാണ് നിങ്ങൾ കേസ് സ്റ്റഡീസിലേക്ക് എഴുതുക. അപ്പൊ കേസ് സ്റ്റഡീസിൽ എഴുതുന്ന സമയത്ത് പല വേ ഔട്ട് നിങ്ങൾ കണ്ടെത്തണം. ഓക്കെ, അപ്പൊ അതിനനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ എങ്ങനെ ഒരു സാധനം ചെയ്യുന്നു എന്നുള്ളതല്ല, നിങ്ങൾ എന്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് കേസ് സ്റ്റഡീസ് ബേസിക്കലി ചെയ്യാം. പക്ഷെ നിങ്ങൾ ചെയ്യുന്ന സാധനത്തിന് ജസ്റ്റിഫിക്കേഷൻ എത്തിക്കലായിരിക്കണം. ആ എങ്ങനെ നിങ്ങൾ അതിനെ എത്തിക്കലി ജസ്റ്റിഫൈ ചെയ്യുന്നു എന്നനുസരിച്ചിട്ടാണ് കേസ് സ്റ്റഡിക്ക് നമുക്ക് മാർക്ക് വരിക. സോ അത് ആ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു പർട്ടിക്കുലർ ക്വസ്റ്റ്യൻസിന് ഈ ഒരു വ്യൂ പോയിന്റ് നമുക്ക് എടുക്കാം. അല്ലെങ്കിൽ വിസിൽ ബ്ലോയിങ് കറപ്ഷൻ അഗേൻസ്റ്റ് കറപ്ഷൻ നിൽക്കുമ്പോൾ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ ഇഫ് ഇറ്റ് ഈസ് റിസ്ക് പേഴ്സണൽ സേഫ്റ്റി എന്ത് ചെയ്യണം, ഇവിടെ ഡ്യൂട്ടിയാണ് നമ്മൾ അപ്ഹോൾഡ് ചെയ്യേണ്ടത്. അപ്പൊ വിസിൽ ബ്ലോയിങ് എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ ഡ്യൂട്ടിയാണ്. കറപ്ഷനെതിരെ സംസാരിക്കുക എന്ന് പറയുന്നത് നമ്മുടെ ഡ്യൂട്ടിയാണ്. ചിലപ്പോൾ നമ്മൾ മരിച്ചു പോയേക്കാം, പക്ഷെ എന്താണ്, ദിസ് ഈസ് വേർ അവർ ഡ്യൂട്ടി ഈസ് ടു ഫോളോ ദ എന്താണ് കാന്തിയം പ്രകാരം നമ്മൾ ഡ്യൂട്ടി ഫോളോ ചെയ്യുക. ഡിയോണ്ടോളജി പറയുന്നത് എന്താണ്, നമ്മളെ വർക്ക് എന്താണ്, ആ വർക്ക് നമ്മൾ ഫോളോ ചെയ്യുക. അപ്പൊ ഇവിടെ നമുക്ക് ചിലപ്പോൾ നമ്മൾ അവർ കൊല്ലുമെന്ന് പറഞ്ഞാലും ആസ് പെർ ഡിയോണ്ടോളജി ഐ ഷുഡ് ഫോക്കസ് ഓൺ ദി വർക്ക് എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റണം, നിങ്ങളുടെ ആൻസേഴ്സിൽ എഴുതാൻ പറ്റണം. അതുപോലെ തന്നെ ഡിസാസ്റ്റർ റിലീഫ് ഡിസ്ട്രിബ്യൂഷനിലൊക്കെ നിങ്ങൾ എന്ത് ചെയ്യരുത്, ഇമ്പാർഷ്യൽ ആവാൻ പാടില്ല, റൂൾ ബേസ്ഡ് ആയിരിക്കണം, ഡ്യൂട്ടി ബേസ്ഡ് എത്തിക്സ് ആയിരിക്കണം ഇവിടെ എന്ത് ചെയ്യേണ്ടത്, ഫോളോ ചെയ്യേണ്ടത് എന്നുള്ള രീതിയിൽ പറയാം. ഇതേ സെയിം ഞാൻ പറഞ്ഞല്ലോ ഫിലോസഫി നമുക്ക് എവിടെയും കാണാൻ പറ്റും. ഇപ്പം ഇന്ത്യയിൽ ഭഗവത്ഗീതയിൽ ഡ്യൂട്ടി ബേസ്ഡ് എന്ത് ചെയ്യണം, നമ്മൾ റിസർച്ചിലേക്ക് ഫോക്കസ് ചെയ്യരുത്, മീൻസിലേക്ക് ഫോക്കസ് ചെയ്യണം. അപ്പൊ ഭഗവത്ഗീതയുടെ അതേ ഭാഗമായിട്ട് തന്നെയാണ് ഗാന്ധി എന്ത് ചെയ്യുന്നത്, ഇൻസ്പയർ ചെയ്തിട്ട് മീൻസിനെ ഫോക്കസ് ചെയ്യുന്നത്. സോ സെയിം ഫിലോസഫി അതേ സമയം തന്നെ ഡെവലപ്പ് ആവുന്ന എവിടെ ഡെവലപ്പ് ആവുന്നുണ്ട്, ഭഗവത്ഗീതയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതേപോലെ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് ഗാന്ധിയൻ പ്രിൻസിപ്പിൾസിലേക്ക് നിങ്ങൾക്ക് മീൻസ് വേഴ്സസ് സെയിം ഫിലോസഫിയാണ്. ഇതൊക്കെ സെയിം ഫിലോസഫീസ് ആണ് പറയുന്നത്. ഇപ്പൊ ഇവിടെ എന്താണ്, നന്മയുള്ള ഒരു ലോകമാണ് നമുക്ക് ഇവിടെ വാർത്തെടുക്കാൻ പറ്റുക. ഓക്കെ, ഇപ്പൊ നിങ്ങൾ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഡിയോണ്ടോളജി എത്തിക്സ് പ്രകാരം എന്ത് ചെയ്യണം, വയസ്സായവരെ നമ്മൾ ഹെൽപ്പ് ചെയ്യണം, നമ്മളായിരിക്കണം ആ പാക്കൊക്കെ എടുത്തുകൊണ്ടത്, നമ്മൾ മോഷ്ടിക്കാൻ പാടില്ല, നമ്മൾ ബാക്കി എന്ത് വെറുതെ ആളുകളെ ചീത്ത പറയാൻ പാടില്ല, എൻവയോൺമെന്റ് നശിപ്പിക്കാൻ പാടില്ല, കോപ്പി അടിക്കാൻ പാടില്ല. ഇതൊക്കെ എന്താണ്, നമ്മളെ ഡിയോണ്ടോളജി എത്തിക്സിന്റെ ഭാഗമായിട്ട് വരുന്ന സാധനമാണ്. അതേപോലെ തന്നെ ഇവിടെ നമ്മൾ എന്ത് ഫോളോ ചെയ്യണം, കാറ്റഗറിക്കൽ ഇമ്പറേറ്റീവ് ഫോളോ ചെയ്യണം. എന്താണ് കാറ്റഗറിക്കൽ ഇമ്പറേറ്റീവ്? എല്ലാം എത്തിക്കലി റൈറ്റ് ആയിട്ടുള്ള ആക്ഷൻസ് ആയിരിക്കണം നമ്മൾ ഫോളോ ചെയ്യേണ്ടിയിരിക്കുന്നത്. ആളുകളെ ഹെൽപ്പ് ചെയ്യണം, ആളുകളെ സഹായിക്കണം, അതുപോലെ നോളജ് എന്ത് ചെയ്യണം, നമ്മൾ ഡെവലപ്പ് ചെയ്യണം. ഇതൊക്കെ കാറ്റഗറിക്കൽ ഇമ്പറേറ്റീവ് ആണ്. ഓക്കെ, ഇനി സോ ദിസ് ഈസ് ഡിയോണ്ടോളജിക്കൽ എത്തിക്കൽ പെർസ്പെക്ടീവ്. ഡിയോണ്ടോളജി എത്തിക്കൽ പെർസ്പെക്ടീവ്സ് കൊടുക്കുന്ന ആരാണ്, കാന്തിയൻ വ്യൂസ് ആണ് ഡിയോണ്ടോളജി തരുന്നത്. ഇനി തിയോളജി പ്രിൻസിപ്പിൾസ് ഉണ്ട്, തിയോളജിക്കൽ അപ്രോച്ച് എന്ന് പറയും. തിയോളജിക്കൽ അപ്രോച്ച് അല്ലെങ്കിൽ തിയോളജിക്കൽ അപ്രോച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി ഇതെന്താണ്, ഇവിടെ യൂട്ടിലിറ്റേറിയൻ ആണ്, അല്ലെങ്കിൽ എന്താണ്, എൻഡിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ്, മീൻസിന് വലിയ ഇമ്പോർട്ടൻസ് ഇല്ല. ഓക്കെ, ഇവിടെ എന്താണ് ഏറ്റവും ഫോക്കസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ തിലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി എൻഡ് എന്നാണ് ഇതിന്റെ അർത്ഥം. സോ ഇവിടെ ഫോക്കസ് ചെയ്യുന്നത് എന്താണ്, എയിമോ ഗോളോ എന്നാണ്. അപ്പം നമ്മൾ മറ്റേ പറയില്ല, നമ്മള് മഹാഭാരതത്തിൽ പറയാറില്ല, മാർഗമല്ല ലക്ഷ്യമാണ് പ്രധാനം എന്ന് പറയില്ല, ആ സംഭവമാണ്. മാർഗം എന്തും ആയിക്കോട്ടെ, പക്ഷെ ലക്ഷ്യം അടിപൊളിയാണെന്നുണ്ടെങ്കിൽ എന്താണ്, എല്ലാം അൾട്ടിമേറ്റ്ലി കറക്റ്റ് ആണ് എന്നുള്ളതാണ് ഇവിടെ പറയാം. അപ്പൊ മാർഗത്തിന് വലിയ ഇമ്പോർട്ടൻസ് ഒന്നുമില്ല, ലക്ഷ്യത്തിനാണ് ഇവിടെ കോൺസിക്വൻസ് ഓഫ് ദി ആക്ഷൻ ആണ് കൂടുതൽ ഇമ്പോർട്ടന്റ്. അൾട്ടിമേറ്റ്ലി ജഡ്ജ് ഒരു സാധനം നല്ലതാണോ ചീത്തയാണോ നോക്കുന്നത് എന്താണ്, നമ്മൾ ജഡ്ജ്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഹൈദരാബാദ് വെറ്റിനറി ഡോക്ടർ റേപ്പ് കേസിൽ എന്ത് ചെയ്യുന്നുണ്ട്, പോലീസ് ഇവരെ എൻകൗണ്ടർ ചെയ്യുന്നു. ഈ എൻകൗണ്ടർ ചെയ്യുന്നത് ഡ്യൂട്ടി ബേസ്ഡ് എത്തിക്സ് ഫോളോ ചെയ്യുന്ന ആളുകൾ എന്ത് പറയും, അല്ലെങ്കിൽ വെർച്വസ് എത്തിക്സ് ഫോളോ ചെയ്യുന്ന ആളുകൾ അത് റോങ് ആണെന്ന് പറയും. കാരണം ഒരാളെ കൊല്ലാൻ പാടില്ല, അപ്പൊ അത് വെർച്വസിനെതിരാണ്, അത് റോങ് ആണ്. അതേപോലെ തന്നെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഡ്യൂട്ടി ബേസ്ഡ് എത്തിക്സ് നോക്കുകയാണെങ്കിൽ ഡ്യൂട്ടിക്ക് അഗേൻസ്റ്റ് ആണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും, അങ്ങനെ പറയും. പക്ഷെ ഇവരും ചിലപ്പോൾ എന്ത് പറയും, തിയോളജി പറയുമ്പോൾ എന്താണ്, ഓക്കെ ക്രൈം ചെയ്ത ആളുകൾ റിമൂവ് ചെയ്തു, ചിലപ്പോൾ അത് നല്ല. പിന്നെ കൊല്ലുക എന്ന് പറയുന്നത് എല്ലാ എത്തിക്കൽ രീതിയിലും റോങ് ആയിട്ട് തന്നെയാണ് കേട്ടോ കൺസിഡർ ചെയ്യുന്നത്. ഞാൻ വേറൊരു എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞേ ഉള്ളൂ. സോ ഇവിടെ ഫോക്കസ് ഓഫ് ഒരാളുടെ ആക്ഷൻ ഫോക്കസ് ചെയ്യുന്നത് അയാളുടെ
ആക്ഷനെ നോക്കിയിട്ടല്ല അല്ലെങ്കിൽ ഡ്യൂട്ടീനെ നോക്കിയിട്ടല്ല, ആ ആക്ഷൻ കൊണ്ട് ഉണ്ടാവുന്ന കോൺസിക്വൻസ്, അതിൽ നിന്ന് വരുന്ന ഔട്ട്കം നല്ലതാണ് എന്നുണ്ടെങ്കിൽ ആക്ഷൻ റൈറ്റ് ആണെന്ന് പറയാൻ പറ്റും. സോ ഫോക്കസ് ഈസ് ഓൺ മോറൽ വാല്യൂ ആൻഡ് കോൺസിക്വൻസ് ദാറ്റ് ആൻ ഇൻഡിവിജ്വൽ ആക്ഷൻ പ്രൊഡ്യൂസേഴ്സ്. അല്ലാതെ അയാൾ ചെയ്യുന്ന റോളിനോ ആക്ഷനോ വേണ്ടിയിട്ടല്ല എന്ത് ചെയ്യുന്നത്, നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് എന്നുള്ളതാണ്. അപ്പം ഇതിന്റെ ഇമ്പോർട്ടൻസ്, തിയോളജിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഗുഡ് ഈസ് പ്രയർ ടു ദി റൈറ്റ്. റൈറ്റ് ആണോ എന്നുള്ളതല്ല നോക്കുന്നത്, ആദ്യം എന്ത് ചെയ്യുന്നു, കോൺസിക്വൻസ് ഗുഡ് ആണോ എന്നുള്ളതാണ് നോക്കുന്നത്. അപ്പൊ ഇവരെന്ത് ചെയ്യുന്ന വെച്ചാൽ, ഇപ്പൊ ബാങ്കിൽ ഞാൻ പറഞ്ഞ പോലെ മണി ഈസ്റ്റില് കൊള്ളയടിക്കുന്നത് ഇവർക്ക് എന്താണ്, ഈ മണിയൊക്കെ കൊണ്ടുപോയിട്ട് നമ്മൾ ഹെലികോപ്റ്ററിൽ മേലെ എല്ലാവർക്കും വിതരണം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആക്ട് ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഇവിടെ എന്താണ്, ഫൈനലി ഈ പൈസയൊക്കെ എന്ത് ചെയ്യുന്നു, ചാരിറ്റിക്കാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അപ്പൊ റൈറ്റ് മൂവ്മെന്റ് അല്ലേ. അപ്പൊ ആ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിനെ ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റും. ഇതിന്റെ ഒരു ഇന്റർപ്രിട്ടേഷനിലെ ഡിഫറൻസസ് കാണാൻ വേണ്ടിയിട്ട് വേറെ ഒരു എക്സാമ്പിൾ നോക്കിക്കോ. ഇപ്പൊ നിങ്ങൾ ഒരു പട്ടി റോഡിൽ സൈഡിൽ കിടന്നുറങ്ങുമ്പോൾ നിങ്ങൾ പൊതുവെ ഒരു പട്ടീനെ കാണുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യാറുണ്ട്, ആ പട്ടീനെ കല്ലെടുത്ത് എറിയാറുണ്ട്. ഓക്കെ, അപ്പം അല്ലെങ്കിൽ എന്താണ്, നിങ്ങൾ ഒരു കല്ലെടുത്തോ അല്ലെങ്കിൽ ആ പട്ടീനെ എറിയുന്നു. അപ്പൊ പട്ടി കരഞ്ഞുകൊണ്ട് എന്ത് ചെയ്യുന്നു, റോഡിൽ നിന്ന് മാറുന്നു. ആ മാറിയ മൊമെന്റിൽ തന്നെ അതിൽ കൂടെ ഒരു കാറ് വന്നിട്ട് ആ ഒറ്റ പോക്ക് അതിൽ പോകുന്നു. ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കിക്കേ, ഈ പട്ടീനെ നിങ്ങൾ കല്ലെടുത്ത് എറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല എന്നുണ്ടെങ്കിൽ പട്ടി അവിടെ കിടക്കില്ലായിരുന്നോ? അങ്ങനെ പട്ടി അവിടെ കിടക്കുമായിരുന്നെങ്കിൽ പട്ടീനെ കാറിടിച്ച് പട്ടി എന്ത് ചെയ്തു തന്നെ ചത്തുവരെ. അപ്പൊ ഈ ഒരു സിറ്റുവേഷനിൽ ഡിയോണ്ടോളജിക്കൽ ആളുകളാണ് എന്ത് പറയുന്നത് വെച്ച് കഴിഞ്ഞാല്, പട്ടീനെ കല്ലെറിഞ്ഞത് തെറ്റാന്ന് പറയും. ഓക്കെ, പക്ഷെ തിയോളജിക്കൽ ആളുകൾ എന്ത് പറഞ്ഞാൽ, നിങ്ങൾ കല്ലെറിഞ്ഞത് കൊണ്ട് പട്ടി രക്ഷപ്പെട്ടു, അപ്പൊ ഔട്ട്കം എന്താണ്, പട്ടി രക്ഷപ്പെട്ടു, യു സേവ് ദ ലൈഫ് ഓഫ് എ ഡോഗ്, അപ്പൊ നിങ്ങൾ അടിപൊളിയാണ് എന്നുള്ളതാണ് തിയോളജിക്കൽ ആസ്പെക്ട്സ് പറയാ. ഇവിടെ കോൺസിക്വൻസിനാണ് ഇമ്പോർട്ടൻസ്. പക്ഷെ ഡിയോണ്ടോളജിയിലെ ആളുകൾ പട്ടീനെ കല്ലെറിയുന്നത് എന്താണ്, ആക്ഷൻ റോങ് ആണ്. അവിടെ കല്ല് എറിയ എന്ന് പറയുന്നത് തെറ്റായ ഒരു ആക്ഷനാണ്, അല്ലെ പട്ടീനെ അടിക്കുക എന്ന് പറയുന്നത് തെറ്റായ ഒരു ആക്ഷനാണ്. അതുകൊണ്ട് പട്ടി ചാവാതിരുന്നാൽ പോലും ആ ഫസ്റ്റ് ആക്ഷൻ എന്തായതാണ്, റോങ് ആയതുകൊണ്ട് ഫർദർ കാര്യത്തെ പറ്റി പിന്നെ ക്വസ്റ്റ്യൻ ഇല്ല. ഓക്കെ, അപ്പം ഇതാണ് ഇത് തമ്മിലുള്ള വ്യത്യാസം. മറ്റേടത്ത് ആക്ഷൻ റോങ് ആണെന്നുണ്ടെങ്കിലും, ഇപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ, നിങ്ങളിപ്പം ഒരുത്തനിട്ട് ഒറ്റ മോന്തയ്ക്ക് ഒറ്റ അടിയും കൊടുത്തു. അടി കൊടുത്തപ്പോൾ അവൻ എന്ത് ചെയ്തു, അടി കൊണ്ട് നൈസായിട്ട് ഇങ്ങനെ വീണു. ആ സമയത്ത് എന്ത് ചെയ്തു, അല്ലെങ്കിൽ അടി കൊണ്ട് അവൻ അങ്ങോട്ട് മാറി. ആ സമയത്ത് അവിടെ തേങ്ങ കറക്റ്റ് വീഴുമായിരുന്നു. അപ്പൊ അവൻ അവിടെ നിന്നിരുന്നെങ്കിൽ തേങ്ങ തലയിൽ വീണ് അവൻ മരിക്കുമായിരുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾ അടി കൊടുത്തത് എന്തായി, റൈറ്റ് ആയിട്ടുള്ള ഒരു ആക്ഷൻ. പിന്നെ അടുത്ത പ്രാവശ്യം നിങ്ങൾ എന്തെങ്കിലും തല്ലുമ്പോൾ ഈ രീതിയിലുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കി വെച്ച് തല്ലുവാണെങ്കിൽ തിയോളജിക്കൽ വെച്ചിട്ട് നിങ്ങൾക്ക് പറയാം, നിങ്ങൾ തല്ലിയത് എന്താണ്, അടിപൊളിയാണെന്ന് നിങ്ങൾക്ക് പറയാം. ഓക്കെ, ഇതാണ് തിയോളജിക്കൽ എത്തിക്സിന്റെ ബേസിക് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് കേട്ടോ. അപ്പം ഇവിടെ കോൺസിക്വൻസിനാണ് ഇമ്പോർട്ടൻസ്, അല്ലെങ്കിൽ ഔട്ട്കമിനാണ് ഇമ്പോർട്ടൻസ്, അല്ലാതെ എന്തല്ല, ഇതുകൊണ്ട് എന്തുണ്ടാവുന്നു എന്നുള്ളത് കൊണ്ടല്ല ഇമ്പാക്ട് വരുന്നത്. ഇത് വെച്ചിട്ട് ഈ പഠിച്ചതൊന്നും വെച്ചിട്ട് എന്റെ മേത്ത് പ്രയോഗിക്കാൻ വേണ്ടി വരുന്നത്, എനിക്ക് അത്ര പറയാനുള്ളൂ. ഇനി അടുത്ത പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് യൂട്ടിലിറ്റേറിയൻ. അത് പഠിപ്പിച്ചതുകൊണ്ട് നിങ്ങൾ പറയുന്നത് ഇത് ലോജിക്കലാണ് സാറേ, അതുകൊണ്ട് റൈറ്റ് ആണെന്ന് പറഞ്ഞിട്ട് എനിക്കൊന്നും പറയാൻ പറ്റില്ല, അതുകൊണ്ടാണ്. ഇനി നെക്സ്റ്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ യൂട്ടിലിറ്റേറിയൻ പ്രിൻസിപ്പിൾ. നെക്സ്റ്റ് ഈസ് യൂട്ടിലിറ്റേറിയൻ ആണ്. യൂട്ടിലിറ്റേറിയനിസത്തിൽ ഇവിടെ പ്രൊമോട്ട് ചെയ്യുന്നത് മാക്സിമം ഗുഡ് ഫോർ മാക്സിമം പീപ്പിൾ. ഏറ്റവും കൂടുതൽ സന്തോഷം, അതായത് ഇത് പറ്റിയതാണ്, സന്തോഷം വാരി വിളമ്പുക. ഏറ്റവും കൂടുതൽ സന്തോഷം ഏറ്റവും കൂടുതൽ ആളുകൾക്ക് കിട്ടുന്ന ആക്ഷൻ എന്താണോ അതാണ് കറക്റ്റ്, യൂട്ടിലിറ്റേറിയൻ ആണ്. അപ്പൊ ഏറ്റവും കൂടുതൽ യൂട്ടിലിറ്റി എവിടെയാണോ കൂടുതൽ കിട്ടുന്നത് ആ ആക്ഷനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, എത്തിക്കലി റൈറ്റ് ആണെന്ന് യൂട്ടിലിറ്റേറിയൻസ് പറയാം. ഓക്കെ, അപ്പൊ ഇതിന്റെ ഫൗണ്ടർ എന്ന് പറയുന്നത് ജെർമി ബന്ധം എന്ന് പറയുന്ന തിങ്കർ ആണ്. ജെർമി ബന്ധത്തിനെയും ഇതേപോലെ UPSC റിപ്പീറ്റഡ് ആയിട്ട് ജെർമി ബന്ധത്തിന്റെ കോട്ട് എടുത്ത് ചോദിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ജെർമി ബന്ധത്തിന്റെ യൂട്ടിലിറ്റേറിയൻ പ്രിൻസിപ്പിൾസ് എന്താന്ന് പറഞ്ഞ് എഴുതാൻ വേണ്ടി ചോദിച്ചിട്ടുണ്ട്. അതല്ലാതെ എന്ത് ചെയ്യുന്നത്, ഇൻഡയറക്ട്ലി പല സമയത്ത് യൂട്ടിലിറ്റേറിയൻ പ്രിൻസിപ്പിൾ ആയിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. UPSCയുടെ ഒരു ഫേവറേറ്റ് ഏരിയ ആണ്. അപ്പം ഇതിന്റെ പുള്ളി ബേസിക്കലി ഇംഗ്ലണ്ടുകാരനാണ്. സോ പുള്ളി കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന എന്താണ്, യൂട്ടിലിറ്റിയിലാണ്. ഇപ്പൊ നിങ്ങൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ, ഈ സിറ്റുവേഷൻ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ വലിയ 3 പേരും ഉണ്ട്, ചെറിയൊരു ചെക്കനും ഉണ്ട്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, ചിലപ്പോൾ നമ്മൾ പൊതുവെ എന്താ ബേസിക്കലി ചെയ്യാറ്, ചെറിയ കുട്ടികളൊക്കെ രക്ഷപ്പെടുത്തട്ടെ എന്ന് പറഞ്ഞാൽ നമ്മൾ ചെറിയ കുട്ടികൾക്കായിരിക്കും കുട കൊടുക്കുക, അല്ലെ? ഒരിക്കലും ചെയ്തുകൂടാ. അപ്പം മഴ നനയണം. കാരണം ഇവിടെ എന്താണ്, 3 മിടുക്കന്മാരായ തടിമാടന്മാരെ നമ്മൾ എന്താണ് രക്ഷിക്കണം. അപ്പൊ ഇവന്മാരെ നമ്മൾ രക്ഷിക്കുക എന്നുള്ളപ്പോൾ നോക്കിയാൽ, ഇവനെ ഞാൻ കുട ചൂടിച്ചു കഴിഞ്ഞാൽ ഇവന് മാത്രമേ സന്തോഷം ഉണ്ടാവുള്ളൂ. പക്ഷെ ഞാൻ എന്ത് ചെയ്യുന്നു, ഈ 3 പേർക്ക് കുട ചൂടി കൊടുത്തു കഴിഞ്ഞാൽ ഈ 3 പേര് ഹാപ്പിയായി. അപ്പൊ ഏറ്റവും കൂടുതൽ മാക്സിമം ഗുഡ് ഫോർ മാക്സിമം പീപ്പിൾ എവിടെയാണ്, ഈ 3 പേരിലാണ് വരുന്നത്. അപ്പം ഇവിടെയാണ് ഇതാണ് എത്തിക്കലി റൈറ്റ് ആക്ഷൻ. ഓക്കെ, ഒരിക്കലും കൊടുക്കരുത് ഇവന്. ഇതാണ് എന്തെന്ന് പറയുന്നത്, യൂട്ടിലിറ്റേറിയൻ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് മാക്സിമം ഗുഡ് ഫോർ മാക്സിമം പീപ്പിൾ. അപ്പൊ യൂട്ടിലിറ്റി ആണ് ഇവിടെ ഏറ്റവും ഇമ്പോർട്ടന്റ്. ഏറ്റവും കൂടുതൽ യൂട്ടിലിറ്റി ഏതാണോ അവർക്കായിരിക്കണം നമ്മുടെ ആക്ഷൻസ് കൊടുക്കുക. അപ്പം ഒരു ആക്ഷൻ നല്ലതാണോ ചീത്തയാണോ എന്ന് ജഡ്ജ് ചെയ്യുന്നത് അത് മാക്സിമം പീപ്പിളിന് മാക്സിമം ഗുഡ് ഉണ്ടാക്കിയോ എന്നുള്ളതിന്റെ ബേസ് ചെയ്താ. നേരത്തെ ഞാൻ പറഞ്ഞ ട്രെയിനിന്റെ എക്സാമ്പിൾ പറയുകയാണ് എന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ ആരെ കൊല്ലണം, ഇവിടെ നമ്മൾ ഈ ഒരു കുട്ടി എന്ത് ചെയ്യുന്നു, ഈ ക്ലോസ്ഡ് ആയ റെയിൽവേയിൽ ഇരുന്ന ഒരു കുട്ടീന്റെ ഭാഗത്തേക്ക് ട്രെയിൻ തിരിച്ചു വിടണം. കാരണം ഇവിടെ എന്താണ്, ഈ കുട്ടീനെ കൊന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, 5 കുട്ടികളെ രക്ഷിക്കാൻ പറ്റും. സോ ഇതാണ് മാക്സിമം ഗുഡ് ഫോർ മാക്സിമം പീപ്പിൾ എന്ന് പറയുന്നത്. സോ ദിസ് ഈസ് കോൾഡ് യൂട്ടിലിറ്റേറിയൻ പെർസ്പെക്റ്റീവ്. സോ യൂട്ടിലിറ്റേറിയൻ പെർസ്പെക്റ്റീവില് ആക്ഷന്റെ ഔട്ട്കമ്മിനെ വെച്ചിട്ടാണ് നമ്മൾ ജഡ്ജ് ചെയ്യുക. മറ്റേത്
ഡിയോണ്ടോളജി ഇതിന്റെ നേരെ ഓപ്പോസിറ്റാ. ആക്ഷന്റെ ഔട്ട്കം അല്ല, ആക്ഷന്റെ മീൻസിനാണ് ഇമ്പോർട്ടൻസ്, ഡ്യൂട്ടിക്കാണ് ഇമ്പോർട്ടൻസ്. ഡ്യൂട്ടി കറക്റ്റായി ഫോളോ ചെയ്യുന്നുണ്ടോ അത് നോക്കിയാൽ മതി, ബാക്കിയൊക്കെ വേറെ. ഓക്കെ, സോ ഇവിടെ ഗ്രേറ്റസ്റ്റ് ഹാപ്പിനെസ് ഫോർ ഗ്രേറ്റർ നമ്പർ ഓഫ് പീപ്പിളിന് ഉണ്ടോ എന്നുള്ളതിനെ നോക്കിയിട്ടാണ് റൈറ്റ് ആണോ റോങ് ആണോ എന്ന് തീരുമാനിക്കുക. ഇപ്പം ഹാപ്പിനെസ് എന്ന് പറയുന്നത് ഇവിടെ എന്താണ് ഉദ്ദേശിക്കുന്നത്? അവിടെ ആബ്സെൻസ് ഓഫ് പെയിൻ അല്ലെങ്കിൽ പ്ലഷർ ഉണ്ടായിരിക്കുക എന്നാണ്. സോ ഇവിടുത്തെ ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എഡോണിസ്റ്റിക് കാൽക്കുലസ് ആണ്. എഡോണിസ്റ്റിക് കാൽക്കുലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ സമയത്ത് നമ്മുടെ സന്തോഷം ഇതാണെന്നുണ്ടെങ്കിൽ ആ എത്തിക്കൽ ആക്ഷൻ റൈറ്റ്ഫുൾ ആയി മാറും. അപ്പൊ അവിടെ ഒരു പ്രശ്നം എത്തിക്കൽ ഈഗോയിസം എന്ന് പറയുന്ന ഒരു പ്രോബ്ലം ഉണ്ട്. എത്തിക്കൽ ഈഗോയിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന എന്തിനായിരിക്കും? എന്റെ ഹാപ്പിനെസ്സിനായിരിക്കും ഞാൻ കൂടുതൽ ഫോക്കസ് ചെയ്യാം. ഇപ്പം ഏതൊരു ആക്ഷൻ എനിക്ക് കുറെ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞാനൊരു 10,000 രൂപ കറപ്റ്റ് ചെയ്യുന്നു എന്ന് വിചാരിക്കാം. ഇതെനിക്ക് എന്റെ ഭയങ്കര ഹാപ്പിനെസ് കൂട്ടുന്നു വിചാരിക്കാം. ഫോർ എക്സാമ്പിൾ എന്റെ ഭാര്യ, മക്കള് ഇവരൊക്കെ ഭയങ്കര രാവിലെ വൈകുന്നേരം ഞാൻ ഈ 10,000 രൂപ മറ്റേ കറപ്റ്റ് ചെയ്ത് പൈസയായിട്ട് വീട്ടിലോട്ട് വരുമ്പോൾ ഇവരൊക്കെ തുള്ളിച്ചാടി ഡാൻസ് കളിക്കുന്നു. സോ ഓട്ടോമാറ്റിക്കലി ഇവിടെ ഹാപ്പിനെസ് വന്നില്ലേ? അപ്പൊ ഇതെന്ത് ചെയ്യും? എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ രീതിയിൽ ഇത് നല്ലതാന്ന് പറഞ്ഞിട്ട് വേണമെങ്കിൽ എനിക്ക് വേണമെങ്കിൽ ഈ യൂട്ടിലിറ്റേറിയൻസിന് വേണമെങ്കിൽ ചെയ്യാം. അതാണ് എത്തിക്കൽ ഈഗോയിസം. എന്റെ സെൽഫ് പ്രൊമോട്ട് അല്ലെങ്കിൽ എന്റെ ഗുഡ്നെസ്സിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു? ചില ആക്ഷൻസ് എടുക്കുന്നു. സൊസൈറ്റിന്റെ ഗുഡ്നെസ് ചിലപ്പോൾ ഞാൻ നോക്കിന്ന് വരില്ല. അപ്പൊ ഇവിടെ എത്തിക്കൽ ഈഗോയിസം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? എത്തിക്കൽ ഈഗോയിസം മീൻസ് എന്റെ സെൽഫ് ഹാപ്പിനെസ്സിനെയാണ് ഞാൻ പ്രൊമോട്ട് ചെയ്യുന്നത്, പക്ഷെ എന്തിന്റെ ഹാപ്പിനെസ്സിനല്ല, സൊസൈറ്റിന്റെ ഹാപ്പിനെസ്സിനെ അല്ല ഞാൻ എന്ത് ചെയ്യുന്നത്? പ്രൊമോട്ട് ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്യുന്ന കാര്യത്തിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? എത്തിക്കൽ ഈഗോയിസം അല്ലെങ്കിൽ എന്താ പറയാ എത്തിക്കൽ ഈഗോയിസം. അല്ല, ഇതിനകത്തുള്ള ഒരാൾ എനിക്ക് മെസ്സേജ് ആയിരിക്കും എന്ത് ചെയ്യണം എന്ന് ചോദിച്ചപ്പോൾ eat 5 star and do nothing. ഓക്കെ, അങ്ങനെ ആൻസർ ചെയ്ത് വെക്കരുത്. അപ്പൊ ബേസിക്കലി എന്താണ്? അപ്പം ഇതിനകത്ത് എത്തിക്കൽ ഈഗോയിസത്തിൽ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിക്കലി നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഹാപ്പിനെസ് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, നമ്മൾ ഓൺ ഹാപ്പിനെസ് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി ചില സമയത്ത് നമ്മൾ എത്തിക്കൽ ഈഗോയിസത്തിൽ സൊസൈറ്റിയുടെ ഹാപ്പിനെസ് വേണ്ടെന്ന് നോക്കും. സോ ദാറ്റ് ഇസ് ദ ബിഗ്ഗസ്റ്റ് പ്രോബ്ലം. സോ ഇവിടെ ആളുകളുടെ ഹാപ്പിനെസ് ക്വാണ്ടിഫൈ ചെയ്തിട്ടാണ് ഔട്ട്കമ്മിന്റെ എന്ത് ചെയ്യുക, ബെനിഫിറ്റ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് തീരുമാനിക്കുക. സോ ഇവിടെ നമ്മൾ എങ്ങനെയാണ് ആളുകളുടെ ഹാപ്പിനെസ് നോക്കുക? അതിന്റെ ഇന്റൻസിറ്റി, അതായത് എത്രത്തോളം പ്ലഷർഫുൾ ആണ് ആ സിറ്റുവേഷൻ, എത്ര കാലം ആ സന്തോഷം നിലനിൽക്കും. ഇപ്പൊ സെർട്ടനിറ്റി, എത്രത്തോളം അത് എന്നും ആ സന്തോഷം നിലനിൽക്കുമോ, അതിന്റെ എത്രത്തോളം അടുത്താണ് ആ സന്തോഷം ഉള്ളത്, അതുപോലെ തന്നെ ഇതിന്റെ എന്താണ് റിപ്പീറ്റേഷൻ, പ്യൂരിറ്റി, ഇത് നോക്കിയിട്ടാണ് ആളുകൾ എത്രത്തോളം അതിന്റെ അഫക്റ്റഡ് ആണ്. ഫോർ എക്സാമ്പിൾ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഒരു ഡാം ബിൽഡ് ചെയ്യുന്നു. ഇവിടെ എങ്ങനെയാണ് നിങ്ങൾ യൂസ് ചെയ്യുക? ഇപ്പൊ കേസ് സ്റ്റഡി വരും. നിങ്ങൾ ഒരു ട്രൈബൽ വില്ലേജിലുള്ള ഒരു ഫോറസ്റ്റ് ഓഫീസറാണ്, അവിടെ ഒരു ഡാം പണിയണം. ഈ ഡാം പണിത് കഴിഞ്ഞ് കഴിഞ്ഞാൽ തൊട്ടടുത്തുള്ള വലിയ സിറ്റിയിൽ എന്ത് ചെയ്യും? വെള്ളത്തിന് ക്ഷാമമുണ്ട്. ഇവിടെ വെള്ളം കിട്ടാതെ ആളുകൾ പിന്നെ വെള്ളം ദാഹിച്ച് വലഞ്ഞ് അങ്ങനെ കുപ്പിയെടുത്ത് ഇങ്ങനെ നടക്കുകയാണ്. പക്ഷെ ഈ ഡാം ഇവിടെ പണിത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ആളുകൾക്കുള്ള ഇഷ്ടമുള്ള വെള്ളം കിട്ടും. പക്ഷെ പ്രോബ്ലം എന്താ വെച്ചാൽ ഈ ഡാം പണിത് കഴിഞ്ഞാൽ ഈ ഡാമിന് ചുറ്റുമുള്ള വളരെ കുറച്ച് ഒരു 50 പേരുള്ള, അങ്ങനെ അവർ എത്തിക്സിൽ അവരെങ്ങനെയാ കേസ് സ്റ്റഡി ചെയ്തില്ല, വെറും 50 പേരുള്ള ഒരു പാവം കുറച്ച് ട്രൈബ്സ് അവിടെ ഉണ്ട്. പക്ഷെ കുറച്ച് 50 പേരേ ഉള്ളൂ. പക്ഷെ ഇവിടെ എത്ര പേരുണ്ട്? കുറേ പേരുണ്ട്. അപ്പൊ ഇനി എന്ത് ചെയ്യണം? നിങ്ങൾക്ക് ഇവിടെ ഡാം പണിയണം. ഡാം പണിയരുതെന്ന് പറഞ്ഞ് ഇവർ പ്രൊട്ടസ്റ്റ് ചെയ്യുന്നു. ഈ പ്രൊട്ടസ്റ്റിന്റെ സമയത്ത് നിങ്ങൾ വന്നു ഡാം പണിത് കഴിഞ്ഞ് ഇവന്മാർ എന്ത് ചെയ്യും? ഇവരുടെ കൾച്ചർ, ഇവരെ മാറ്റി താമസിച്ച് കഴിഞ്ഞാൽ ഇവരുടെ കൾച്ചർ മാറും. ഇവർക്ക് ആകെ അറിയുന്ന ഇൻകം ഈ ഒരു കാട്ടിൽ നിന്ന് മാത്രമേ കിട്ടുള്ളൂ. ഇവിടുന്ന് മാറിക്കഴിഞ്ഞാൽ ഇവരുടെ സർവൈവൽ തന്നെ പ്രോബ്ലം ആയേക്കാം. ഇവർ മാറാൻ ഇവിടെ തയ്യാറുമല്ല. ഇത് കുറെ എന്ത് ചെയ്യുന്നുണ്ട്? ആളുകൾ പ്രൊട്ടസ്റ്റ് ചെയ്യുന്നുണ്ട്. എൻവയോൺമെന്റലിസ്റ്റുകൾ ഇവിടെ വന്ന് പ്രൊട്ടസ്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ മറുഭാഗത്തോ എന്നാൽ ഇപ്പോൾ സുനിതേന്റെ ലൈഫ് അവിടെ, എന്നാൽ ഇപ്പൊ എന്താണ് അവസ്ഥ? ഇവിടെ വെള്ളം കിട്ടാതെ ഒരു പട്ടിണി പാവങ്ങളായുള്ള കുറെ റിച്ച് ആയുള്ള വലിയ വലിയ ആളുകൾ ഈ സിറ്റിയിലുണ്ട്. അപ്പൊ ഇവിടെ എന്ത് ചെയ്യും? സോ യു ക്യാൻ യൂസ് യൂട്ടിലിറ്റേറിയൻ പ്രിൻസിപ്പിൾ, മാക്സിമം ഗുഡ് ഫോർ മാക്സിമം പീപ്പിൾ. ഇത് വേവ് ചെയ്തിട്ട് ഇവിടെ നോക്കുമ്പോൾ നോക്കിയേ, ഏറ്റവും ഇന്റൻസിറ്റി വെള്ളം കിട്ടും, കുറെ കാലം വെള്ളം കിട്ടും, എന്തായാലും വെള്ളം കിട്ടും. കുറച്ചു കാലം എന്ത് ചെയ്യുന്നു? എപ്പോഴും ഈ ഹാപ്പിനെസ് കൂടുതലും ഒരു വൺ ടൈം ഹാപ്പിനെസ് അല്ല, ഇറ്റ്സ് എ ലോങ് ടൈം ഹാപ്പിനെസ്. സോ ഇവിടെ ഏറ്റവും വെയിറ്റ് എവിടെയാണ് കൊടുക്കാൻ പറ്റുക? ഈ 50 പേർക്ക് സങ്കടമാണ് എന്നുണ്ടെങ്കിലും ഈ ആളുകൾക്ക് ഹാപ്പി ആയതുകൊണ്ട് ലെറ്റ്സ് ഗോ ഫോർ ഡാം എന്ന രീതി. പക്ഷെ നമ്മളിവിടെ ബാക്കി എഴുതണം കേട്ടോ. ബാക്കി എഴുതുന്ന സമയത്ത് അവർ വെറുതെ കളയാൻ പാടില്ല. അവർക്ക് വേണ്ടി ഞാൻ എല്ലാം ചെയ്യും ഏമാനെ എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ബാക്കി എഴുതണം. ഓക്കെ, അപ്പം അതിന് ഞാൻ പറഞ്ഞ അതിന്റെ ഒരു വേ ഔട്ട് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യണം? നിങ്ങൾക്ക് എത്തിക്കൽ കേസ് സ്റ്റഡീസിൽ നമുക്ക് യൂട്ടിലിറ്റേറിയൻ പ്രിൻസിപ്പിൾസിനെ ഒരു വേ ഔട്ട് ആയിട്ട് അവിടെ എടുക്കാൻ പറ്റും. ഓക്കെ, സോ ഇവിടെ നമ്മൾ ആക്ഷൻസ് എടുക്കുന്ന സമയത്ത് എ ലോ ഷുഡ് ബി ജഡ്ജ് ബേസ്ഡ് ഓൺ ദ നെറ്റ് പ്ലഷർ. അതായത് നമ്മൾ ഓരോ ലോയും ഉണ്ടാക്കുന്ന സമയത്ത് ആ ലോ ആളുകൾക്ക് സന്തോഷം കിട്ടുമോ ഇല്ലയോ എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഈ ഒരു ലോ ഉണ്ടാക്കേണ്ടത്. അപ്പൊ ബന്ധം ബേസിക്കലി അതിനുശേഷം പ്രിസൺ റിഫോം ഒക്കെ നടത്തുന്നുണ്ട്. കാരണം പ്രിസണിലെ ലോയ്ക്ക് എന്തില്ല? ആളുകൾക്ക് സന്തോഷമില്ല. അപ്പൊ ആ ലോയിൽ റിഫോം വരുത്തുന്നത്, കാരണം അവിടെ ഹാപ്പിനെസ് വരുന്നില്ലല്ലോ. എന്ത് ലോ നമ്മൾ ഇറക്കുവാണെന്നുണ്ടെങ്കിലും സന്തോഷം ഉണ്ടാവുമെങ്കിൽ ആ ലോ ജസ്റ്റിഫയബിൾ ആവാൻ പറ്റുള്ളൂ. സന്തോഷം ഇല്ലെങ്കിൽ ജസ്റ്റിഫയബിൾ ആവില്ല. അപ്പൊ ഹാപ്പിനെസ് ആണ് മെയിൻ. അപ്പൊ മറ്റേ ഇയാളെ പോലെ മറ്റേ നമ്മുടെ ആവേശത്തിലെ മറ്റേ ഇവന്റെ അമ്മേനെ പോലെയാണ്, മോൻ എപ്പോഴും ഹാപ്പി ആയിരിക്കണം. ഇതായിരിക്കണം യൂട്ടിലിറ്റേറിയൻ പ്രിൻസിപ്പിൾ.
എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കുക എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. ഓക്കെ, ഇനി ഇപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ വാക്സിൻ പ്രോഗ്രാമിൽ നോക്കുകയാണെങ്കിൽ ഇപ്പൊ ചില ആളുകൾ വാക്സിൻ, ഈ കേസ് സ്റ്റഡി നിങ്ങൾക്ക് വരാം, വാക്സിൻ എന്ത് ചെയ്യണം, വാക്സിൻ എടുക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ചില ആളുകൾ എന്ത് ചെയ്യും, റെസിസ്റ്റ് ചെയ്യും. പക്ഷെ ഇവിടെ എന്ത് ചെയ്യരുത്, അവർ റെസിസ്റ്റൻസ് നോക്കാതെ അവർ വാക്സിൻ കൊടുക്കണം. കാരണം മാക്സിമം ഗുഡ് ഫോർ മാക്സിമം പീപ്പിൾ ആണ് എല്ലാവരും വാക്സിൻ എടുത്തത്. അപ്പൊ ആ റെസിസ്റ്റൻസ് നമുക്ക് മറികടക്കാൻ പറ്റണം. ഇൻഫ്രാസ്ട്രക്ചർ പ്രൊജക്ടിന്റെ കാര്യം ഞാൻ ഓൾറെഡി പറഞ്ഞു. അല്ലെങ്കിൽ ബന്ധം എന്ത് ചെയ്യുന്നുണ്ട്, ബന്ധം വുഡ് ജസ്റ്റിഫൈ ദാറ്റ് ഇവർ ഓവറോൾ ഹാപ്പിനെസ് ഔട്ട്വെയ്റ്റ് ദ സഫറിംഗ് ദോ ദ മോഡേൺ എത്തിക്സ് എന്ത് ചെയ്യുന്നുണ്ട്, ഇവരെ റീഹാബിലിറ്റേഷനിലേക്ക് കൊടുക്കണം എന്നുള്ളതിലേക്ക് പോകണം എന്നുള്ളതാണ് പറയുന്നത്. ടാക്സേഷൻ പോളിസീസ് നോക്കുകയാണെങ്കിൽ പ്രോഗ്രസീവ് ടാക്സ് എന്ത് ചെയ്യുന്നുണ്ട്, വെൽത്ത് റീഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്നു, മാക്സിമം ആളുകളിലേക്ക് അതെത്തുന്നു. ദെൻ നമ്മൾ എന്ത് ചെയ്യണം, യൂട്ടിലിറ്റേറിയൻ പ്രിൻസിപ്പിൾ എടുക്കണം എന്നുള്ളതാണ്. ഇതാണ് ബന്ധത്തിന്റെ പ്രിൻസിപ്പിൾ. പക്ഷെ ബന്ധത്തിന് ഒരു പ്രോബ്ലം എന്താണ്, എന്റെ ഹാപ്പിനെസിന് വേണ്ടിയിട്ട് എനിക്ക് എന്ത് പ്രയോറിറ്റി ചെയ്യാം, സൊസൈറ്റിന്റെ ഹാപ്പിനെസ് എന്റെ ഹാപ്പിനെസിന്റെ മുകളിൽ എന്റെ ഹാപ്പിനെസിന് എന്ത് ചെയ്യാം, എത്തിക്കൽ ഈഗോയിസം ഫോളോ ചെയ്യാം. എനിക്ക് ഹാപ്പി ആണെന്നുണ്ടെങ്കിൽ ഈവൻ സൊസൈറ്റിക്ക് അത് മോശമാണെന്നുണ്ടെങ്കിൽ എനിക്കത് ചെയ്യാനുള്ള ഒരു ചെറിയ സ്കോപ്പ് അവിടെ ഉണ്ട്. അതൊരു പ്രോബ്ലം ആണ്. ഈ പ്രോബ്ലം മാറ്റുന്നത് JS മില്ലാണ്. JS മില്ലാണ് യൂട്ടിലിറ്റേറിയൻ പ്രിൻസിപ്പിളിനെ കുറച്ചുകൂടി എന്ത് ചെയ്യുന്നത്, അടിപൊളിയാക്കിയിട്ട് നിലനിർത്താൻ പറ്റുന്നത്. അപ്പൊ പുള്ളി ഇവിടെ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഇവിടെ എത്തിക്കൽ എന്ത് ചെയ്യുന്നു, ഈഗോയിസിന് പകരം എത്തിക്കൽ ഓൾട്രൂയിസം ആണ് JS മില്ല് പറയുന്നത്. സോ ഇവിടെ പ്ലഷർ നമ്മൾ നോക്കുന്നത് ഈഗോയിസ്റ്റിക് പ്രിൻസിപ്പിളിനല്ല, നമ്മുടെ ഓൾട്രൂയിസ്റ്റിക് പ്രിൻസിപ്പിൾ ആണ്. അതായത് നമ്മുടെ സ്വന്തം സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ടല്ല ഹാപ്പിനെസ് ഉണ്ടാവരുത്. നമ്മുടെ ഹാപ്പിനെസ് എന്താവാൻ പാടില്ല, നമുക്ക് സ്വന്തം ഹാപ്പിനെസ് നോക്കാം. ഇപ്പൊ എന്റെ ഹാപ്പിനെസ് വേറൊരാളെ എഫക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അത് എത്തിക്കൽ ഓൾട്രൂയിസത്തിൽ പറ്റില്ല. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞാൻ ആലോചിക്കും, ഇപ്പൊ ഞാൻ എന്റെ ഹാപ്പിനെസ് ഇന്ന് ലീവ് എടുത്തിട്ട് ചിലപ്പോൾ വീട്ടിലിരുന്ന് TV ആണെന്നാന്ന് വിചാരിക്കാം. അതെനിക്ക് ചെയ്യുന്നതിന് കുഴപ്പമില്ല, വേറൊരാൾ അത് ഇമ്പാക്ട് ചെയ്യുന്നില്ല. പക്ഷെ ഞാൻ കറപ്ഷൻ മേടിക്കുന്നതാണ് എന്റെ ഹാപ്പിനെസ് ആകുമ്പോൾ അത് ഓട്ടോമാറ്റിക്കലി വേറൊരാൾ ഇമ്പാക്ട് ചെയ്യുന്നുണ്ട്, വേറൊരാളുടെ ഹാപ്പിനെസിനെ അത് ബാധിക്കുന്നുണ്ട് അല്ലെ, അത് ചെയ്യാൻ പാടില്ല. അപ്പം എന്റെ ഹാപ്പിനെസിനെ ഞാൻ എങ്ങനെ ജഡ്ജ് ചെയ്യണം, ബേസ്ഡ് ഓൺ മൈ ഹാപ്പിനെസ് ഷുഡ് നോട്ട് എഫക്ട് അതർ പേഴ്സൺ. ഇപ്പൊ എന്റെ ഹാപ്പിനെസ് തോന്നുന്ന രാത്രി ഉറക്കം മ്യൂസിക് വെക്കുന്നതാണ്, പക്ഷെ ഇഫ് ഇറ്റ് ഈസ് ഇമ്പാക്ടിങ് അതേഴ്സ് സ്ലീപ് then that is not the pleasure. പക്ഷെ ബന്ധത്തിനെ സംബന്ധിച്ചോളം എന്താണ്, എനിക്ക് രാത്രി 12 മണിക്ക് പാട്ട് വെച്ച് DJ കളിക്കാനാണ് ഇഷ്ടമെങ്കിൽ ഈവൻ ഇറ്റ് ഈസ് ഡിസ്റ്റർബിങ് അതേഴ്സ് സ്ലീപ്പ്, എന്താണ്, ഐ ക്യാൻ ചൂസ് ബിക്കോസ് ദിസ് ഗിവ്സ് മീ ഹാപ്പിനെസ് എന്നുള്ളതാണ്. ഈ ഡിഫറൻസസ് ആണ് JS മില്ലും ബന്ധവും തമ്മിലുള്ളത്. ബന്ധം JS മില്ല് എന്ത് ചെയ്യുന്നുണ്ട്, എത്തിക്കൽ ഓൾട്രൂയിസം ആണ് പറയുന്നത്, മറ്റേ ആള് എത്തിക്കൽ ഈഗോയിസം ആണ്. ഈ വേർഡൊക്കെ നിങ്ങൾക്ക് ഈ JS മില്ലിനൊന്നും കൂട്ടാതെ വേറെ നോർമലായിട്ട് ആൻസറിലൊക്കെ എഴുതാം കേട്ടോ. സോ ഇയാൾ ബേസിക്കലി പ്രൊവൈഡ് ചെയ്യുന്നത് സോഷ്യൽ യൂട്ടിലിറ്റേറിയനിസം ആണ്. സോഷ്യൽ യൂട്ടിലിറ്റേറിയനിൽ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇൻഡിവിജ്വൽസ് എന്ത് ചെയ്യണം, ആക്ഷൻ ഷുഡ് നോട്ട് ബ്രിങ് ഹാം ടു ദ സൊസൈറ്റി അറ്റ് ലാർജ്. നമ്മൾ ചെയ്യുന്ന പ്രഷറബിൾ ആകുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യരുത്, ബാക്കിയുള്ളവരെ ബാധിക്കാൻ പാടില്ല. അതായത് നമ്മൾ പറയില്ല, സ്വന്തം കാര്യം ഹാപ്പി ആയിട്ട് ജീവിച്ചു പക്ഷെ ബാക്കിയുള്ളവരെ മെക്കിട്ട് കയറരുത്. അതാണ് JS മില്ലിന്റെ ഐഡിയ, ദാറ്റ് ഈസ് എത്തിക്കൽ ഓൾട്രൂയിസം. സോ ഹയർ പ്ലഷറും ലോവർ പ്ലഷറും ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഇയാൾ തരംതിരിക്കുന്നുണ്ട്. പ്ലഷറിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഒന്ന് ഹയർ പ്ലഷർ ആണ്, ഒന്ന് ലോവർ പ്ലഷർ ആണ്. ഹയർ പ്ലഷർ, ലോവർ പ്ലഷർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നു, നിങ്ങളിപ്പം ബേസിക്കലി നിങ്ങൾക്ക് ഫുഡ് മന്തി കഴിക്കുമ്പോൾ നിങ്ങൾക്ക് സന്തോഷം വരുന്നില്ലേ, ഇതൊരു ലോവർ പ്ലഷറാണ്. കാരണം എന്താ, ഇത് നിങ്ങളെ ഒരു ഇന്റലക്ച്വലി എൻട്രി ചെയ്യുന്നില്ല. നിങ്ങൾ എന്ത് മാത്രമേ ചെയ്യുന്നുള്ളൂ, ഇന്നത്തെ വിശപ്പ് മാറുന്നു, നാളെ ആകുമ്പോൾ വീണ്ടും മന്തി കഴിക്കാൻ കൊതിയാവും. നേരെ മറിച്ച് നിങ്ങൾ ആ മന്തി കഴിക്കുന്ന സമയത്ത് ഒരു ബുക്ക് ഇരുന്ന് വായിക്കുന്നു, ദിസ് ഈസ് ഹയർ പ്ലഷർ. കാരണം ഇവിടെ ഇന്റലക്ച്വലി നിങ്ങൾ അടിപൊളിയാക്കുന്നു. അപ്പം ഏറ്റവും വലിയ പ്ലഷർ ഏതാണെന്ന് നോക്കിയിട്ട് അതായിരിക്കണം നമ്മൾ ചെയ്യേണ്ടത്. അപ്പം ഹയർ പ്ലഷർ എന്ന് പറയുന്നത് എന്താണ്, ഹയർ പ്ലഷർ ഈസ് വാട്ട് ഇന്റലക്ച്വൽ ബേസ്ഡ് ഓർ ടേംഡ് ആസ് എ ഹയർ പ്ലഷർ വൺ അസോസിയേറ്റ് വിത്ത് സെൻസ്വൽ പ്ലഷർ. ഇപ്പം നമ്മുടെ ഹ്യൂമൻ സെൻസസ് ഉണ്ട്. അപ്പൊ ക്രേവിങ്സ് ഉണ്ടല്ലോ, ഇപ്പൊ നമുക്ക് കേക്ക് കഴിക്കാൻ തോന്നുന്നു, മിഠായി കഴിക്കാൻ തോന്നുന്നു, അല്ലെങ്കിൽ നമുക്ക് ഇപ്പൊ പറഞ്ഞല്ലോ വെറുതെ പോയിട്ട് കുറെ പാട്ട് കേൾക്കാൻ തോന്നുന്നു. ഇതൊക്കെ ചിലപ്പോൾ ലോവർ പ്ലഷർ ആണ്. ഇന്റലക്ച്വൽ ബെറ്റർമെന്റ് വരുന്നതിനാണ് നമ്മൾ ഹയർ പ്ലഷർ എന്ന് വിളിക്കുക. അപ്പം റീഡിംഗ് ലിറ്ററേച്ചറും ഇത് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആളുകൾ എന്ത് ചെയ്യണം, ഈ റീഡിംഗ് ലിറ്ററേച്ചറിനാണ് കൂടുതൽ ഫോക്കസ് എടുക്കുന്നത് എന്നുള്ളതാണ്. അപ്പൊ പുള്ളിന്റെ ഫേമസ് കോട്ടാണ്, UPSC ചോദിച്ചിട്ടുള്ള കോട്ടാണ്, ഇറ്റ് ഈസ് ബെറ്റർ ടു ബി എ ഹ്യൂമൻ ബീങ് ഡിസാറ്റിസ്ഫൈഡ് ദാൻ എ പിഗ് സാറ്റിസ്ഫൈഡ്. അതായത് എന്ത് ചെയ്യണം, ഒരു ഈ ലോവർ പ്ലഷർ വെച്ചിട്ട് സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു പിഗിനെ പോലെ ജീവിക്കുന്നതിനെക്കാട്ടും നല്ലത് എന്ന് പറയുന്നത് എന്താണ്, ഡിസാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു ഹ്യൂമൻ ആയിട്ട്, അതായത് ഹയർ പ്ലഷറിനെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരാളായിട്ട് ജീവിക്കണം എന്നുള്ളതാണ് പറയുന്നത്. ഇതാണ് മച്ചാൻ. ഓക്കെ, JS മില്ലാണ് മച്ചാൻ. സോ JS മില്ലിന്റെ ഐഡിയാസ് ആണിത്. സോ ഇയാളുടെ നമ്മൾ കേസ് സ്റ്റഡീസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബേസിക്കലി നിങ്ങളുടെ മിൽ വുഡ് സ്ട്രെസ് ക്വാളിറ്റി എഡ്യൂക്കേഷൻ, ക്രിട്ടിക്കൽ തിങ്കിങ്, വാല്യൂ ഓവർ ഇൻക്രീസ്ഡ് ലിറ്ററസി റേറ്റ്. ഇപ്പൊ എഡ്യൂക്കേഷന്റെ ഇപ്പോഴത്തെ പ്രോബ്ലം എന്താണ്, റൂട്ട് ലേണിംഗ് ആണ്, അത് ലോവർ പ്ലഷർ ആണ്. അതിനെക്കാട്ടും നമുക്ക് എന്ത് ചെയ്യണം, ഈ ഒരു ബെറ്റർ ന്യൂ എഡ്യൂക്കേഷൻ പോളിസി ഫോക്കസ് ചെയ്യണം എന്ന് പറഞ്ഞ് നമുക്ക് JS മില്ലിനെ സപ്പോർട്ട് ചെയ്യാം. ഡെവലപ്മെന്റ് പ്രോസസ്സ് നോക്കുകയാണെങ്കിൽ ഇപ്പം മില്ല് എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഡിസ്പ്ലേസ്മെന്റ് ഓഫ് ട്രൈബൽ എന്ത് ചെയ്യും, ഫോർ എ ഡാം മസ്റ്റ് കൺസിഡർ നോട്ട് ജസ്റ്റ് നമ്പർ ബട്ട് ദ ഡിഗ്നിറ്റി, റൈറ്റ് ആൻഡ് കൾച്ചർ ഓഫ് ദോസ് എഫക്ട്. ഇവിടെ സിറ്റുവേഷൻ മാറിയുണ്ടോ, അവിടെ ട്രൈബ്സിന് നമ്മൾ മാറ്റുമ്പോൾ ബന്ധം പറഞ്ഞത് ആളുകളെ അങ്ങ് മാറ്റി കാരണം 50 പേരെ ഉള്ളൂ എന്നുള്ളതാണ്. പക്ഷെ ഈ 50 പേര് മാത്രം നോക്കിയിട്ട് കാര്യമില്ല, ഈ ഓരോ ട്രൈബിന്റെയും ഡിഗ്നിറ്റിക്കും റൈറ്റിനും കൾച്ചറിനും ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇതുകൂടി കൺസിഡർ ചെയ്തിട്ട് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഡിസ്പ്ലേസ്മെന്റ് മാറ്റുള്ളൂ. ഇപ്പം ഹയർ പ്ലഷർ എന്താന്ന് നോക്കണം.
വെള്ളം കുടിക്കുക എന്ന് പറയുന്നത്, വെള്ളം കിട്ടുക എന്ന് പറഞ്ഞാൽ ലോവർ പ്രഷർ ആണ്. പക്ഷെ ഇവരെ കൾച്ചർ പ്രൊട്ടക്ട് ചെയ്യുക എന്ന് പറയുന്നത് ഹയർ പ്രഷർ ആണ്. അപ്പൊ ഇത് കൂടി പ്രൊട്ടക്ട് ചെയ്തിട്ട് മാത്രം നമുക്ക് അവിടെ ഒരു ഡിസിഷൻ എടുക്കാൻ പാടുള്ളൂ. ഇപ്പൊ ഡിജിറ്റൽ ഗവർണൻസിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഹാം പ്രിൻസിപ്പിൾസ് നോക്കുകയാണെങ്കിൽ സർവിലൻസ് പോളിസി ഷുഡ് പ്രൊട്ടക്ട് ദ സെക്യൂരിറ്റി ബട്ട് നോട്ട് ഇറോഡ് സിറ്റിസൺ ലിബർട്ടി ആൻഡ് പ്രൈവസി. ഇപ്പം ഗവൺമെന്റ് പറയാണ് ഒരു ഡിജിറ്റൽ പോളിസിയിൽ ആളുകളെ സർവിലൻസ് ചെയ്യാൻ പറ്റും, റൈറ്റ് ആണോ റോങ് ആണോ എന്നുള്ള ക്വസ്റ്റ്യൻസിൽ നമുക്ക് ഇത് വെച്ച് കോട്ട് ചെയ്യാൻ പറ്റും. എന്ത് ചെയ്യാൻ പാടില്ല, ആളുകളുടെ പ്രൈവസി പോവാന്ന് പറയുന്നത് എഗെയിൻസ്റ്റ് ആണ്, എത്തിക്സിന് എഗെയിൻസ്റ്റ് ആണെന്നുള്ള രീതിയിൽ നമുക്ക് പറയാൻ പറ്റും. ഇനി നമുക്ക് ഒരു ലാസ്റ്റ് ടോപ്പിക് ഒരാളോട് രണ്ടുപേരോട് രണ്ട് ചെറിയ ടോപ്പിക് അതുകൂടി കഴിഞ്ഞിട്ട് നമുക്ക് നിർത്താം. അതുകൂടി നമ്മൾ വെസ്റ്റേൺ ഫിലോസഫേഴ്സ് തീർന്നു, ഇന്ത്യൻ ഫിലോസഫേഴ്സ് നമ്മൾ നോക്കിയിട്ടില്ലെന്ന്. അത് ഇനി നമുക്കുള്ള ഈ പറഞ്ഞ പോലെ ഭഗവത്ഗീത, കൗടില്യം, ബുദ്ധ, ജൈനിസം കുറെയൊക്കെ നിങ്ങൾക്ക് അറിയുന്ന സാധനങ്ങൾ തന്നെയാണ്. എനിവേ വിൽ ഡിസ്കസ് ഇൻ സം അതർ ക്ലാസ്. ഓക്കെ, ഇനി ജോൺ റോൾസിന്റെ തിയറി പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ജോൺ റോൾസ് ബേസിക്കലി ഫോക്കസ് ചെയ്യുന്ന ജസ്റ്റിസിലാണ്. സോ ജസ്റ്റിസിന് ഇമ്പോർട്ടൻസ് ആണ്. അതായത് ഇക്വാലിറ്റി ട്രീറ്റ്മെന്റിനെ പറ്റി പറയുന്നുണ്ട്. റിച്ചിനെയും പൂറിനെയും ഒരേപോലെ ട്രീറ്റ് ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ ഈക്വൽസിനെ അൺഈക്വൽ ആയിട്ട് ട്രീറ്റ് ചെയ്യാൻ പാടില്ല, അൺഈക്വൽസിനെ ഈക്വൽസ് ആയിട്ട് ട്രീറ്റ് ചെയ്യാൻ പാടില്ല. പറഞ്ഞ മനസ്സിലായാലോ? ഈക്വൽസിനെ എന്ത് ചെയ്യാൻ പാടില്ല, അൺഈക്വൽ ആയിട്ട് ട്രീറ്റ് ചെയ്യാൻ പാടില്ല. ദാറ്റ് മീൻസ് ഈക്വൽസ് ഷുഡ് ബി ട്രീറ്റഡ് ഈക്വൽ. അതേപോലെ തന്നെ അൺഈക്വലിനെ എന്ത് ചെയ്യാൻ പാടില്ല, ഈക്വൽ ആയിട്ടും ട്രീറ്റ് ചെയ്യാൻ പാടില്ല. ദാറ്റ് മീൻസ് അൺഈക്വലിനെ എന്ത് ചെയ്യണം, അൺഈക്വൽ ആയിട്ട് തന്നെ ട്രീറ്റ് ചെയ്യണം. അതിന്റെ അർത്ഥം എന്താന്ന് പറഞ്ഞാൽ അവരെ ഡിസ്ക്രിമിനേറ്റ് ചെയ്യണം എന്നല്ല പറഞ്ഞിട്ടുള്ളത്. എന്താണ് നമ്മൾ പറഞ്ഞില്ലേ, റിച്ചിനെ റിച്ച് ആയിട്ട് തന്നെ കണക്കാക്കണം, പൂറിന് വേറെ ലോ ആയിരിക്കണം. മീൻസ് രണ്ടിന്റെ സിറ്റുവേഷൻ വേറെ ആയിരിക്കണം. ആ സിറ്റുവേഷൻസ് അനുസരിച്ച് വേണം നമ്മൾ എന്ത് ചെയ്യണം, ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ every rich and poor should have equal rights, and but their rights എന്തായാലും ബേസിക് ലിബർട്ടി എല്ലാവർക്കും ഉണ്ടായിരിക്കണം. ബേസിക്കലി റൈറ്റ് ടു വോട്ട്, റൈറ്റ് ടു ഹോൾഡ് പബ്ലിക് ഓഫീസ്, അല്ലെങ്കിൽ പൊളിറ്റിക്കൽ റൈറ്റ് ഒക്കെ എല്ലാവർക്കും കൊടുക്കണം. പക്ഷെ ഡിഫറൻഷ്യൽ ഇക്വാലിറ്റി ആണ് പുള്ളി പറയുന്നത്. സിൻസ് സം ആർ റിച്ച് ഇവർക്ക് അഡ്വാൻറ്റേജ് ആണ്, സം ആർ പുവർ ഡിസഡ്വാൻറ്റേജ് ആണ്. അതുകൊണ്ട് തന്നെ ഇവർക്ക് ഡിഫറെന്റ് റൈറ്റ് എന്താണ്, എൻജോയ് ഡിഫറെന്റ് റൈറ്റ്. സം സൊസൈറ്റി ടേം ദിംസ് ആർ റിസർവേഷൻ വൈൽ അതേഴ്സ് ആർ ദിസ് കോൾഡ് ആസ് പോസിറ്റീവ് ഡിസ്ക്രിമിനേഷൻ. അപ്പൊ എന്ത് ചെയ്യണം, ഇത് ചെയ്തു കൊടുക്കാം എന്നുള്ളതാണ് ഇവർ പറയുന്നത്. ഓക്കെ, അതായത് എന്ത് ചെയ്യാം, നമുക്ക് റിസർവേഷൻ കൊടുത്ത് അവരെ അപ്ലിഫ്റ്റ് ചെയ്യണം. അല്ലാതെ റിസർവേഷൻ കൊടുക്കുന്നത് തെറ്റാന്ന് പറയാൻ പാടില്ല. ഇറ്റ് ഷുഡ് ബി കൺസിഡർ ആസ് എ പോസിറ്റീവ് ഡിസ്ക്രിമിനേഷൻ. കാരണം രണ്ടുപേരുടെയും ലൈഫ് സിറ്റുവേഷൻസ് വേറെയാണ്. ഇനി എങ്ങനെയാണ് ഒരു സൊസൈറ്റി ജസ്റ്റിസ് ആവുക എന്നുള്ളതാണ്. അതായത് നിങ്ങൾ ഒരു സിവിൽ സർവന്റ് ആകുമ്പോൾ, ഇത് ഈ വെയിൽ ഓഫ് ഇഗ്നോറൻസ് എന്ന് പറയുന്ന തിയറിയാണ്. ഈ വെയിൽ ഓഫ് ഇഗ്നോറൻസ് എപ്പോഴും നിങ്ങൾക്ക് എത്തിക്സിന്റെ ആൻസേഴ്സിലും എസ്സേയിലും ഒക്കെ എഴുതാൻ പറ്റുന്നതാണ്. അപ്പൊ വെയിൽ ഓഫ് ഇഗ്നോറൻസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഒരു സിവിൽ സർവന്റ് ആയിട്ട് നിങ്ങൾ ഒരു പോളിസി ഇറക്കുന്ന സമയത്ത്, നിങ്ങൾ ഒരു സൊസൈറ്റിയെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ എങ്ങനെ ഡിസിഷൻ എടുക്കണം എന്ന ഭാഗത്ത് വരുമ്പോഴാണ് നിങ്ങൾ വെയിൽ ഓഫ് ഇഗ്നോറൻസിനെ അപ്ലൈ ചെയ്യേണ്ടത്. എന്താണ് വെയിൽ ഓഫ് ഇഗ്നോറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, രണ്ട് പൊസിഷൻ ഉണ്ട്. ഇതൊരു സൊസൈറ്റി ആണെന്ന് വിചാരിക്കാം. നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇത് നിങ്ങളുടെ ഒറിജിനൽ പൊസിഷൻ ആണ്, ഇത് വെയിൽ. അതായത് ഇതിന്റെ അപ്പുറം എന്താന്നുള്ളത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല. വെയിൽ മീൻസ് നിങ്ങൾക്ക് അറിയാലോ, മറ്റേ പർദ്ദയിൽ ഇങ്ങനെ താത്തിയിടുന്ന സാധനം. ഓക്കെ, സോ വെയിൽ ഓഫ് ഇഗ്നോറൻസ് എന്താ വെച്ചാൽ, നിങ്ങൾ ആലോചിച്ച് നോക്കിയോ, നിങ്ങൾ നാളെ രാവിലെ എണീക്കുമ്പം, ഒരു എക്സാമ്പിൾ, ഇത് വെയിൽ ഓഫ് ഇഗ്നോറൻസ് അതല്ല, വെയിൽ ഓഫ് ഇഗ്നോറൻസ് മനസ്സിലാൻ വേണ്ടിയിട്ട്, നിങ്ങൾ നാളെ രാവിലെ എണീക്കുന്ന സമയത്ത് നിങ്ങൾ ഒരു പുതിയ സൊസൈറ്റിയിലേക്കാണ് ഇനി ജീവിക്കാൻ പോകുന്നതെന്ന് വിചാരിക്കാം. ഓക്കെ, നിങ്ങൾ ഈ സൊസൈറ്റി ഇന്നേ വരെ കണ്ടിട്ടില്ല, പുതിയൊരു സൊസൈറ്റിയിലേക്കാണ് നിങ്ങൾ ജനിക്കാൻ പോകുന്നത്. ആ സൊസൈറ്റി നിങ്ങൾ കണ്ടിട്ടില്ല, നിങ്ങൾ ഈ പൊസിഷനിലാണോ, പുറത്താണ്, ഭൂമിന്റെ പുറത്താണ്, നിങ്ങൾ ഭൂമിയിലേക്ക് എത്തിയിട്ടില്ല. അതല്ലെങ്കിൽ നിങ്ങൾ ഒരു പുതിയ സൊസൈറ്റിയിലേക്ക് ഞാൻ നിങ്ങളെ നാളെ കൊണ്ടുപോയിടാൻ പോവാണ്. പക്ഷെ ആ സൊസൈറ്റി ഏതാണെന്നോ, ആ സൊസൈറ്റിയിൽ എന്താണെന്നോ, എന്തൊക്കെ സ്ട്രക്ചർ ഉണ്ടെന്നോ, എങ്ങനെയൊക്കെയാണ് ഡിസ്ക്രിമിനേഷൻ ഉണ്ടെന്നോ, ഏതൊക്കെ ടൈപ്പ് ആളുകൾ ഉണ്ടെന്നോ ഒന്നും നിങ്ങൾക്ക് അറിയില്ല. ഓക്കെ, ഇനി നിങ്ങളോട് ഞാൻ പറയാണ്, ഇനി ഒരു ചാൻസ് ഉണ്ട്. ഇവിടെ നാളെ നിങ്ങൾ അങ്ങോട്ട് പോകുന്ന സമയത്ത് നിങ്ങൾ ഈ സൊസൈറ്റിയിൽ എന്തോ ആവാം, ആരാവും എനിക്ക് ഉറപ്പില്ല. ചിലപ്പോൾ നിങ്ങൾ നാളെ ഈ സൊസൈറ്റിയിൽ ഒരു വുമൺ ആയി ജനിക്കാം, അല്ലെങ്കിൽ ഒരു മെന്നായി ജനിക്കാം, അല്ലെങ്കിൽ ഒരു ഡിസബിലിറ്റി ഉള്ള ആളായിട്ട് ജനിക്കാം, അല്ലെങ്കിൽ കാസ്റ്റ് സിസ്റ്റത്തിൽ ബ്രാഹ്മണായി ജനിക്കാം, അല്ലെങ്കിൽ ശൂദ്രയായിട്ട് ജനിക്കാം, അല്ലെങ്കിൽ എസ്റ്റേറ്റ് സിസ്റ്റം ആണെങ്കിൽ ഫസ്റ്റ് എസ്റ്റേറ്റ് ജനിക്കാം, ലോവർ എസ്റ്റേറ്റിൽ ജനിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾ എന്തുമായിട്ട് ജനിക്കാം. സോ യു ആർ ഗോയിങ് ടു ബോൺ ഇൻ എ സൊസൈറ്റി വിച്ച് യു ഡു നോട്ട് നോ വിച്ച് യു ആർ ഗോയിങ് ടു ബി. ഓക്കെ, നിങ്ങൾ ഭൂമിയിൽ എത്തിയിട്ടില്ല, അല്ലെങ്കിൽ ആ സൊസൈറ്റിയിൽ എത്തിയിട്ടില്ല. ഇനി നിങ്ങളോട് ഞാൻ പറയാണ്, ഒരു ലോ ഉണ്ടാക്കാൻ ഞാൻ നിങ്ങളോട് പറയാണ്, ഈ സൊസൈറ്റി എങ്ങനെയാണ് ഗൈഡ് ചെയ്യേണ്ടത് എന്നുള്ളതിനെ പറ്റിയിട്ട് ഒരു ലോ ഉണ്ടാക്കാൻ പറയുന്നു. ഇപ്പൊ നിങ്ങൾ ലോ ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ എങ്ങനെയായിരിക്കും ആ ലോ ഉണ്ടാക്കുക? നിങ്ങൾ വളരെ ജസ്റ്റിസ് ആയിട്ടുള്ള ലോ അല്ല ഉണ്ടാക്കുക. കാരണം എന്താണ്, ഫോർ എക്സാമ്പിൾ നിങ്ങൾ പറയാണ്, വുമൺ എന്ത് ചെയ്യാൻ പാടില്ല, നിങ്ങൾ ലോ ഉണ്ടാക്കി, ആ ലോയിൽ നിങ്ങൾ എന്ത് ചെയ്യുന്നു, വുമണിന് ഫ്രീഡം ഉണ്ടാവാൻ പാടില്ല, വിമൺ ഷുഡ് ബി ഡിസ്ക്രിമിനേറ്റഡ് ചെയ്യുന്ന ഒരു ലോ ഉണ്ടാക്കി എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ, നാളെ ചിലപ്പോൾ നിങ്ങൾ വുമൺ ആയിരിക്കും. പിന്നെ ജീവിതകാലം മൊത്തം നിങ്ങൾ ആ ഡിസ്ക്രിമിനേഷൻ നിങ്ങൾ അനുഭവിക്കേണ്ടി വരും. നിങ്ങൾ തന്നെ ഉണ്ടാക്കിയ ലോ ആണ്, പക്ഷെ നിങ്ങൾ തന്നെ അനുഭവിക്കേണ്ടി വരും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും, നിങ്ങൾക്ക് നാളെ എന്തും ആവാം. നിങ്ങൾ ചിലപ്പോൾ ഒരു ഡിസേബിൾഡ് ആയ ആളാവാം, ചൈൽഡ് ആവാം, വുമൺ ആവാം, റിച്ച് വുമൺ ആവാം, പുവർ വുമൺ ആവാം, റിച്ച് മെൻ ആവാം, പുവർ മെൻ ആവാം, അല്ലെങ്കിൽ നമുക്ക് ബ്ലാക്ക് ആവാം, വൈറ്റ് ആവാം, ലോവർ കാസ്റ്റ്, അപ്പർ കാസ്റ്റ്, വി ഡു നോട്ട് നോ. സോ ഈ ഒരു പൊസിഷനിൽ, ഈ വെയിൽ ഓഫ് ഇഗ്നോറൻസിൽ എന്ത് ചെയ്യുന്നു, എനിക്ക് കാണാൻ പറ്റുന്നില്ല ഇത്. ഇനി ഞാൻ തീരുമാനിക്കുകയാണ്, ഞാൻ ഈ ജസ്റ്റിസിന്, ഈ സൊസൈറ്റിക്ക് ഒരു ലോ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ എങ്ങനെ ആ ലോ ഉണ്ടാക്കുമോ അങ്ങനെ ആയിരിക്കണം ഒരു സിവിൽ സർവന്റ്, അല്ലെങ്കിൽ ഒരു രാജാവ്, അല്ലെങ്കിൽ നമ്മളെല്ലാവരും ലോയിൽ ഇംപ്ലിമെന്റ് ചെയ്യേണ്ടത്. അങ്ങനെയാകുമ്പോൾ സൊസൈറ്റി എന്തായിരിക്കും, ജസ്റ്റിസ് ആയിരിക്കും.
ദിസ് ഈസ് വെയിൽ ഓഫ് ഇഗ്നോറൻസ് തിയറി എന്നുള്ളതാണ്. ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ്. മനസ്സിലായില്ലെങ്കിൽ ചോദിക്കാം കേട്ടോ. സോ ഇവിടെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വെയിൽ ഓഫ് ഇഗ്നോറൻസ് വെച്ചിട്ടാണ് നമ്മൾ ഡിസിഷൻ മേക്കിംഗ് ചെയ്യേണ്ടത്. സോ എങ്ങനെയാണ് ഇത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറിജിനൽ പൊസിഷൻ ഉണ്ട്. ഒറിജിനൽ പൊസിഷൻ മീൻസ് ബിഫോർ യു ബോൺ, അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ഭൂമിയിൽ ഇല്ലാന്ന് വിചാരിക്കും, ഒരു ഹൈപ്പോത്തറ്റിക്കൽ സിറ്റുവേഷൻ ആണ്. സോ നിങ്ങൾ സൊസൈറ്റി സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഒരു തീരുമാനിക്കാനുള്ള ഒരു അവസരം കിട്ടി. ഈ സൊസൈറ്റി എങ്ങനെയായിരിക്കണം, ഈ ആളുകൾ എങ്ങനെയായിരിക്കണം ഗവൺ ചെയ്യുന്നത്. ഇപ്പൊ ബ്രാഹ്മിൻസ് എന്ത് ചെയ്തു, ഇന്ത്യയിൽ കാസ്റ്റ് സിസ്റ്റം ഉണ്ടാക്കി. അതെന്തുകൊണ്ടാണ് ബ്രാഹ്മിൻസ് കാസ്റ്റ് സിസ്റ്റം ഉണ്ടാക്കുന്നത്? കാരണം ബ്രാഹ്മിൻസ് ആണ് ഉണ്ടാക്കുന്നത്, അവർക്ക് ഓൾറെഡി അറിയാം അവർ ബ്രാഹ്മിൻസ് ആണെന്നുള്ളത്. നേരെ മറിച്ച് ശൂദ്രനോട് പറയാണ് ഇങ്ങനത്തെ ഒരു സിസ്റ്റം ഉണ്ടാക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ശൂദ്രൻ എങ്ങനെ ഉണ്ടാക്കിയത്, ചിലപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കിയേനെ. അതായത് ഏറ്റവും ടോപ്പിൽ ആരായി വന്നേനെ, ശൂദ്രാസ് ആയി വന്നേനെ. സോ ഇത് എനിക്ക് ഒന്നും അറിയില്ലായിരുന്നെങ്കിൽ ഞാൻ എന്ത് ചെയ്തേനെ, ഈ സൊസൈറ്റിനെ ഈക്വൽ ആക്കി ഉണ്ടാക്കിയേനെ. അതായത് ഞാൻ എന്ത് ചെയ്യും, ഹൈറാർക്കിക്കലാക്കില്ല, എല്ലാം ഈക്വൽ ആക്കിയേനെ, ഇങ്ങനെ ആക്കിയേനെ കാസ്റ്റ് സിസ്റ്റം. ബ്രാഹ്മിൻസ്, ശൂദ്രാസ്, ക്ഷത്രിയാസ് ഇങ്ങനെ ആക്കിയേനെ, റാദർ ദാൻ ഹൈറാർക്കിക്കലാക്കില്ല. ഓക്കെ, സോ ജസ്റ്റിഫുൾ ആയുള്ള ഒരു സൊസൈറ്റി എങ്ങനെയാണെന്നുള്ളതാണ് നമ്മൾ നോക്കണ്ടേ. ഇങ്ങനെ നിങ്ങൾ തീരുമാനിക്കുകയാണ് എന്നുണ്ടെങ്കിൽ, സോ ദിസ് പ്രിൻസിപ്പിൾസ് ആർ മെയിൻലി സെറ്റ് ബൈ ദ പീപ്പിൾ ഹു ആർ അൺഅവെയർ ഓഫ് ദ സോഷ്യൽ പൊസിഷൻ. നാളെ ഞാൻ എന്ത് ജനിക്കുന്നു എനിക്ക് അറിയില്ല, ആൻഡ് ദേ ഒക്കുപ്പൈ ഓർ വിൽ ഒക്കുപ്പൈ. പീപ്പിൾ ആർ അൺഅവെയർ ഓഫ് ബീങ് റിച്ച് ആണോ പൂർ ആണോ മജോറിറ്റി ആണോ മൈനോറിറ്റി ആണോ എന്നൊന്നും നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എങ്ങനെ ലോ ഉണ്ടാക്കുന്നതാണ് ഇയാൾ പറയുന്നത് നിങ്ങൾ ജസ്റ്റ് ആൻഡ് ഫെയർ പ്രിൻസിപ്പിൾസ് ഫോക്കസ് ചെയ്യുള്ളൂ. കാരണം എന്ത് ചെയ്യില്ല, നിങ്ങൾക്ക് അറിയില്ല, വേഴ്സ്റ്റ് സിനാരിയോ മുന്നിൽ കണ്ടായിരിക്കും നിങ്ങൾ ആക്ട് ഉണ്ടാകും. നിങ്ങൾ എന്ത് വിചാരിക്കും, ഞാൻ ഇതിനകത്ത് ഏറ്റവും അൺപ്രിവിലേജ്ഡ് ആയുള്ള ആളായിട്ടായിരിക്കും ജനിക്കുക. അങ്ങനെ, കാരണം നമ്മുടെ അവസ്ഥ അതാണല്ലോ, നമ്മൾ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും നമുക്ക് പണി കിട്ടും. അതുകൊണ്ട് നമ്മൾ ഏറ്റവും വേഴ്സ്റ്റ് സൊല്യൂഷനിൽ ഏറ്റവും ബെസ്റ്റ് ആയ ആൾക്ക്, ഇപ്പൊ ഒരു ഏറ്റവും അൺപ്രിവിലേജ്ഡ് ആയ ആളുകൾക്ക് ഏറ്റവും ഈസി ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സൊസൈറ്റി പോലെ ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, അതിനെ ഡിസൈൻ ചെയ്യുക. അപ്പൊ അങ്ങനെ ഒരു സൊസൈറ്റിയിലായിരിക്കും നമ്മൾ ജനിക്കുക എന്നുള്ള രീതിയിൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ പറയും. അപ്പൊ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ജെയിംസ് റോൾസ് എന്ത് ചെയ്യുന്നുണ്ട്, ഇപ്പം ജെയിംസ് റോൾസിന്റെ ജസ്റ്റിസ് തിയറി എടുത്തിട്ടാണ് നമ്മുടെ ഇയാള് ആർഗ്യുമെന്റേറ്റീവ് ഇന്ത്യൻ അല്ലെങ്കിൽ നോബൽ പ്രൈസ് ഒക്കെ പെട്ടെന്ന് പേര് കിട്ടുന്നില്ല. അപ്പൊ പുള്ളിന്റെ ജസ്റ്റിസ് തിയറി ഒക്കെ പിന്നീട് ഡെവലപ്പ് ചെയ്യുന്ന ഇന്ത്യൻ സ്കോളർ, ഞാൻ പേര് ഞാൻ പറയാം. ഓക്കെ, സോ റോൾസ് വുഡ് ജസ്റ്റിഫൈ ആർഗ്യുമെന്റേറ്റീവ് ഇന്ത്യൻസ് ഒക്കെ എഴുതിയ ആളുടെ പേരെന്തായിരുന്നു, ബേസിക്കലി നോബൽ പ്രൈസ് കിട്ടിയിട്ടുള്ള അമർത്യ സെൻ. സോ അമർത്യ സെൻ ആക്ച്വലി എടുക്കുന്ന ജസ്റ്റിസ് ഈ ഇഗ്നോറൻസ്, വെയിൽ ഓഫ് ഇഗ്നോറൻസിന്റെ തിയറിയും എടുത്തിട്ട് അതിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്, പുള്ളിയുടെ ജസ്റ്റിസ് തിയറി ആയിട്ട് പുള്ളി ആക്ച്വലി ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പൊ ബേസിക്കലി അപ്പൊ റോൾസ് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഇപ്പം റോൾസ് വുഡ് ജസ്റ്റിഫൈ അഫർമേറ്റീവ് ആക്ഷൻ ആസ് ഇറ്റ് ഈസ് ബെനിഫിറ്റ് ഡിസഡ്വാന്റേജ് ഗ്രൂപ്പ് ടു എൻഷുർ ഫെയർനെസ്. അതുപോലെ വെൽഫെയർ സ്കീംസ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, പൂറിനെ അപ്ലിഫ്റ്റ് ചെയ്യാനാണെങ്കിൽ ഇയാൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇയാൾ ഡിഫറൻസ് പ്രിൻസിപ്പിൾ യൂസ് ചെയ്യുന്നതിന് പ്രശ്നം പറയുന്നില്ല. കാരണം എന്താണ്, നാളെ നമ്മളും ആവാതെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, അത് ചെയ്യുന്നതിൽ ഒരു കുഴപ്പമില്ല. അപ്പൊ നമ്മൾ ആളുകളെ സപ്പോർട്ട് ചെയ്യാണ് കൂടുതൽ വേണ്ടത്, എന്നാൽ മാത്രമേ അവിടെ ജസ്റ്റിസ് വരുള്ളൂ എന്നുള്ളതാണ് പറയുന്നത്. അതേപോലെ തന്നെ പ്രോഗ്രസീവ് ടാക്സേഷൻ സിസ്റ്റത്തിൽ റിച്ചിന് എന്ത് ചെയ്യുന്നു, കൂടുതൽ ടാക്സ് കൊടുക്കുന്നു, അതുകൊണ്ട് വെൽത്ത് റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു, നമ്മൾ അംഗീകരിക്കുന്നു. കാരണം എന്താ, നാളെ ഞാൻ പൂറായി കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എന്ത് തന്നെ വേണം, പ്രോഗ്രസീവ് ടാക്സേഷൻ തന്നെ വേണം. അപ്പം അത് റൈറ്റ്ഫുൾ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. സോ അല്ലെങ്കിൽ നിങ്ങൾ നാളെ ഒരു ഡിസ്ട്രിക്ട് കളക്ടർ ആകുമ്പോൾ യു മസ്റ്റ് അലോക്കേറ്റ് ഫ്ലഡ് റിലീഫ്സ് ടു റോൾസിയൻ അപ്രോച്ച്, പ്രയോറിറ്റൈസ് വൾണറബിൾ ഗ്രൂപ്പ്സ്, പൂർ എൽഡർലി, എസ്റ്റാബ്ലിഷ് ഓവർ എലീറ്റ്. ഓക്കെ, എലീറ്റിന് ആദ്യം കൊടുക്കാതെ എന്ത് ചെയ്യണം, റോൾസിന്റെ എന്ത് ചെയ്യണം, പൂറിന് ആദ്യം കൊടുക്കണം എന്നുള്ളതൊക്കെ ഇതിൽ നിന്ന് നമുക്ക് അപ്രോച്ചബിൾ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. ഈ അമർത്യ സെന്നിന്റെ തിയറി ഓഫ് ജസ്റ്റിസിലേക്ക് വരുന്ന സമയത്തേക്ക് ജസ്റ്റിസ് എന്തായി മാറുന്നു പറയുന്ന എൻടൈറ്റിൽമെന്റ് അപ്രോച്ചിലേക്കൊക്കെ വരും. ജസ്റ്റിസ് എൻടൈറ്റിൽമെന്റ് എന്ത് ചെയ്യണം, നമുക്ക് എന്തുകൂടി കൊടുക്കണം, വെറുതെ ഇവർക്ക് അഫർമേറ്റീവ് ആക്ഷൻ കൊടുത്താൽ പറ്റാ. റോൾസ് എന്ത് ചെയ്താ പറയുന്നത്, അഫർമേറ്റീവ് ആക്ഷൻ കൊടുത്താൽ മതി. ഇയാൾ ഇപ്പൊ കണ്ടില്ല, അത് ഇന്ത്യൻ തിയറിയാണ് അമർത്യ സെന്നിന്റെ. സോ അമർത്യ സെന്നിന്റെ തിയറി എന്താ പറയുന്നത്, അമർത്യ സെന്നിന്റെ തിയറി എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ബേസിക്കലി ഇപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ, ഇയാൾ എന്താ പറയുന്നത്, വെൽഫെയർ എല്ലാവർക്കും എന്ത് ചെയ്യണം, എല്ലാവർക്കും പൂർണ്ണ എന്ത് ചെയ്യണം, സാധനം കൊടുക്കാം, വെൽഫെയർ കൊടുക്കാം, റിസർവേഷൻ കൊടുക്കാം എന്നാ പറയുന്നത്. ഇവിടെ അമർത്യ സെൻ പറയുന്നത് ഈ ഫിഷ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കൊടുക്കുന്നതിനേക്കാളും നല്ലത് ഇയാൾ ഫിഷിംഗ് പഠിപ്പിക്കണം എന്നാ പറയുന്നത്. ബേസിക്കലി എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാല്, ഇയാൾക്ക് ഇതിനെ പറയുന്നതിനെക്കാട്ടും ഇങ്ങനെ ചെയ്യുന്നതിനെക്കാട്ടും ഇയാൾ ഫോർ എക്സാമ്പിൾ എന്ത് ചെയ്യുന്നു, ഞാൻ എന്നും ഇയാൾക്ക് എന്ത് ചെയ്യുന്നു, ഒരു വർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നു. അപ്പൊ ഇയാളെ ഞാൻ സൈക്കിൾ ചവിട്ടാൻ വേണ്ടി പഠിപ്പിക്കുന്നു. അപ്പൊ ഇയാൾക്ക് സൈക്കിൾ ചവിട്ടാന്നുള്ള ഒരു സ്കില്ല് പഠിച്ചു. ഇത് വെച്ച് എന്ത് ചെയ്യും, ഇയാൾ ജോബ് മാർക്കറ്റിൽ എന്ത് ചെയ്യുന്നു, ഈ സ്കില്ല് വിറ്റിട്ട് അതിന് പകരം പൈസ ഉണ്ടാക്കി ഇയാൾ എന്ത് ചെയ്യും, ഇതിനകത്ത് വരും. അപ്പൊ അയാൾക്ക് എന്ത് ചെയ്യില്ല, എന്നും ഇയാൾ ഇതിനകത്ത് ഡിപ്പെൻഡന്റ് ആവില്ല. എൻടൈറ്റിൽമെന്റ് ആണ്, അയാൾക്ക് എൻടൈറ്റിൽ ആവുക എന്നുള്ളത്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കുറെ സാധനം ഉണ്ട് അതിനകത്ത്, അത് പഠിക്കുന്ന തിയറിയാണ്, നമുക്ക് പഠിക്കാം. ഇന്ത്യൻ ഫിലോസഫേഴ്സിൽ വരും. ഇനി ഇന്നത്തെ ടോപ്പിക്കിൽ ലാസ്റ്റ് ടോപ്പിക്കാണ് തോമസ് ഹോബ്സിന്റെ തിയറി. സോ തോമസ് ഹോബ്സിന്റെ തിയറി നിങ്ങൾക്ക് ഓൾറെഡി കുറെ പേർക്ക് അറിയായിരിക്കും. സോഷ്യൽ കോൺട്രാക്ട് തിയറിയാണ് ബേസിക്കലി. സോഷ്യൽ കോൺട്രാക്ട് തിയറി എന്ന് പറയുന്നത് എന്താണ്, ബേസിക്കലി സോഷ്യൽ കോൺട്രാക്ട് തിയറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി ഇയാൾ വിചാരിക്കുന്നത്, ഇയാൾക്കാണ് കൃത്യമായിട്ട് മനുഷ്യന് മനസ്സിലായത്. ഇയാൾ വിചാരിക്കുന്നത് ഹ്യൂമൻസ് വെറും എന്താണ്, മോശപ്പെട്ട സ്വഭാവമാണ്. സോ ആളുകൾ എന്ത് ചെയ്യുന്നു, ആളുകൾ എപ്പോഴും സെൽഫ് ഇൻട്രസ്റ്റിലെ ബിഹേവ് ചെയ്യുള്ളൂ. അതായത് ഹ്യൂമൻസ്
നിങ്ങളുടെ പേഴ്സണൽ ഇൻട്രസ്റ്റിന് വേറൊരാളെ കൊല്ലാൻ പോലും നിങ്ങൾക്ക് മടിയില്ലാത്ത ആളുകളാണ് ഹ്യൂമൻസ് എന്ന് പറയുന്നത്. പക്ഷെ അങ്ങനെ നിങ്ങൾ കൊന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ സൊസൈറ്റി മുന്നോട്ട് പോകും? ഇപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുന്നു? അങ്ങോട്ടും ഇങ്ങോട്ടും കൊന്നു കളിക്കുകയാണ്. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾ കൊന്നു കളിച്ചോണ്ടിരുന്നു കഴിഞ്ഞാൽ എല്ലാവരും ചത്തുപോകും. അപ്പം അതെന്ത് ചെയ്യാൻ പറ്റില്ല? സൊസൈറ്റിയിൽ നിൽക്കാൻ പറ്റില്ല. പക്ഷെ നിങ്ങൾ നല്ലവരല്ല, നിങ്ങൾ മോശപ്പെട്ട ആളുകളാണ്, നിങ്ങൾക്ക് പേടിയുണ്ട്, ഡിസയർ ഉണ്ട്, സർവൈവലിന്റെ പ്രോബ്ലം ഉണ്ട്, അതുപോലെ സ്റ്റേറ്റ് ഓഫ് നേച്ചർ എന്താണ്, ലൈഫ് എപ്പോഴും പ്രശ്നത്തിലാണ്. ഓക്കെ, സോ ഇവിടെ ആളുകൾ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു സോഷ്യൽ കോൺട്രാക്ട് വേണം നമുക്ക്. ഈ സോഷ്യൽ കോൺട്രാക്ട് നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം എനിക്ക് എന്നെ വേണമെങ്കിൽ ഫോർ എക്സാമ്പിൾ ഇവിടെ ഒരു ലോയും ഇല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഞാൻ ഇവിടെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾ ആരെങ്കിലും വന്നിട്ട് എന്ത് ചെയ്യും? എന്നെ പുറകിൽ നിന്ന് വന്നിട്ട് കൊന്നിട്ട് എന്റെ ഐപാഡ് ഒക്കെ എടുത്തിട്ട് പോകും. കാരണം നിങ്ങൾക്ക് എടുക്കണമെങ്കിൽ എടുക്കാം. അപ്പം എടുക്കാതിരിക്കുന്നതിന് കാരണം എന്താണ്? എടുക്കില്ല കേട്ടോ. എടുക്കാതിരിക്കാനുള്ള കാരണം എന്താണ്? ഞാൻ എന്ത് ചെയ്തു? എന്റെ കുറച്ച് ഫ്രീഡം ഞാൻ ആർക്ക് കൊടുക്കുന്നു? ഗവൺമെന്റിന് കൊടുക്കുന്നു, സ്റ്റേറ്റിന് കൊടുക്കുന്നു. ഓക്കെ, സ്റ്റേറ്റും ഉണ്ട്, സിറ്റിസൺസും ഉണ്ട് അല്ലെ. അപ്പൊ എല്ലാ മനുഷ്യന്മാരും എന്താണ്? സെൽഫിഷ് ആണ്. അവർ അവരുടെ കാര്യത്തിന് വേണ്ടി കാര്യങ്ങൾ ചെയ്യും. പക്ഷെ ഞാൻ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ, ഇത് എനിക്ക് അബ്സല്യൂട്ട് ഫ്രീഡം ഇനി വേണ്ട. ഞാൻ പറയാണ്, എനിക്ക് എന്റെ കുറച്ച് ഫ്രീഡം ഞാൻ സ്റ്റേറ്റിന് തരുന്നു. അതായത് ഞാൻ എന്ത് ചെയ്തു? എനിക്ക് രാത്രി 10 മണിക്ക് ശേഷം പാട്ട് വെക്കാൻ പാടില്ല എന്ന എന്റെ ഫ്രീഡം ഞാൻ കൊടുത്തു. എനിക്ക് തോന്നിവാസം പോലെ എന്ത് ചെയ്യാൻ പാടില്ല, ഒരു മൈക്ക് എടുത്ത് വെച്ചിട്ട് എനിക്ക് ആരെയും ഡിഫമേഷൻ ചെയ്യാൻ പറ്റും, എനിക്ക് തോന്നിവാസം പറയാൻ പാടില്ല എന്ന നിയമം ഞാൻ കൊടുത്തു. എന്റെ റൈറ്റ് ടു ഫ്രീഡം ഓഫ് എക്സ്പ്രഷനിൽ ഞാൻ എന്ത് ചെയ്തു? ഞാൻ ഒരു ലിമിറ്റേഷൻസ് ഗവൺമെന്റ് പറഞ്ഞു, ആ ലിമിറ്റേഷൻ ഞാൻ ചെയ്യാന്ന് പറഞ്ഞു. എന്നോട് പറഞ്ഞു കാസ്റ്റ് ഡിസ്ക്രിമിനേറ്റ് ചെയ്ത്, ഞാൻ പറഞ്ഞു ചെയ്തോളാന്ന് പറഞ്ഞു. സോ ഇങ്ങനെ എന്റെ എനിക്ക് തോന്നിവാസം കളിക്കാൻ പറ്റുന്ന എല്ലാ ഫ്രീഡം ഞാൻ ആർക്ക് കൊടുത്തു? സ്റ്റേറ്റിന് കൊടുത്തു. ഇൻസ്റ്റന്റ് സ്റ്റേറ്റ് തന്നെ എന്ത് ചെയ്യണം? ബാക്കിയുള്ള ആളുകൾ എന്നെ ഒന്നും ചെയ്യാത്തതിൽ പ്രൊട്ടക്ട് ചെയ്യണം. ഇങ്ങനെയാണ് സ്റ്റേറ്റ് പ്രവർത്തിക്കുന്നത്. ദിസ് ഈസ് സോഷ്യൽ കോൺട്രാക്ട് തിയറി. എന്ത് ചെയ്യുന്നു? ഹ്യൂമൻസ് എന്ത് ചെയ്യുന്നു? പീപ്പിൾ ചില എന്ത് ചെയ്യുന്നു? നമ്മുടെ റൈറ്റ്സിനെ നമ്മൾ വേണ്ടാന്ന് വെക്കുന്നു, അത് സ്റ്റേറ്റിന് കൊടുക്കുന്നു. ഇൻസ്റ്റന്റ് സ്റ്റേറ്റ് എന്ത് ചെയ്യുന്നു? നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുന്നു. ദിസ് ഈസ് കോൾഡ് സോഷ്യൽ കോൺട്രാക്ട്. അത് ചെയ്തില്ല എന്നുള്ള പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആളുകൾക്ക് തോന്നിയ പോലെ ആളുകൾ അനാർക്കിക്കലാവും. ആളുകൾ തോന്നിയ പോലെ ആളുകൾ എന്ത് ചെയ്യും? അവരുടെ പ്രവർത്തികൾ ചെയ്യും. ഇങ്ങനെ ആളുകൾ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ, ഇങ്ങനെ അതോറിറ്റേറിയൻ ആയിട്ട് ആളുകൾ അവർക്ക് തോന്നിയ പോലെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സൊസൈറ്റിയിൽ സെക്യൂരിറ്റി ഓർഡർ ഉണ്ടാവില്ല. ടു ബ്രിങ് ദാറ്റ് ഓർഡർ, സെക്യൂരിറ്റി ഇൻ ദ സൊസൈറ്റി, എന്ത് ചെയ്യണം? ദർ ഷുഡ് ബി എ സോഷ്യൽ കോൺട്രാക്ട്. സോ ലോ എങ്ങനെയായിരിക്കും? സ്റ്റേറ്റ് എങ്ങനെയായിരിക്കണം ബിഹേവ് ചെയ്യേണ്ടത് വരിക? ഇപ്പം ഇത് എങ്ങനെ ബിഹേവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹോബ്സ് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ജസ്റ്റിസ് വരണം എന്നുണ്ടെങ്കിൽ ലോ കൃത്യമായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യണം. സോ വിത്തൗട്ട് എ സ്ട്രോങ് സ്റ്റേറ്റ്, പുള്ളി സ്റ്റേറ്റിനാണ് കൂടുതൽ സപ്പോർട്ട്. സ്ട്രോങ് സ്റ്റേറ്റ് സപ്പോർട്ട് ഇല്ല എന്നുണ്ടെങ്കിൽ, സ്റ്റേറ്റിന് സപ്പോർട്ട് ഇല്ല എന്നുണ്ടെങ്കിൽ സ്റ്റേറ്റ് എന്ത് ചെയ്യില്ല? സ്റ്റേറ്റിന് ഒരു ഫംഗ്ഷൻ ഉണ്ട്. സ്റ്റേറ്റ് എന്ത് ചെയ്യണം? സ്റ്റേറ്റ് ആളുകളെ കൊല്ലാതിരിക്കാൻ വേണ്ടി സപ്പോർട്ട് ചെയ്യണം, അല്ലെങ്കിൽ ആളുകളുടെ സെക്യൂരിറ്റി പ്രൊട്ടക്ട് ചെയ്യണം. ഇപ്പൊ യൂസുഫ് അലിക്ക് കുറെ വെൽത്ത് ഉണ്ട്. അപ്പൊ എന്താ, ആര് യൂസുഫ് അലിനെ പോയിട്ട് വേണമെങ്കിൽ പിടിച്ചു വന്ന് ആ വെൽത്ത് ഒക്കെ എടുത്തുകൊണ്ട് പോകുമായിരുന്നു. പക്ഷെ ചെയ്യാത്തത് എന്താണ്? ബിക്കോസ് ലോസ് ആർ സ്ട്രെങ്ത്. സ്റ്റേറ്റ് എന്ത് ചെയ്യുന്നുണ്ട്? അത് പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. ആ കോൺഫിഡൻസ് യൂസുഫ് അലിക്ക് ഉള്ളതുകൊണ്ടാണ് യൂസുഫ് അലി ഇപ്പോഴും പൈസ ഉണ്ടാക്കുന്നത് അല്ലെ. സോ ഇങ്ങനെ നമ്മൾ ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? സോഷ്യൽ കോൺട്രാക്ട് തിയറി എന്ന് പറയുന്ന തോമസ് ഹോബ്സിന്റെ തിയറിയാണ്. സോ ദീസ് ആർ ദ മേജർ വെസ്റ്റേൺ ഫിലോസഫിക്കൽ തിങ്കേഴ്സ് പെർസ്പെക്റ്റീവ് ആണ്. അപ്പം ഇതിൽ മേജർ തിയററ്റിക്കൽ പെർസ്പെക്റ്റീവ്സ് ആയിട്ട് നമ്മൾ പറഞ്ഞ പെർസ്പെക്റ്റീവ്സ് ആണ്. ഒന്ന് വെർച്വൽ എത്തിക്സ്, അതിനകത്തുള്ള 3 തിങ്കേഴ്സിനെയാണ് നമ്മൾ കണ്ടത്. പിന്നെ നമ്മൾ കണ്ട ഡിയോണ്ടോളജി ആണ്. ദെൻ ടീലിയോളജി നമ്മൾ കണ്ടു. അതേപോലെ തന്നെ നമ്മൾ യൂട്ടിലിറ്റേറിയൻ പ്രിൻസിപ്പിൾസ് കണ്ടു, സോഷ്യൽ കോൺട്രാക്ട് തിയറി കണ്ടു, ആൻഡ് ജസ്റ്റിസ് ഓഫ് റോൾസിന്റെ ജസ്റ്റിസ് തിയറീസും നമ്മൾ കണ്ടു. സോ ഇത് മേജർ ആയിട്ട് UPSC റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന വെസ്റ്റേൺ ഫിലോസഫർ തോട്ടാണ്. സോ നിങ്ങൾക്ക് തന്നെ ഇപ്പം ഏകദേശം ഇപ്പൊ ഈ കാർട്ടൂണിൽ കാണുന്ന അവസ്ഥയായിരിക്കും. പല തോട്ടുകൾ വരുമ്പോൾ ഇങ്ങനെയൊക്കെയായിരുന്നു വുമൻ ആക്ഷൻസ് എടുക്കുക എന്നുള്ള കൺഫ്യൂഷൻസ് ആയിരിക്കും. ഇതൊന്നും നമ്മൾ ശരിക്കും നമ്മൾ ഇതൊക്കെ ചെയ്യുന്നുണ്ട്, പക്ഷെ ഇതൊന്നും നമ്മൾ ഭയങ്കര അവെയർ ആയിട്ട് ചെയ്യുന്നതല്ല. നമ്മൾ ആ സോഷ്യലൈസേഷന്റെ ഭാഗമായിട്ട് തന്നെ നമ്മൾ കുറെ എത്തിക്കൽ പ്രിൻസിപ്പിൾസ് നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ നമ്മൾ അതിന്റെ കൂടെ നമ്മൾ റിലീജിയനിലൂടെയൊക്കെ നമ്മൾ കുറെ എത്തിക്കൽ പ്രിൻസിപ്പിൾസ് നമ്മൾ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ഇതൊന്നും നമ്മൾ ഇപ്പം ഇത്രയും കാലമായിട്ട് ഞാനിത് പഠിച്ചിട്ടില്ലല്ലോ, ഇപ്പൊ എങ്ങനെയാണ് അത് ഇപ്പൊ പഠിക്കേണ്ട ആവശ്യം എന്താണെന്ന് തോന്നുന്നത്. ദീസ് ആർ ദ തിയററ്റിക്കൽ ഗൈഡൻസ് തിങ് ആയിട്ട് നമ്മൾ ഗൈഡ് ചെയ്യുന്ന പ്രിൻസിപ്പിൾസ് ആണ്. നൗ യു വിൽ ബി കൺഫ്യൂസ്ഡ് ബേസ്ഡ് ഓൺ വാട്ട് ആക്ഷൻ യു ക്യാൻ ടേക്ക് എന്നുള്ളതാണ്. അപ്പൊ മനസ്സിലായില്ലേ? അപ്പൊ അങ്ങനെ കൺഫ്യൂസ്ഡ് ആവേണ്ട കാര്യമില്ല. ബേസിക്കലി എന്താണ്, എല്ലാവരും നല്ലത് ചെയ്യാന്നുള്ളതാണ് ബേസിക് ഐഡിയ. ഓക്കെ, അപ്പൊ ഈ തിയററ്റിക്കൽ സ്റ്റാൻഡ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? നമ്മുടെ എത്തിക്കൽ മൊറാലിറ്റിനെയും എത്തിക്സിനെയും ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് എത്തിക്കൽ മൊറാലിറ്റീസും ഓരോ സൊസൈറ്റിയിൽ നിന്നും മാറിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഡിസ്കോഴ്സ് ചെയ്യുമ്പോൾ ആളുകൾ തമ്മിൽ ഡിസ്കഷൻസ് മാറുന്നതിനനുസരിച്ച് എത്തിക്സ് സൊസൈറ്റിയിൽ ഡെവലപ്പ് ആയിക്കൊണ്ടേയിരിക്കും. ഓക്കെ, സോ ഈ ഏരിയാസിലുള്ള സാധനങ്ങൾ നിങ്ങൾ യൂസ് ചെയ്യേണ്ട ഏരിയ എവിടെയൊക്കെയാണ്? ഒന്ന്, കേസ് സ്റ്റഡീസിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. കേസ് സ്റ്റഡീസ്, അതുപോലെ തന്നെ സെക്ഷൻ എയിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? സെക്ഷൻ എയിലും യൂസ് ചെയ്യാം. അതുപോലെ തന്നെ സ്ലൈഡ് ഷെയർ ചെയ്യും. സ്ലൈഡ് ഓൾറെഡി ഞാൻ നോട്ട് ഷെയർ ചെയ്തിട്ടുണ്ടല്ലോ അല്ലെ, ഗ്രൂപ്പില് ചെയ്തിട്ടുണ്ടല്ലോ. ഓക്കെ, ഏത് ഗ്രൂപ്പിലുള്ള? ഓക്കെ, അപ്പം ഷെയർ ചെയ്യൂ കേട്ടോ, ഇല്ലാത്തവർ ചോദിച്ചാൽ മതി. ഇനി ബേസിക്കലി എന്താ പറയുക, ഓക്കെ, കേസ് സ്റ്റഡീസിൽ യൂസ് ചെയ്യണം. അതേപോലെ തന്നെ സെക്ഷൻ എന്റെ ആൻസർ. ഇനി സെക്ഷൻ എന്റെ ആൻസർ എഴുതുന്ന സമയത്ത് ഡോണ്ട് തിങ്ക് ദാറ്റ് യു ആർ ഗോയിങ് ടു റൈറ്റ് ഓക്കെ തോമസ് ഹോബ്സ് പറഞ്ഞ സോഷ്യൽ കോൺട്രാക്ട് തിയറി, അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് ഒരു ആൻസറിന്റെ ഡിമാൻഡ് ഉണ്ടാവില്ല.
ഇതിന്റെ ഒരു പോയിന്റ് ആയിരിക്കും, ആ ആൻസറിന് ഒരു പോയിന്റ്, നിങ്ങൾ ആൻസറിനെ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാനുള്ള ഒരു പോയിന്റ് ആയിരിക്കും ഈ ഒരു തിയറി വരുന്നത്, സോഷ്യൽ കോൺട്രാക്ട് തിയറി. ദാറ്റ് ടു ഡിപ്പെൻഡ്സ് ഓൺ ദ ക്വസ്റ്റ്യൻ. എല്ലാ ക്വസ്റ്റ്യനിലും ഇത് എഴുതാനും പറ്റില്ല. ഇതിൽ ഏതെങ്കിലും ഒരു പ്രിൻസിപ്പിൾ എന്തായാലും ഏതെങ്കിലും ക്വസ്റ്റ്യനിൽ എഴുതാൻ പറ്റും. എല്ലാ ക്വസ്റ്റ്യനിലും ഇതിൽ ഏതെങ്കിലും ഒന്ന് എഴുതാൻ പറ്റും. ഓക്കെ, പക്ഷെ അത് ഏത് ക്വസ്റ്റ്യൻസ് എന്നുള്ള ക്വസ്റ്റ്യന്റെ നേച്ചർ അനുസരിച്ച് നിങ്ങൾ യൂസ് ചെയ്യണം. അങ്ങനെ നിങ്ങൾക്ക് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യണം, നിങ്ങൾ നല്ല രീതിയിൽ ഇത് റിവിഷൻ ചെയ്ത് വെക്കണം, എങ്കിൽ മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. രണ്ടാമത്തെ കാര്യം, ഇത് നിങ്ങൾ യൂസ് ചെയ്യാൻ പോകേണ്ട സ്ഥലം എസ്സേയിലാണ്. എസ് എ എഴുതുമ്പോഴും ഈ പ്രിൻസിപ്പിൾസ് എല്ലാം, ഈ പറഞ്ഞ കോഴ്സുകളെല്ലാം എസ് എ ആയിട്ടും ചോദിച്ചിട്ടുണ്ട് UPSC. അപ്പൊ എസ് എ എഴുതുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ പ്രിൻസിപ്പിൾസ് കാര്യങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും, എഴുതാൻ പറ്റും. നിങ്ങളെ ആർഗ്യുമെന്റ്സിനെ സബ്ജക്ട് ചെയ്യാനും, ജസ്റ്റിസിനെ പറ്റി എഴുതുമ്പോൾ ജോൺ റോൾസിനെ പറ്റി എഴുതുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയുള്ള ഒരു ആസ്പെക്ട് ആണ്. സോ ഓൾ ദീസ് ആസ്പെക്ട്സ് യു ക്യാൻ റൈറ്റ് ഇൻ essays, ethics ആൻഡ് സെക്ഷൻ എ, സെക്ഷൻ ബി ഓഫ് എത്തിക്സ്. പക്ഷെ യൂസ് ചെയ്ത് പഠിക്കണം. അപ്പൊ നാളെ മുതൽ നിങ്ങൾ ആൻസർ എഴുതുമ്പോൾ, അല്ലെങ്കിൽ ഇന്ന് മുതൽ എത്തിക്സിന് ആൻസർ എഴുതുന്ന സമയത്ത് തിങ്ക് അബൌട്ട് വാട്ട് എവർ ഇതൊക്കെ യൂസ് വാല്യൂ ആണ്, എല്ലാത്തിനും മൾട്ടിപ്പിൾ യൂസ് ആണ്. അപ്പോൾ വാട്ട് എവർ കണ്ടന്റ് യു ഹാവ്, ദിസ് ഈസ് ഹൈ യൂസ് വാല്യൂ. ഇതിനെ പല സ്ഥലങ്ങളിൽ ഉപയോഗിക്കാൻ പറ്റുന്ന കണ്ടന്റ് ആണ്. അപ്പൊ കുറച്ച് കണ്ടന്റേ ഉള്ളൂ, പക്ഷെ ഈ കുറച്ച് കണ്ടന്റ് എന്ത് ചെയ്യാൻ പറ്റണം, പല സ്ഥലങ്ങളിൽ യൂസ് ചെയ്യാൻ പറ്റണം. അപ്പൊ ഏത് ആൻസർ ഇതിനു വേണ്ടി വെയിറ്റ് ചെയ്യരുത്, ജോൺ റോൾസിന്റെ ജസ്റ്റിസ് ചോദിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യരുത്. അങ്ങനെ ഒരു ചോദ്യം ഇനി വരില്ല, ഓൾറെഡി UPSC ചോദിച്ചു. അപ്പൊ ഇനി എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റിസുമായിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരും. അല്ലെങ്കിൽ നമ്മളൊരു പോളിസി എങ്ങനെയാണ് എടുക്കേണ്ടതെന്ന് പറയുന്ന ഒരു ഡിസിഷൻ വരുന്ന ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കൺക്ലൂഷൻ എഴുതാം. ആസ് പെർ ദ ജസ്റ്റിസ് ജോൺ റോൾസിന്റെ വെയിൽ ഓഫ് ഇഗ്നോറൻസ്, വൺ ഷുഡ് ഹാവ് ടേക്കൻ ദ ഡിസിഷൻ ബേസ്ഡ് ഓൺ ദ വെയിൽ ഓഫ് ഇഗ്നോറൻസ് ആസ് എന്താണ് നോട്ട് ഹാവിംഗ് ദ പ്രഡിക്ഷൻ ടു വിച്ച് സൊസൈറ്റി ഓർ വിച്ച് സെഗ്മെന്റ് വി ആർ ഗോയിങ് ടു ബോൺ ഇൻ ടു എന്നുള്ളത് അനുസരിച്ച് വേണം എടുക്കാൻ എന്നാണ് കൺക്ലൂഷൻ. ഫോർവേഡ് മനസ്സിലായോ? അല്ലെങ്കിൽ ഇൻട്രൊഡക്ഷൻ എന്ന സമയത്ത് നമുക്ക് എഴുതാൻ പറ്റണം, ഇൻട്രൊഡക്ഷൻ എങ്ങനെയാണ്, ലോയും എത്തിക്സും തമ്മിൽ കോൺഫ്ലിക്ട് വരുമ്പോൾ എന്ത് ചെയ്യണം. സോ ഇവിടെ നമ്മൾ ചെയ്യുന്നത് ഇതേ പ്രിൻസിപ്പിൾ. ചില സമയത്ത് നമ്മൾ ജോൺ റോൾസ് പോലും എഴുതില്ല, നമ്മൾ ആ പ്രിൻസിപ്പിൾ മാത്രമല്ല. ഇപ്പൊ ഫോർ എക്സാമ്പിൾ, ഇൻ ദിസ് പർട്ടിക്കുലർ സിറ്റുവേഷൻ ദി പേഴ്സൺ ഈസ് വയലേറ്റിംഗ് ദി കാർഡിനൽ വാല്യൂ, കാർഡിനൽ വെർച്യൂസ് വാല്യൂസ് വയലേറ്റ് ചെയ്യുന്നു എന്ന് മാത്രമേ ചിലപ്പോൾ നമ്മൾ എഴുതുള്ളൂ. സോ ഇറ്റ്സ് ഓൾ ഡിപ്പെൻഡ്സ് ഓൺ ദ ക്വസ്റ്റ്യൻ. അനുസരിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതിനെ ഫിറ്റ് ആൻഡ് റൂൾ ചെയ്യാം എന്നുള്ളതാണ്. ഇറ്റ്സ് ഓൾ യൂസ് വാല്യൂ ആണ്. ഇതിനെന്ത് ചെയ്യുക, ഒരു സ്ഥലത്തല്ല, ഒരു ക്വസ്റ്റ്യന് വേണ്ടിയിട്ടല്ല, എൻറ്റയർ പേപ്പർ പ്ലസ് നിങ്ങളുടെ essay പേപ്പറിനാണ് ഈ കണ്ടന്റ് മൊത്തം. ഡോണ്ട് തിങ്ക് ദാറ്റ് ദിസ് ഇസ് ജസ്റ്റ് ഫോർ എത്തിക്സ്, മോറൽ ഫിലോസഫേഴ്സിനല്ല. ഈ മോറൽ ഫിലോസഫേഴ്സിനെ ബേസ് ചെയ്തിട്ടാണ് ബാക്കി എല്ലാ ക്വസ്റ്റ്യൻസും എത്തിക്സും വാല്യൂസും ഒക്കെ ഡെവലപ്പ് ചെയ്തത്. ഇവരുടെ കോൺട്രിബ്യൂഷൻ ആണ് നമ്മൾ ഇന്ന് പഠിക്കുന്ന എത്തിക്സ് എന്താ, വാല്യൂസ് എന്താ, ഇമോഷണൽ ഇന്റലിജൻസ് എന്താ, ഇതൊക്കെ ഇതിൽ നിന്ന് വരുന്നതാണ്. ഇതിന്റെ ബേസിക് പ്രിൻസിപ്പിൾ ആണ് ഇതെല്ലാം. ഓക്കെ, നൗ ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ്. എന്തെങ്കിലും സംശയം ഉണ്ടോ? മനസ്സിലായോ? ഹെൽപ്ഫുൾ ആയിരുന്നു സെഷൻ? സംശയമുണ്ട്. നമ്മൾ ഒരുപാട് വെൽഫെയർ പോളിസീസ് ഒക്കെ ഉണ്ടല്ലോ ഗവൺമെന്റിന്റെ. അപ്പൊ അതൊക്കെ അധികവും ഒരു യൂട്ടിലിറ്റേറിയൻ ഒരു ഇതിനനുസരിച്ചല്ലേ ഉണ്ടായിരിക്കുന്നുണ്ടാവും. ഒരു ഡൈവേഴ്സ് കൺട്രിയില് എല്ലാവരും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു പോളിസി ഉണ്ടാക്കുക എന്നുള്ളത് അപ്രാപ്യ സാധനമാണ്. യൂട്ടിലിറ്റേറിയൻ എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ നോക്കുന്നത്, മാക്സിമം ഗുഡ് ഫോർ മാക്സിമം പീപ്പിൾ. ഇപ്പൊ വെൽഫെയർ പോളിസി എടുക്കുന്ന സമയത്ത് നമ്മൾ ഒരു സെഗ്മെന്റിനെ മാത്രം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, അപ്പം വെൽഫെയറിസ്റ്റ് ഞാൻ 2 ആക്ഷൻ പറഞ്ഞു. വെൽഫെയറിസ്റ്റ് യൂട്ടിലിറ്റേറിയത്തിൽ അവിടെ എന്തുകൊണ്ടാണ് ആപ്ലിക്കബിൾ ആവാത്തത്? കാരണം മാക്സിമം ഗുഡ് ഫോർ മാക്സിമം പീപ്പിൾ വരുന്ന സമയത്ത് വെൽഫെയർ, ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഞാൻ പറയാണ്, മൈനോറിറ്റിക്ക് മാത്രമായിട്ട് ഒരു പോളിസി എടുക്കുമ്പോൾ ശരിക്കും മജോറിറ്റിക്ക് ഹാപ്പിനെസ് ഇല്ലല്ലോ, മൈനോറിറ്റിക്ക് അല്ല ഹാപ്പിനെസ് ഉള്ളൂ. അപ്പൊ അത് വെൽഫെയർ പോളിസി യൂട്ടിലിറ്റേറിയൻ പ്രിൻസിപ്പിൾ അല്ല വരിക. വെൽഫെയർ പോളിസി വരുന്നത് ബേസിക്കലി ജസ്റ്റിസ് തിയറിയിലാണ് വരിക. ജസ്റ്റിസ് തിയറിയിൽ എന്ത് പറയുന്നുണ്ട്, വെൽഫെയറിസം പോളിസിയിൽ ജസ്റ്റിസ് ഉണ്ടാവണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, എല്ലാ സൊസൈറ്റിയിലെ ആളുകളെയും പൊക്കിക്കൊണ്ടുവരാൻ പറ്റണം. അപ്പൊ അവിടെ നമ്മൾ വെൽഫെയർ പോളിസി വരുന്ന ജസ്റ്റിസ് തിയറിയിൽ പറയാൻ പറ്റും. അതല്ലെങ്കിൽ നമുക്ക് പറയാൻ പറ്റുന്നത് ഗോൾഡൻ മീൻ തിയറി ഓഫ് അരിസ്റ്റോട്ടലിന്റെ ഭാഗം പറയാൻ പറ്റും. അവിടെ കാർഡിനൽ വാല്യൂസ് വെർച്യൂസ് ആളുകളിൽ ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ചെയ്യാം എന്നുള്ള രീതിയിൽ അപ്ലിഫ്റ്റ് ചെയ്യാന്നുള്ള രീതിയിൽ പറയണം. ഈ യൂട്ടിലിറ്റേറിയൻ അവിടെ വരുന്ന വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ഞാൻ പറയട്ടെ, ഞാനൊരു സ്ട്രിക്റ്റ് ആയിട്ടുള്ള ആന്റി ടെററിസ്റ്റ് ലോ ഉണ്ടാക്കി. അപ്പൊ അവിടെ എനിക്ക് യൂട്ടിലിറ്റേറിയൻ പ്രിൻസിപ്പിൾ പറയാൻ പറ്റും. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ സ്ട്രിക്റ്റ് ലോ കാരണം എൻ്റയർ കൺട്രിയിൽ ആളുകൾക്ക് ഹാപ്പിനെസ് ഉണ്ടാവും. അപ്പം മജോറിറ്റി ഹാപ്പിനെസ് ഫോർ മജോറിറ്റി പീപ്പിൾ. അപ്പം കുറെ ഹാപ്പിനെസ് കുറെ ആളുകൾക്ക് കിട്ടുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, ഇത് പറയാം. ഇപ്പം റിസർവേഷൻ എന്ന് പറയുകയാണെന്ന്, റിസർവേഷൻ ഇപ്പൊ ആക്ച്വലി യൂട്ടിലിറ്റേറിയൻ ആയി. കാരണം 50% മുകളിലാണ് റിസർവേഷൻ. പണ്ടത്തെ കാര്യം ഇപ്പൊ OBC റിസർവേഷൻ മാത്രം 27% ആളുകൾ മാത്രമേ OBC ഉള്ളൂ എന്ന് വിചാരിക്കും. ഇപ്പൊ OBC പോപ്പുലേഷൻ ആക്ച്വലി മജോറിറ്റി പോപ്പുലേഷൻ എന്നാണ് ഈ കാസ്റ്റ് സർവേ ഒക്കെ തെളിയിക്കുന്നത്. അപ്പൊ അത് ഇപ്പൊ ആപ്ലിക്കബിൾ അല്ല. പക്ഷെ ഞാൻ നോർമലി പറയാം, ഇപ്പം മൈനോറിറ്റിക്ക് മാത്രം കൊടുക്കുന്നു, ഇവിടെ മജോറിറ്റിക്ക് എന്ത് ചെയ്യുന്നത്, റിസർവേഷൻ കിട്ടുന്നില്ല. അപ്പൊ ഇതെന്ത് റിസർവേഷൻ നല്ലതാണോ യൂട്ടിലിറ്റേറിയനിൽ? അല്ല. കാരണം എന്താ, മൈനോറിറ്റിയിലുള്ള കുറച്ച് പേർക്ക് ഹാപ്പിനെസ്, ഇവിടെ ഹാപ്പിനെസ് ഇല്ല. അപ്പൊ ഇവിടെ എന്ത് പോളിസി ആയിരിക്കും എടുക്കേണ്ടത്? മജോറിറ്റിക്ക് ഹാപ്പിനെസ് ഉണ്ടാവുന്ന പോളിസി ആയിരിക്കണം നമ്മൾ എടുക്കേണ്ടത്. അപ്പൊ ആ രീതിയിൽ നമുക്ക് അതിനെ ചെയ്യാൻ പറ്റും. ഇത് തിരിച്ചും വേണമെങ്കിൽ വാദിക്കട്ടോ എനിക്ക്.
മീൻസ് ബേസിക്കലി ഏത് പ്രിൻസിപ്പിൾ ഉപയോഗിച്ച് വാദിക്കണം എന്ന് പറ്റും. ഓക്കെ, മനസ്സിലായോ? ഓക്കെ 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 ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ് എല്ലാവരും ആൻസറുകളൊക്കെ എഴുതാം കേട്ടോ. ഓക്കെ, താങ്ക് യു.